ഹലോ എവ്രി വൺ. അപ്പോൾ നമ്മുടെ സാറ്റർഡേ വിത്ത് ദിഷയുടെ ബയോളജിയുടെ സെക്കൻഡ് സെഗ്മെൻറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഈ 100 ഡേയുടെ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞ് സന്തോഷമായിട്ട് ഇരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇത്രയും നാളും നമ്മുടെ കൂടെ സപ്പോർട്ടായിട്ട് നിന്ന് എല്ലാ പേർക്കും ഒരു വളരെ വലിയൊരു നന്ദി തന്നെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ക്ലാസ്സുകൾ വീണ്ടും വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി പഠിക്കാനിരിക്കുന്ന എല്ലാ പേർക്കും ആശംസകൾ അറിയിച്ചുകൊണ്ട് തന്നെ നമുക്ക് ബയോളജിയുടെ സെക്കൻഡ് സെഗ്മെൻറ്റിലേക്ക് കിടക്കാം. എന്താണെന്ന് നോക്കാം. നമുക്ക് പ്ലാൻ കിങ്ഡത്തിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. കുറച്ച് ക്രിയേറ്റിവിറ്റി കൂടിപ്പോയെന്നേ ഉള്ളൂ, നമുക്കൊന്നും തോന്നില്ലല്ലോ. ബോട്ടണിയാണ് പഠിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിൽ വെക്കാൻ വേണ്ടിയായിട്ട് കൊടുത്ത കുറച്ച് ചെറിയൊരു ക്രിയേറ്റിവിറ്റി ലെവലാണ്. ഓക്കെ, പറക്കും തളികയുടെ ആ ഒരു സിനിമയൊന്നും ഓർമ്മ വരുന്നില്ലല്ലോ ആർക്കും, അത് തന്നെ ഭാഗ്യം. ഓക്കെ, എന്തായാലും നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. പ്ലാൻ കിങ്ഡം ആണ് പഠിക്കാനുള്ളത്. കിങ്ഡം പ്ലാന്റയെ കുറിച്ചാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. അപ്പോൾ കിങ്ഡം പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടാക്സോണമി അനുസരിച്ച് നമ്മുടെ ടാക്സോണമിയുടെ ഫാദർ ആയിട്ടുള്ള കാൾ ലിനക്സ് 2 കിങ്ഡം ആയിട്ടാണ് ആദ്യമായിട്ട് തിരിക്കുന്നത് അല്ലേ. ബയോളജി എന്ന് പറഞ്ഞ സബ്ജക്റ്റ് 2 കിങ്ഡം, ബോട്ടണി, സുവോളജി എന്ന രീതിയിൽ തന്നെ കിങ്ഡം പ്ലാന്റ് എന്നും കിങ്ഡം അനിമേലിയ എന്നായിരുന്നു ആര് തിരിച്ചത്? കാൾ ലിനക്സ് തിരിച്ചത്. അത് കഴിഞ്ഞാണ് പിന്നെ 1969 RH വിറ്റേഗർ വന്ന് ഒരു ഫൈനൽ ക്ലാസിഫിക്കേഷനായിട്ട് 5 കിങ്ഡം ക്ലാസിഫിക്കേഷനൊക്കെ കൊണ്ടുവരുന്നത്. എന്തായാലും ബേസ് ആയിട്ട് എന്തുണ്ട്? പ്ലാന്റ്സ്. 2 ഗ്രൂപ്പ് എടുത്ത് നോക്കിയാലും നമുക്ക് ആരുണ്ട്? പ്ലാന്റ്സും ഉണ്ട്, അനിമൽസും ഉണ്ട്. അപ്പം നമുക്കിന്ന് പഠിക്കാനുള്ളത് എന്താ? പ്ലാന്റ്സിനെ കുറിച്ചാണ്, പ്ലാൻ കിങ്ഡത്തിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. കിങ്ഡം പ്ലാന്റയെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. എന്നാലും നമുക്ക് നോക്കാം എന്തൊക്കെയാണ് അതിൻ്റെ ഒരു പ്രത്യേകതകളെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, നോൺ മോട്ടൈലാണ്. നോൺ മോട്ടൈൽ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലാന്റ്സ് എന്നൊക്കെ പറഞ്ഞാൽ ആരാണ്? ശരിക്കും ഒരിടത്ത് നിന്ന് വളരുന്ന, എത്ര വേണോ വളരാനുള്ള കഴിവുള്ള ആൾക്കാരാണ് അല്ലേ. നോൺ മോട്ടൈലാണ്. മൊബിലിറ്റി ഇല്ല അവർക്ക്, എന്ത് ചെയ്യില്ല, മൂവ്മെന്റിനുള്ള ശക്തി ഇല്ല, ഒരിടത്ത് ഫിക്സഡ് ആയിട്ട് വളരുകയാണ്. നോൺ മോട്ടൈലാണെന്നാണ് പറയുന്നത്. സെക്കൻഡ് എന്താണ്? അവരുടെ ബോഡി സ്ട്രക്ചറിങ് എങ്ങനെയാണ്? മൾട്ടി സെല്ലുലാർ ആണ്, ഒറ്റ സെല്ലല്ല. യൂണിസെല്ലുലാർ ആയിട്ട് ആരാണുള്ളത്? നമ്മുടെ പ്രോകാരിയോട്സ് ആണുള്ളത് അല്ലേ. യൂണിസെല്ലുലാർ ആയിട്ട് നമ്മുടെ ബാക്ടീരിയാസ് ആണുള്ളത്. അല്ലാണ്ട് ബാക്കി എല്ലാവരും എന്താണ്? മൾട്ടി സെല്ലുലാർ ആണ്. ഒരുപാട് സെല്ലുകൾ ചേർന്നിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്? വർക്ക് ചെയ്യുന്നത്. ഓരോന്നിനും അവർക്ക് എന്തുണ്ട്? പല പല സെല്ലുകൾ തന്നെ ഉണ്ടെന്നുള്ള കാര്യമാണ് പറയുന്നത്. ഇനി അടുത്ത എന്താണ്? യൂക്യാരിയോട്ടിക്. അവരുടെ ബോഡി ഡിവിഷൻ എങ്ങനെയാണ് നടക്കുന്നത്? ബോഡിയുടെ ആ ഒരു സ്ട്രക്ചറിങ് എങ്ങനെയാണ്? യൂക്യാരിയോട്ടിക് ആണ്. യൂക്യാരിയോട്ടിക് എന്ന് പറഞ്ഞാൽ എന്താണ്? യു ക്യാരി ന്യൂക്ലിയസ്. ന്യൂക്ലിയസ് ക്യാരി ചെയ്യുന്നവരെയാണ് എന്തെന്ന് പറയുന്നത്? യൂക്യാരിയോട്ടിക് എന്ന് പറയുന്നത്. അതേസമയം ന്യൂക്ലിയസ് ക്യാരി ചെയ്യാത്ത, സെൽ ഓർഗനിലൊന്നും ഡിഫൈൻഡ് അല്ലാത്തവരെ എന്താ പറയുക? പ്രോകാരിയോട്ട്. അവർ പ്രോ ആയതുകൊണ്ട് അവർക്ക് എന്തിൻ്റെ ആവശ്യമില്ല? ന്യൂക്ലിയസിൻ്റെ ആവശ്യമില്ല. അപ്പോൾ പ്രോകാരിയോട്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മുടെ ബാക്ടീരിയ അല്ലേ. സയാനോ ബാക്ടീരിയാസ് പോലെയുള്ള ഗ്രീൻ ബാക്ടീരിയാസ് ഒക്കെ തന്നെയാണ് അതിലെന്ത് വരുന്നത്? അപ്പോൾ പ്രോകാരിയോട്ടിക് ആയിട്ട് നമ്മുടെ ആര് മാത്രമേ ഉള്ളൂ? നമ്മുടെ ബാക്ടീരിയാസേ ഉള്ളൂ. അതല്ലാതെ ബാക്കി എല്ലാവരും എന്താണ്? യൂക്യാരിയോട്ടിക് ആണ്. ഒരു സെൽ ഡിവിഷൻ, നമ്മുടെ പ്രോപ്പർ സെല്ലിനെ എന്ത് ചെയ്തിട്ടുണ്ട്? ഓർഗനൈസ് ചെയ്തും വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു ന്യൂക്ലിയസ് എന്തുണ്ട്? അവർക്ക് എല്ലാ പേർക്കും ഉണ്ടെന്നുള്ള കാര്യമാണ് പറയുന്നത്. ഇനി എന്താണ്? സെൽ വാൾ വിച്ച് മെയ്ഡ് അപ്പ് ഓഫ് സെല്ലുലോസ്. പിന്നെ എന്താണ്? അനിമൽസിൽ നിന്ന് നമ്മുടെ പ്ലാന്റ്സിനെ സെപ്പറേറ്റ് ചെയ്യുന്ന മെയിൻ കാര്യം എന്താണ്? അവരുടെ സെല്ലുലോസ് ആണ് അല്ലേ. അവരുടെ സെല്ലുലോസ്, അവർക്കൊരു സെൽ വാൾ കൊടുത്തിട്ടുണ്ട്. അവർക്കൊരു എന്താണ്? പ്ലാസ്മ മെംബ്രെയിൻ കഴിഞ്ഞിട്ടും എന്തുണ്ട്? പ്ലാസ്മ മെംബ്രെയിനെ കവർ ചെയ്തുകൊണ്ട് ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ ഉണ്ടല്ലേ. അവർക്കൊരു എന്താണ്? ഒരു റിജിഡിറ്റി കൊടുക്കാൻ വേണ്ടി ഒരു ലെയർ അവർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? വച്ചിട്ടുണ്ട്. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? നമ്മൾ സെൽ വാൾ എന്ന് പറയുന്നത്. ഒരു പ്രൊട്ടക്ഷൻ, അല്ലെങ്കിൽ അവർക്ക് ആ ബോഡിക്ക് ഒരു ഫ്ലെക്സിബിലിറ്റി കൊടുക്കാൻ, അല്ലെങ്കിൽ റിജിഡിറ്റി കൊടുക്കാൻ വേണ്ടി ഒരു മെക്കാനിക്കൽ സപ്പോർട്ടായിട്ട് ആരുണ്ട്? സെൽ വാളുണ്ട് നമ്മുടെ പ്ലാന്റ്സിന്. അത് ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? സെല്ലുലോസ് കൊണ്ടാണ്. എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? സെല്ലുലോസ് കൊണ്ടാണ്. അപ്പം നിങ്ങൾ ആലോചിക്കുക, നമ്മുടെ പ്ലാന്റ്സിന് ഉണ്ടാക്കിയിരിക്കുന്നത് സെല്ലുലോസ് കൊണ്ടാണ്. അപ്പോൾ ഫംഗസിന് എന്തുകൊണ്ടാണ്? ഫംഗൈക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? കൈറ്റിൻ അല്ലേ. കൈറ്റിൻ കൊണ്ടാണ് ഫംഗയെ ഉണ്ടാക്കിയിരിക്കുന്നത്. കൈറ്റിനാണ് ഫംഗയുടെ സെൽവാൾ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ബാക്ടീരിയയുടെ എന്താ പറയുക? ബാക്ടീരിയയുടെ സെൽവാളിന് നമുക്ക് എന്ത് പറയാം? പെപ്റ്റിഡോഗ്ലൈക്കൻ എന്ന് പറയാം അല്ലേ. പെപ്റ്റിഡോഗ്ലൈക്കൻ എന്ന് പറയാം. അപ്പോൾ ഇങ്ങനെ ഈ 3 സെൽവാളിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് ബാക്ടീരിയയുടെ സെൽവാൾ പെപ്റ്റിഡോഗ്ലൈക്കൻ, അത് കഴിഞ്ഞ് പ്ലാന്റിന്റെ സെൽവാൾ സെല്ലുലോസ്, ഫംഗയുടെ സെൽവാൾ കൈറ്റിൻ. ഈ 3 സെൽവാളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി അടുത്തെന്താണ്? റീപ്രൊഡ്യൂസ് അസെക്ഷലി ബൈ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ഓർ സെക്ഷലി. എങ്ങനെയൊക്കെ പ്ലാന്റ്സിന് റീപ്രൊഡ്യൂസ് ചെയ്യാം? ഒന്നീ അസെക്ഷൽ റീപ്രൊഡക്ഷൻ വഴി റീപ്രൊഡ്യൂസ് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ? സെക്ഷൽ റീപ്രൊഡക്ഷൻ, ഫ്യൂഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമീറ്റ്സ് വഴി അവർക്ക് എന്ത് ചെയ്യാം? റീപ്രൊഡക്ഷൻ നടക്കും. അപ്പോൾ 2 പ്രോസസ്സും ആർക്ക് നടക്കുന്നുണ്ട്? നമ്മുടെ പ്ലാന്റ്സിന് നടക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണ് പറയുന്നത്. അതുപോലെ തന്നെ അവരെന്താണ് പ്രധാനമായിട്ടും അവരെ മാറ്റി നിർത്തുന്ന കാര്യം? എന്താ?
ഓട്ടോട്രോഫിക് ആണ് അല്ലേ. അവർക്ക് എന്തുണ്ട്? സ്വന്തമായിട്ട് ഫുഡ് സ്വന്തമായി ചെയ്യാനുള്ള കഴിവ് ആർക്കുണ്ട്? പ്ലാന്റ്സിന് തന്നെ ഉണ്ട്. കാരണം എന്താ? അവർക്ക് ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള പിഗ്മെന്റ്സ് ഉണ്ട്. എന്താ? ഫോട്ടോസിന്തറ്റിക്. അവർക്ക് ഫോട്ടോസിന്തറ്റിക് വഴി, സിന്തസിസ് വഴി അവർക്ക് ഫുഡ് പ്രിപ്പയർ ചെയ്യാനുള്ള കഴിവുണ്ട്. അതെങ്ങനെയാ ചെയ്യുന്നത്? വിത്ത് ദ പ്രസൻസ് ഓഫ് ക്ലോറോഫിൽ പ്രസന്റ് ഇൻ ദ പ്ലാസ്റ്റിഡ്സ്. അവരുടെ സെല്ലായിട്ടുള്ള പ്ലാസ്റ്റിഡ്സിനകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? ക്ലോറോഫിൽ ഉണ്ടല്ലേ. ക്ലോറോഫിൽ കൊണ്ട് അവർക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ക്ലോറോഫിൽ ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യാം? ഫോട്ടോസിന്തറ്റിക് പിഗ്മെന്റ് ആയിട്ട് അവർക്ക് അത് യൂസ് ചെയ്താണ് അവർ എന്ത് ചെയ്യുന്നത്? ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ അവരെന്താണ്? ഓട്ടോട്രോഫിക് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മളെന്താണ്? ഹെട്രോട്രോഫിക് ആണ്. നമ്മളെന്താ? ബാക്കിയുള്ളവരെ ഡിപ്പെൻഡ് ചെയ്താണ് ജീവിക്കുന്നത് അല്ലേ. ബാക്കിയുള്ള എന്താണ് ഭക്ഷണത്തെ നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ ബാക്കിയുള്ളവരുടെ ഹെൽപ്പും കൂടെ തേടുന്നെങ്കിൽ അങ്ങനെയുള്ളവരെ എന്താ പറയുക? ഹെറ്ററോട്രോഫിക് എന്നാ പറയുന്നത്. ഹെട്രോട്രോഫിക് എന്നാണ് പറയുന്നത്. ഓക്കെ, ട്രോഫിക് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് അതിൽ പറയാനുള്ള പ്ലാന്റ്സിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യമാണ് അവിടെ പറയുന്നത്. പ്ലാന്റ്സിൻ്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് കിടക്കാം. ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. എന്നാലും ഇനി എന്താണ് നമ്മൾ പറഞ്ഞു? 2 മെയിൻ ഡിവിഷൻസ് ആണ് ഉള്ളത്. പ്ലാന്റ്സിന് വേണ്ടി ബോട്ടണി എന്ന് പറഞ്ഞൊരു ഡിവിഷൻ തന്നെ ഇറക്കിയിട്ടുണ്ട്. എന്നാലും അത് വന്ന ഒരു വഴി ഉണ്ടായിരിക്കണമല്ലോ. എങ്ങനെയാണ് ഈ പ്ലാന്റ്സിന് എത്രയോ പ്ലാന്റ്സ് ഉണ്ട്, എങ്ങനെയൊക്കെ പ്ലാന്റ്സ് ഉണ്ട്, അപ്പോൾ അതെങ്ങനെയാണ് ഡിവൈഡ് ചെയ്തതെന്നുള്ള കാര്യമാണ് പറയുന്നത്. ക്ലാസിഫിക്കേഷൻ ഓഫ് കിങ്ഡം പ്ലാന്റ് എങ്ങനെ ക്ലാസിഫൈ ചെയ്തു? ഏത് രീതിക്കാണെന്ന് നോക്കിയേ. പ്ലാന്റ് ബോഡി എന്താണ് നോക്കിയത് അവര്? പ്ലാന്റ് ബോഡി എങ്ങനെയാണെന്ന് മനസ്സിലാക്കി എന്ത് ചെയ്തു? ഫസ്റ്റ് ഡിവിഷൻ നടത്തി. പ്ലാന്റ് ബോഡി എങ്ങനെയാണെന്ന് വിചാരിച്ച് ഫസ്റ്റ് ഡിവിഷൻ, അതായത് വെൽ ഡിഫറൻഷിയേറ്റഡ് പ്ലാന്റ് ബോഡി ആണോ, പ്രസൻസ് ഓഫ് വെൽ ഡിഫറൻഷിയേറ്റഡ് പ്ലാന്റ് ബോഡി, നല്ല കൃത്യമായ പ്ലാന്റ് ബോഡി ആണോ ഉള്ളത്, അതായത് റൂട്ട് ഉണ്ടോ, സ്റ്റെം ഉണ്ടോ, ലീവ്സ് ഉണ്ടോ, ഇതെല്ലാം ചെക്ക് ചെയ്തിട്ട് അവരുടെ എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് എല്ലാം കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടോ എന്നുള്ള ഒരു സെൽ ആ ഒരു പ്ലാന്റിന്റെ ബോഡി ഡിവിഷനിങ് വെച്ചാണ് ആദ്യത്തെ ഗ്രൂപ്പിനെ തിരിക്കുന്നത്, അതായത് ഗ്രൂപ്പുകൾ തിരിക്കുന്നത്. ഫസ്റ്റ് അതിന് അടുത്ത് വരുന്നത് എന്താണ്? സെക്കൻഡ് വരുന്നത് വാസ്കുലാർ സിസ്റ്റം ആണ്. വാസ്കുലാർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ കണ്ടക്ഷൻ നടക്കുക, അതായത് നമ്മുടെ എന്താണ് ഭൂമിയിൽ നിന്ന് വെള്ളം, അതായത് സോയിലിൽ നിന്ന് വെള്ളം അബ്സോർബ് ചെയ്ത് കൃത്യമായിട്ട് എന്ത് ചെയ്യണം? എല്ലാ ഭാഗത്തും എത്തണ്ടേ. ഒരു മരമായിട്ട് നിൽക്കുന്നിടത്ത് എല്ലാ ഭാഗത്തും എത്തണമെങ്കിൽ അവിടെ ഒരു കണ്ടക്റ്റീവ് സെൽസ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ അവിടെ ഒരു ടിഷ്യൂസ് ഉണ്ടായിരിക്കണം, വെസൽസ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള ഒരു ടിഷ്യൂസ് ഉണ്ടായിരിക്കണം. അങ്ങനെ അതിൻ്റെ പ്രസൻസ് ഉണ്ടോ? വാസ്കുലാർ സിസ്റ്റം. എന്ത് സിസ്റ്റം? വാസ്കുലാർ സിസ്റ്റം ഉണ്ടോ? അതായത് ഫുഡും വാട്ടറും എല്ലാം കണ്ടക്ട് ചെയ്യാനുള്ള ഒരു വാസ്കുലാർ സിസ്റ്റം ഉണ്ടോ എന്ന് എന്ത് ചെയ്തു? പിന്നെ കണ്ടുപിടിക്കാൻ അതാണ് നമ്മുടെ ഫ്ലോയം. ഫ്ലോയം എന്തിനുള്ളതാ? ഫ്ലോയം ഫുഡിന് വേണ്ടിയുള്ളതാണ് ഫ്ലോയം. അതേസമയം സൈലം എന്തിനു വേണ്ടിയുള്ളതാണ്? വാട്ടർ കണ്ടക്ഷന് വേണ്ടിയാണ്. റൂട്ടിൽ നിന്നുള്ള വാട്ടറിനെ അബ്സോർബ് ചെയ്ത് ബാക്കിയുള്ള ലീവ്സിനും ഫോട്ടോസിന്തസിന് വേണ്ടിയുള്ള വെള്ളമൊക്കെ കൊണ്ടെത്തിച്ചു കൊടുക്കുന്ന ആരാണ്? റൂട്ടിൽ നിന്ന് അബ്സോർബ് ചെയ്ത് സൈലമാണ് കൊണ്ടെത്തിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പ്ലാന്റ് ബോഡീസ് ആണോ നിങ്ങൾ? സൈലം ഉണ്ടോ നിങ്ങൾക്ക്? ഫ്ലോയം ഉണ്ടോ? അതായത് കിട്ടിയ ഫുഡിനെ ബാക്കി എല്ലാ ബോഡീസിലേക്കും പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ഫുഡിനെ ട്രാൻസ്പോർട്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടു കൊടുക്കാനുള്ള ശക്തി നിങ്ങൾക്ക് ഉണ്ടോ എന്ന് അറിയിക്കുന്നതാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ ഫ്ലോയോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു 2 കാര്യമാണ് അതിൽ നമുക്ക് പറയാനുള്ളത്. ഓക്കെ, ഫ്ലോയവും സൈലവും വാസ്കുലാർ സിസ്റ്റത്തെ പറയാനുള്ളത്. ഇനി അടുത്തെന്താ? സീഡ് ഫോർമേഷൻ. എങ്ങനെയാണ് സീഡ് ഫോം ചെയ്യുന്നത്? അതായത് പ്രസൻസ് ആണോ ആബ്സെൻസ് ഓഫ് ഫ്ലവേഴ്സ് ആൻഡ് സീഡ്സ് ആണോ? സീഡ് ഉണ്ടോ ഇല്ലയോ, അതായത് സീഡുള്ള പ്ലാന്റ്സ് ആണോ സീഡ് ഇല്ലാത്ത പ്ലാന്റ്സ് ആണോ എന്ന് കാണിക്കുന്നതാണ് അടുത്ത കാര്യം കേട്ടോ. ആൻഡ് ഇഫ് ദ സീഡ്സ് ആർ നേക്കഡ് ഓർ എൻക്ലോസ്ഡ് ഇൻ എ ഫ്രൂട്ട്. പിന്നെ അതെന്താണ്? നേക്കഡ് സീഡ് ആണോ അല്ലെങ്കിൽ ഒരു ഫ്രൂട്ടിനകത്ത് എൻക്ലോസ് ചെയ്ത് വെച്ചിരിക്കുന്ന സീഡ്സ് ആണോ, അതായത് സീഡ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു കാര്യമാണ് നമ്മളവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം വച്ചിട്ട് ഈ പ്ലാന്റ് ബോഡി, വാസ്കുലർ സിസ്റ്റം, സീഡ് ഫോർമേഷൻ, ഈ 3 കാര്യവും വച്ചിട്ടാണ് നമ്മുടെ ആരാണ് 1883 A.W. ഐക്ലർ എന്ന് പറയുന്ന ആളാണ് ഇതിൻ്റെ ഒരു പ്ലാന്റ്സിൻ്റെ തന്നെ ഒരു കൃത്യമായിട്ട് ഒരു ഡിവിഷനെ ഉണ്ടാക്കിയെടുക്കുന്നത്. പ്ലാന്റ്സിൽ തന്നെ ഒരു കൃത്യമായ ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ടാക്കിയെടുക്കുന്ന ആരാണ്? നമ്മുടെ A.W. ഐക്ലർ എന്ന് പറയുന്ന ആൾ. ബൊട്ടാണിസ്റ്റ് ആണ്. പുള്ളിക്കാരനാണ് എന്ത് ചെയ്തത്? 2 സബ് കിങ്ഡവും കൂടെ എന്തിലുണ്ടാക്കി? കിങ്ഡം പ്ലാന്റേൽ 2 സബ് കിങ്ഡവും കൂടെ ഉണ്ടാക്കി. അതെന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പം 2 സബ് കിങ്ഡം എന്താണ് ഉണ്ടാക്കിയതെന്ന് നോക്കാം. ഓക്കെ, കിങ്ഡം പ്ലാന്റ് ആണ് അല്ലേ. കിങ്ഡം പ്ലാന്റേൽ വരുന്ന ഒരു ഇതാണ്ടോ 2 ഡിവിഷനായിട്ട് ആക്കിയാണ് മാറ്റിയത്. ഒന്നെന്താണ്? ഹാസ് നോ സീഡ്സ് ഇല്ലാത്തവ. അടുത്തത് എന്തുണ്ട്? സീഡ്സ് ഉള്ളവ.
സീഡ് ഉള്ളതും സീഡ് ഇല്ലാത്തതും, അങ്ങനെയാണ് രണ്ട് ഗ്രൂപ്പിനെ തിരിക്കുന്നത്. അപ്പോൾ അതിനെ എന്ത് വിളിച്ചു തുടങ്ങി? ഹാസ് നോ സീഡ്സ്. സീഡ്സ് ഇല്ലാത്തവനെ എന്ത് വിളിച്ചു തുടങ്ങി? ക്രിപ്റ്റോഗാംസ് എന്ന് വിളിച്ചു. ക്രിപ്റ്റോഗാംസ് എന്ന് വിളിച്ചു. ക്രിപ്റ്റോഗാംസ് ആണ് നോ സീഡ്സ്. സീഡ് ഇല്ലാത്തവർ ക്രിപ്റ്റോഗാംസ് എന്നും. ഫെനൈറോഗാംസ് ഹാസ് സീഡ്സ്. സീഡ്സ് ഉള്ളവർക്ക് എന്തെങ്കിലും എന്തുണ്ട്? ഫ്ലവർ ഉണ്ടാവും അല്ലേ? ഫ്ലവർ ഉണ്ടാവും, അല്ലെങ്കിൽ അവർക്ക് എന്തുണ്ടാവും? ഫ്രൂട്ട് ഉണ്ടാവും. ഇങ്ങനെ ഉള്ളവരെ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ? ഫെനൈറോഗാംസ്. അപ്പൊ എന്തുണ്ട്? ഫെനൈറോഗാംസ് ആണെങ്കിൽ ഫ്ലവർ ഉള്ളവർ, ഫ്ലവർ അല്ലെങ്കിൽ ഫ്രൂട്ട് ഉള്ളവർ ഫെനൈറോഗാംസ് എന്നാണ് പറയുന്നത്. അപ്പൊ അതെന്താണ്? അവിടെ സീഡ് ഉണ്ട്, ഫ്രൂട്ട് ഉണ്ട്, ഫ്ലവർ ഉണ്ട്. ഇവിടെ എന്തില്ല? ഒന്നുമേ ഇല്ല. ഹാസ് നോ സീഡ്സ്. സീഡ്സേ ഇല്ലാത്തവയാണ് ഏത്? ക്രിപ്റ്റോഗാംസ് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ തന്നെ വീണ്ടും എന്തുണ്ട്? സബ് ഡിവിഷൻസ് വരുന്നുണ്ട്. അതെന്താണെന്ന് നോക്കാം. ഒന്നെന്ന് പറഞ്ഞാൽ എന്താ? ഹാസ് നോട്ട് ട്രൂ റൂട്ട്സ്, സ്റ്റെംസ്, ലീവ്സ്. ഒരു ട്രൂ ആയിട്ടുള്ള റൂട്ടോ സ്റ്റെമ്മോ ലീഫോ ഒന്നുമില്ല. അവരെന്താണ്? ഒരു പറ്റം പിടിച്ച് വളരുന്നതാണ്. അവർക്ക് എന്തില്ല? ഒരു പോർഷൻസ് ഇല്ല. പറയാനായിട്ട് ഒരു സ്റ്റെമ്മില്ല, റൂട്ടില്ല, ലീഫില്ല, അങ്ങനെ ഒന്നുമേ ഇല്ലാത്തവയാണ് നമ്മൾ ഫസ്റ്റ് ഗ്രൂപ്പിൽ പെടുത്താൻ തുടങ്ങി. ഏറ്റവും ബേസിക് ആയിട്ടുള്ള പ്രിമിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ. അതിനെന്താ വിളിച്ചു തുടങ്ങി നമ്മൾ? താലോഫൈറ്റ് എന്ന്. താലോഫൈറ്റ്സ് എന്നാണ് വിളിക്കുന്നത് കേട്ടോ. താലോഫൈറ്റ എന്നാരെ വിളിച്ചു? നമ്മുടെ ഫസ്റ്റ് ഗ്രൂപ്പിനെ വിളിച്ചു. അതാണ് ഏത്? ടാലസ് പോലെ ഇരിക്കുന്ന. ടാലസ് എന്ന് പറഞ്ഞാൽ ഹെഡ് ലൈക്ക് ക്രിയേച്ചർ എന്നാണ്. ഹെഡ് ലൈക്ക് പ്ലാൻ ബോഡീസ് എന്നാണ് എൻ്റെ ഉദ്ദേശം കേട്ടോ. ടാലസ് എന്ന് പറഞ്ഞാൽ ഹെഡ് ലൈക്ക് എന്നാണ്. അപ്പൊ അതിൽ വരുന്നതാണ് ആര്? ആൽഗെ. ക്ലോറോഫൈറ്റ പച്ച. ക്ലോറോ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലോറോഫിൽ എന്ന് പറഞ്ഞാൽ ഗ്രീൻ പിഗ്മെന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ക്ലോറോഫൈറ്റ എന്ന് പറഞ്ഞാൽ ഗ്രീൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൽഗീസിനെ പറയുന്ന പേരാണ് കേട്ടോ. അപ്പൊ എന്തായാലും ആൽഗെ ആണ് ആരുടെ ഗ്രൂപ്പ് എന്ന് പറയുന്നത്? ഫസ്റ്റ് ഗ്രൂപ്പ് താലോഫൈറ്റ്. ആൽഗെ പായൽ പോലെ വളരുന്ന, അല്ലെങ്കിൽ പൂപ്പല് പോലെ വളരുന്ന, അല്ലെങ്കിൽ ആൽഗൽ ബ്ലൂംസ് ഒക്കെ ഉണ്ടാക്കുന്ന ആൽഗെ പോലെയുള്ള ആൾക്കാർ, എവിടെയെങ്കിലും പട്ടിപ്പിടിച്ച് വളരുന്ന ആൾക്കാർ, ലൈക്കൻസ് പോലെ, അതിനെയൊക്കെയാണ് നമ്മൾ ഏതിൽ പെടുത്തുന്നത്? താലോഫൈറ്റയിൽ പെടുത്തുന്നത്. ഇനി സെക്കൻഡ് ഏതാണ്? ഹാസ് സം റൂട്ട് ആൻഡ് ലീഫ് ലൈക്ക് സ്ട്രക്ചർ. അവിടെ എന്തോന്നു? ആദ്യത്തേൽ ഒന്നുമേ ഇല്ല. അവരെന്താണ്? പറ്റം പിടിച്ച ഒരു ഹെഡ് മാത്രം ഇങ്ങനെ പൊങ്ങി നിൽക്കുക. അതിലും എന്തില്ല? ലീഫ് പോലും ഇല്ല. പക്ഷെ രണ്ടാമത്തത് എത്തിയപ്പോൾ എന്തായി? കുറച്ചൊക്കെ ഒന്ന് എന്ത് ചെയ്തു? അഡ്വാൻസ് ആയി തുടങ്ങി. സം റൂട്ട് ലൈക്ക് സ്ട്രക്ചർ അല്ലെങ്കിൽ സം ലീഫ് ലൈക്ക് സ്ട്രക്ചർ, ചെറുതായിട്ട് സ്ട്രക്ചർ ഒക്കെ കാണിച്ചു തുടങ്ങി. അങ്ങനെ ഉള്ളവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മോസസ് എന്ന് പറയുന്നത് അല്ലേ? മോസസും ലിവർ വോട്ട്സും ഒക്കെ എന്തല്ലേ വരുന്നത്? ബ്രയോഫൈറ്റ. അപ്പൊ ഒന്നാമത്തെ ഗ്രൂപ്പ് ഏതാ? താലോഫൈറ്റ. രണ്ടാമത്തെ ഗ്രൂപ്പ് ഏതാ? ബ്രയോഫൈറ്റ ഹാസ് സം റൂട്ട് ആൻഡ് ലീഫ് ലൈക്ക് സ്ട്രക്ചേഴ്സ്. അത് കഴിഞ്ഞ് ഏത് വന്നു? ഹാസ് എ റൂട്ട്, സ്റ്റെം ആൻഡ് ലീവ്സ്. കുറച്ചൊക്കെ എന്ത് ചെയ്തു? കാണിക്കാൻ തുടങ്ങി. ഏതൊക്കെ? റൂട്ട്, സ്റ്റെമ്മ്, ലീഫ് എല്ലാം കാണിച്ചു തുടങ്ങി. ഇവിടെ എന്താണ്? ട്രൂ റൂട്ട് ഒന്നും കാണിച്ചു തുടങ്ങിയില്ല. ചെറിയ എന്തൊക്കെയോ വന്ന് തുടങ്ങി എന്നുള്ളതേ ഉള്ളൂ. ഇവിടെ എന്താണ്? കംപ്ലീറ്റ്ലി ഒരു റൂട്ട്, സ്റ്റെമ്മ്, ലീഫൊക്കെ കാണിച്ചു തുടങ്ങിയവരാണ് ഏത്? ഫേൺസ് എന്ന് പറയുന്നത്. ഫേൺസ് ആൻഡ് ഹോസ്റ്റൽ. അതിനെയാണ് എന്ത് പറയുന്നത്? ടെറിഡോഫൈറ്റ എന്ന് പറയുന്നത്. അപ്പൊ ആദ്യത്തെ 3 ഗ്രൂപ്പ് ഏതാ? ക്രിപ്റ്റോഗാംസിൽ വരുന്ന 3 ഗ്രൂപ്പ് ഏതൊക്കെയാണ്? വിത്തൗട്ട് സീഡിലെ ഗ്രൂപ്പ് ഏതൊക്കെയാണ്? താലോഫൈറ്റ, ബ്രയോഫൈറ്റ ആൻഡ് ടെറിഡോഫൈറ്റ. ഓക്കെ, അതാണ് സീഡ് ഇല്ലാത്ത കാറ്റഗറി. ഇനി സീഡ് ഉള്ളവരെ എന്തൊക്കെ പറയാം നമുക്ക്? ഹാസ് നോ ഫ്ലവേഴ്സ്. സീഡ് ഉള്ളവരിൽ തന്നെ കുറച്ച് പേരെന്താണ്? ഫ്ലവേഴ്സ് ഇല്ലാത്തവരാണ്. അവർക്ക് എന്തില്ല? സീഡ് ഉണ്ട്, പക്ഷെ എന്ത് വരുന്നില്ല? ഫ്ലവർ ഒന്നും വരുന്നില്ല, ഫ്രൂട്ടൊന്നും വരുന്നില്ല. അവർ ചുമ്മാ ഇങ്ങനെ വളർന്നു പോകുന്ന കുറച്ച് മരങ്ങളാണ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഹാസ് നോ ഫ്ലവേഴ്സ് ആണെങ്കിൽ അവരെ എന്തിൽ വിളിക്കാം? നമുക്ക് ജിംനോസ്പേം എന്ന് വിളിക്കാം. അതിലിനി ഫ്ലവർ ഉണ്ടെങ്കിലോ? അതിൽ ഫ്ലവർ ഉണ്ടെങ്കിൽ എന്നൊന്നും നമുക്ക് വിളിക്കാം? ആൻജിയോസ്പേം എന്ന് വിളിക്കാം. അപ്പൊ ജിംനോസ്പേം എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് ഫ്ലവറും, അതുപോലെ ആൻജിയോസ്പേം എന്ന് പറഞ്ഞാൽ വിത്ത് ഫ്ലവറും എന്നുള്ള കാര്യമാണ്. ഫ്ലവർ ഉള്ളവരെ ആൻജിയോസ്പേം എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അതിൽ തന്നെ ഈ ഹാസ് നോ ഫ്ലവേഴ്സ് ഉള്ളതിൽ എന്തുണ്ട്? അതായത് ഫ്ലവർ ഇല്ലാത്തവ. അപ്പൊ നമ്മൾ അങ്ങനെ ആലോചിക്കും, ഫ്ലവർ ഇല്ലാത്ത പ്ലാന്റ്സ് ഉണ്ടല്ലോ. ഒരുപാട് മരങ്ങൾ വളരുന്ന ഫ്ലവർ ഇല്ലാതെയല്ലേ മെയിനായിട്ട് നമ്മൾ ഈ തണുത്ത ഏരിയകളിലൊക്കെ പോകുമ്പോൾ, അല്ലെങ്കിൽ വിന്റർ റീജിയനിലൊക്കെ പോകുമ്പം നീഡിൽ ലൈക്ക് ലീവ്സോടെ കാണുന്ന കോണിഫേഴ്സ് ഉണ്ടല്ലോ അല്ലേ? പൈൻ മരങ്ങളിൽ എന്താണ്? അവർക്കൊക്കെ എന്താ ഉള്ളത്? നേക്കഡ് സീഡ് ആണല്ലേ. നമുക്ക് സീഡ് കാണാൻ പറ്റും. ഒരു സ്കോൺ പോലെ ഇരിക്കുന്ന സാധനം കാണാറില്ലേ നമ്മൾ? കോം പോലെ ഇരിക്കുന്ന അതൊക്കെ എന്താണ്? അതിന്റെ ഇവിടെ കണ്ടോ? ഈ കാ പോലെ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്തില്ല അതിന്? അതിൽ നിന്നൊരു ഫ്ലവറോ ഫ്രൂട്ടോ ഒന്നും എന്തില്ല, ഉണ്ടാവുന്നില്ല എന്നുള്ളൊരു കാര്യമാണ്. കോണിഫേഴ്സും പറയാറുണ്ട്. പിന്നെ എന്താണ്? ഇതൊക്കെ എന്താണ്? ഇങ്ങനത്തെ ലീവ്സ് ആണ്. നീഡിൽ ലൈക്ക് ലീഫാണ്. ഇങ്ങനെ നീഡിൽ പോലെയാണ് ഇരിക്കുന്നത്. അതേസമയം വൈഡ് ലീവ്സ് ഏതിലാണ് വരുന്നത്? ജിങ്കോസ്. അതും എന്ത് തന്നെയാണടാ? അതും നമ്മുടെ ജിംനോസ്പേമിൽ വരുന്നതാണ്. ജിങ്കോസും സൈക്കാഡ്സും ഇതെല്ലാം വരുന്നത് ജിംനോസ്പേമിൽ വരുന്നതാണ് കേട്ടോ.
അതിലെന്തുണ്ട്, നീഡിൽ ലൈക്ക് ലീഫും ഉണ്ട്, വൈഡ് ലീവ്സ് ഉള്ളവരും ഉണ്ട്. ഇനി അടുത്ത ഫ്ലവേഴ്സ് ഉള്ളതിൽ ആരാണ്? ആൻജിയോസ്പേംസ് തന്നെയാണ്. അതെന്താണ്? എല്ലാ ഫ്ലവറിങ് പ്ലാന്റ്സ്, റോസ് മുതൽ തുടങ്ങി എന്തൊക്കെ കാണുന്നു നമ്മൾ കണ്ണി കാണുന്ന എല്ലാ ഫ്ലവർ വർഗ്ഗങ്ങളിലും നമുക്ക് എന്തുണ്ട്, ഫ്ലവറിങ് പ്ലാന്റ്സ് എന്ന് പറയാം. പിന്നെ ഈ പീ പോലെയുള്ള ഐറ്റംസിലും എന്താണ്, ആദ്യം ഒരു ചെറിയൊരു എന്ത് വരും, ഒരു ഫ്ലവറിങ് പ്ലാന്റ് പോലെ എന്തെങ്കിലും ഒരു ഫ്ലവർ വന്നതിന് ശേഷമാണ് എന്തായി മാറുന്നത്, അത് കായായിട്ട് മാറുന്നതായിട്ട്, ഫ്രൂട്ടായിട്ട് മാറുന്നത്. അപ്പോൾ അങ്ങനെയും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഇത്രയും ഒരു ബേസിക് കാര്യമാണ് നിങ്ങളിതിൽ അറിയേണ്ടത്. അപ്പം അറിയേണ്ട ഗ്രൂപ്പ് ഏതൊക്കെയാണ്? നമ്മുടെ താലോഫൈറ്റ അല്ലെങ്കിൽ ആൽഗെ എന്ന് വിളിക്കും, ബ്രയോഫൈറ്റ അല്ലെങ്കിൽ മോസസ് എന്ന് വിളിക്കും, ടെറഡോഫൈറ്റ അല്ലെങ്കിൽ ഫേൺസ് എന്ന് വിളിക്കും. അത് കഴിഞ്ഞ് ഏതൊക്കെയാണ്? ജിംനോസ്പേമും ആൻജിയോസ്പേമും. ഈ 5 ഗ്രൂപ്പായിട്ടാണ് ആര് തിരിക്കുന്നത്? ഐക്ലർ ക്രിപ്റ്റോഗാംസ് എന്നും ഫെനേറോഗാംസും എന്നും പറഞ്ഞ് വലിയൊരു സബ് കിങ്ഡം ഉണ്ടാക്കിയിട്ട് തിരിക്കുന്നത്. ഓക്കെ, അത്രയാണ് നമുക്കിവിടെ ഇപ്പം ജസ്റ്റ് ഒന്ന് അറിയേണ്ടത്. ഇനി ഇതിൻ്റെ ഡീറ്റെയിൽസ് കുറച്ച് നോക്കാം. ഓക്കെ, താലോഫൈറ്റ നമ്മൾ പറഞ്ഞില്ലേ, താലസ് ലൈക്ക് സ്ട്രക്ചർ ഉള്ളവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? താലോഫൈറ്റ എന്ന് പറയുന്നത്. താലോഫൈറ്റ എന്ന് പറയുന്നത്. ഇനി മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ കിങ്ഡം പ്ലാന്റേ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ലാർജസ്റ്റ് ഗ്രൂപ്പ്, ഒരുപാട് പ്ലാന്റ്സ് അടങ്ങിയ ഏറ്റവും ഹയസ്റ്റ് ഹൈറാർക്കി ഗ്രൂപ്പ് ഏതാണ്? നമ്മുടെ താലോഫൈറ്റയാണ് ഉള്ളത് കേട്ടോ. താലോഫൈറ്റയിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ, അതായത് ഏറ്റവും കൂടുതൽ ഈ ഒരു പ്ലാന്റ് സ്പീഷീസ് അടങ്ങിയിരിക്കുന്ന ഏതിലാണ്? താലോഫൈറ്റയിലാണ്. അതേസമയം നമ്മളിപ്പോൾ നമ്മുടെ അനിമൽ കിങ്ഡം എടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ലാർജസ്റ്റ് ഫൈലം എന്നറിയപ്പെടുന്നത് ആരാണ്? ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആർത്രോപോഡ അല്ലേ, ഇൻസെക്ട് ഗ്രൂപ്പ് അല്ലേ ആർത്രോപോഡ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻസെക്ട് ഗ്രൂപ്പിലാണ് അത് വരുന്നത്. ഇതിലെന്താണ്? താലോഫൈറ്റ ലാർജസ്റ്റ് ഗ്രൂപ്പ് ഇൻ പ്ലാന്റ് ബോഡിയിൽ ലാർജസ്റ്റ് ഗ്രൂപ്പാണ്. ഇനി എവിടെയാണ് കാണുന്നതടാ? ഏറ്റവും കാര്യം ബേസിക് ആയിട്ട് നിങ്ങൾ അറിയേണ്ട, ഏറ്റവും ബേസിക്കിൽ വളരുന്ന എന്ത് സാധനം ആയാലും അത് എവിടെയാണ് കാണുന്നത്? ആദ്യം അക്വാട്ടിക് ഹാബിറ്ററ്റ്. നമ്മുടെ പ്രിമിറ്റീവ് ലൈഫ് തുടങ്ങുന്നത് എവിടെ നിന്നാണ്? സീയിൽ നിന്നാണ്, അല്ലെങ്കിൽ ഓഷ്യനിൽ നിന്നാണ് തുടങ്ങുന്നത്. വെള്ളത്തിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? ലൈഫിൻ്റെ എന്താണ് ജനനം എന്നുള്ള ഒരു രീതിക്ക് ലൈഫിൻ്റെ ഒറിജിൻ ഉണ്ടാകുന്നത് എവിടെ നിന്നാണ്? സീയിൽ നിന്നാണ്. അക്വാട്ടിക് ഹാബിറ്റേറ്റ് ആയിരിക്കും. അപ്പോൾ അവരെന്ത് ചെയ്യുന്നത്? ആദ്യമായി ഫോളോ ചെയ്യുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം മോയിസ്റ്റ് ആൻഡ് വെറ്റ് പ്ലേസസിലാണ് ആര് കാണുന്നത്? ഇങ്ങനത്തെ പായൽ പോലെ പിടിച്ചിരിക്കുന്ന സ്ഥലങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? പായൽ പോലെ നല്ല പോലെ ഇതുപോലെ ഇരിക്കുന്ന ഇതൊക്കെയാണ് ആൽഗാസ് എന്നൊക്കെ പറയുന്നത് കേട്ടോ. ഈ പായൽ കുമിള പോലെയൊക്കെ ഇരുന്ന് നമ്മളെ വെള്ളത്തിലൊക്കെ പായൽ പിടിച്ച് കിടക്കുന്ന കണ്ടിട്ടില്ലേ? അതെല്ലാം എന്താണ് ശരിക്കും പറഞ്ഞാൽ? താലസ് ആണ്, താലോഫൈറ്റ്സ് ആണ്. അവർക്ക് എന്തുണ്ട്? വേറെ എന്തെങ്കിലും ബോഡി ഉണ്ടോ? ചുമ്മാ ഇങ്ങനെ പറ്റിപ്പിടിച്ച് വളരെയല്ലേ ചെയ്യത്തുള്ളൂ. അതിനെന്തില്ല, ഒരു ബോഡിയില്ല, ഒരു സ്പ്രെഡബിൾ ആയിട്ടുള്ള ഒരു സാധനമാണെന്ന് മാത്രമേ നമുക്ക് എന്തെത്തുള്ളൂ അറിയത്തുള്ളൂ. ഇനി അത് നോൺ ഡിഫറൻഷിയേറ്റഡ് ബോഡി ആൻഡ് വാസ്കുലാർ ടിഷ്യൂ. എന്തില്ല അവർക്ക്? എന്തില്ല? ബോഡി ഒന്നും ഇല്ല. ഡിഫറൻഷിയേറ്റഡ് ബോഡി ആൻഡ് വാസ്കുലാർ ടിഷ്യൂ. കണ്ടക്ട് ചെയ്യാൻ വേണ്ടി എന്തിന്? സ്റ്റെമ്മൊന്നും ഇല്ലാതെ എങ്ങനെ കണ്ടക്ഷൻ നടക്കും അല്ലേ? കണ്ടക്ഷൻ ചെയ്യാൻ ഒന്നുമേ ഇല്ല. ഇനി അതുപോലെ എന്താണ്? പ്രിമിറ്റീവ് താലോയിഡ് സ്ട്രക്ചർ ആണ്. അതാണ് പറഞ്ഞത്. താലസ് എന്ന് പറഞ്ഞാൽ താലോയിഡ് സ്ട്രക്ചർ എന്ന ഹെഡ് ലൈക്ക് സ്ട്രക്ചർ മാത്രമേ ഉള്ളൂ, അതും പ്രിമിറ്റീവ് ഫോമിൽ. ഇനി ഇതിന്റെ എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഏതാണ്? ആൽഗയും ഫംഗയും ആണ് ഇതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആയിട്ട് പറയാനുള്ളത്. ആൽഗെ ആണ് ശരിക്കും ഈ ഗ്രൂപ്പിനെ തന്നെ അറിയപ്പെടുന്നത് ആൽഗ ഗ്രൂപ്പ് എന്നാണ്. അത് കഴിഞ്ഞ് പിന്നെ എന്തുണ്ട്? ഫംഗയും ഇതിന്റെ അകത്ത് കയറി വരുന്നുണ്ട്. ഫംഗെ അതിന്റെ ഒരു അസോസിയേഷൻ എന്ന നിലയിൽ ആൽഗെ പ്ലസ് ഫംഗെ എന്ന് പറയുന്ന സംഭവത്തിന് നമ്മൾ എന്താ പറയുക? ലൈക്കൻ എന്നല്ലേ പറയുന്നത്. ലൈക്കൻ ആൽഗയുടെയും ഫംഗയുടെയും സിംബയോട്ടിക് റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലൈക്കൻ എന്ന് പറയുന്നത് അല്ലേ. ഇനി അടുത്ത് ആൽഗയുടെ സ്റ്റഡിയെ നമുക്ക് എന്ത് പറയാം? സ്റ്റഡി ഓഫ് ആൽഗെ എന്ത് പറയാം? പഠിച്ചതല്ലേ? ആൽഗയുടെ സ്റ്റഡി എന്ത് പറയാം? നമുക്ക് ഫൈക്കോളജി എന്ന് പറയാം. ആൽഗയുടെ സ്റ്റഡിയെ ഫൈക്കോളജി എന്ന് പറയാം. എങ്കിൽ ഫംഗയുടെ സ്റ്റഡി എന്ത് പറയാം? നമുക്ക് ഫംഗയുടെ സ്റ്റഡി നമുക്ക് മൈക്കോളജി എന്ന് പറയാം. ഓക്കെ, മൈക്കോളജി എന്ന് പറയാം. അപ്പോൾ ഫംഗയുടെ സ്റ്റഡിയെ മൈക്കോളജി എന്നും ആൽഗയുടെ സ്റ്റഡിയെ നമുക്ക് ഫൈക്കോളജി എന്നും പറയാം. ഓക്കെ, അപ്പോൾ ഇവരുടെ സിംബയോട്ടിക് റിലേഷൻഷിപ്പിന്, അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള സിംബയോട്ടിക് റിലേഷൻഷിപ്പിനെയാണ് എന്ത് പറയുന്നത്? ലൈക്കൻ എന്ന് പറയുന്നത് അല്ലേ. ലൈക്കൻ വെച്ചാണ് പണ്ട് എന്തുണ്ടായിക്കൊണ്ടിരുന്നത്? ലിറ്റ്മസ് പേപ്പറൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഓക്കെ, അപ്പോൾ കണ്ടോ ഈ കൊടുത്തിരിക്കുന്ന പടം എല്ലാം എന്തിൻ്റെയാണ്? ആൽഗൽ ഗ്രൂപ്പ്സിൻ്റെയാണ്. ആൽഗൽ ഗ്രൂപ്പ്സ് നമുക്ക് കണ്ടോ, ഇതെന്താ ഒരു പ്ലാസ്റ്റിക് കവർ പോലെയല്ലേ ഇരിക്കുന്ന, ഭയങ്കരമായിട്ട് മിനുസമായിട്ട്. അവർക്ക് എന്തില്ല, പ്ലാന്റിന് ഒരു ബോഡി എന്ന് പറയാൻ ഒന്നുമില്ല, ചുമ്മാ ഇങ്ങനെ ഒരു ലീഫും അല്ലാത്ത ഒരു രീതിയിൽ സ്ട്രക്ചറിൽ വളരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇതായിട്ട് പറയുന്നത് കേട്ടോ, ആൽഗൽ ഗ്രൂപ്പ്സ് ആയിട്ട് പറയുന്നത്. ഇനി അടുത്തത് നോക്കാം നമുക്ക്. ഇനി ടൈപ്സ് ഓഫ് ആൽഗ ഉണ്ട്. ആൽഗയിൽ തന്നെ മെയിൻ മൂന്ന് ടൈപ്സ് പറയാനുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. ആൽഗയിലെ മെയിൻ ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞാൽ ടൈപ്സ് ഓഫ് ആൽഗ എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഗ്രീൻ ആൽഗ ഉണ്ട്, റെഡ് ആൽഗ ഉണ്ട്, ബ്രൗൺ ആൽഗ ഉണ്ട്. 3 ടൈപ്പ് ആൽഗയാണുള്ളത്.
ഏതൊക്കെ കളർ വെച്ചിട്ടാണ്, അതിൻ്റെ പിഗ്മെൻറ്റ്, അതിൻ്റെ ബോഡിയുടെ കളർ വെച്ചിട്ടാണ് നമ്മൾ അതിന് എന്ത് ചെയ്തിരിക്കുന്നത്, പേര് കൊടുത്തിരിക്കുന്നത്. അതായത് ഇപ്പോൾ ഗ്രീൻ പിഗ്മെൻ്റ് ആണെങ്കിൽ, ഗ്രീൻ കളർ ആണെങ്കിൽ അവരെന്ത് പറയും, ക്ലോറോ. ഈ ക്ലോറോ എന്ന് പറഞ്ഞ വേർഡ് തന്നെ എന്താണ്, പച്ച എന്നുള്ള ഒരു മീനിങ് ആണ് ഉദ്ദേശിക്കുന്നത്. ക്ലോറോഫൈസേ ഗ്രീൻ ആൽഗയാണ്. അത് കഴിഞ്ഞ് റോഡോഫൈസേ, റോഡോ ആർ എന്ന് പറയുമ്പോൾ, റോഡോഫൈസേ എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, റെഡ് ആണ്. റെഡ് കളറിലുള്ള അതിനെയാണ് റോഡോഫൈസേ എന്ന് പറയുന്നത്. ഇനി അടുത്തെന്താ ഉള്ളത്, ഫയോഫൈസേ. ഫയോഫൈസേ എന്താണ്, ബ്രൗൺ ആണ്. അപ്പം ക്ലോറോ ഗ്രീൻ ആണെങ്കിൽ, റോഡോ റെഡ് ആണെങ്കിൽ ബാക്കി വരുന്ന ഏതേ ഉള്ളൂ ഇനി, ഫയോഫൈസേ നമുക്ക് എന്തേ പറയാൻ പറ്റുള്ളൂ, ബ്രൗൺ ആൽഗ എന്നേ പറയാൻ പറ്റത്തുള്ളൂ. അതാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ കുഞ്ഞു കുഞ്ഞ് പായൽ തൊട്ട് ഏറ്റവും വലുതായിട്ട് വളരുന്ന കുറേ ചെടികൾ ഏതാണ്ട് പറയുന്നുണ്ട്. വിത്ത് എന്താണ്, ടാലസ് സ്ട്രക്ചർ മാത്രമായിട്ട് വളർന്നു പൊങ്ങി കയറുന്നവരും ഉണ്ട്. അതിനെയാണ് എന്തെന്ന് പറയുന്നത്, നമ്മൾ ഈ ആൽഗൽ ഗ്രൂപ്പ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ എക്സാമ്പിൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോക്കി വെച്ചേക്കണം. ചോദിക്കാറുണ്ട്, ഇതിൽ നിന്ന് ഓഡ് വൺ ഔട്ട് എടുക്കാൻ പറയും. ഇതിലേതാണ് ആൽഗൽ ഗ്രൂപ്പ്, ഇതിലേതാണ് ഫംഗൽ ഗ്രൂപ്പ്, അല്ലെങ്കിൽ ഇതിലേതാണ് ജിംനോസ്പെർമായിട്ട് വരുന്നത്, അങ്ങനെയൊക്കെ എക്സാംസിന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ എക്സാമ്പിളും കൂടെ നോക്കി വെക്കുക. ക്ലോറല്ല എന്ന് പറയുന്നത് ആൽഗെ എന്ന് പറഞ്ഞാൽ അത്രയും ഫേമസ് എന്ന് പറയാൻ കാര്യം സ്പേസ് ട്രാവലിങ്ങിന്, അതായത് ഇപ്പം സ്പേസിലൊക്കെ ട്രാവൽ ചെയ്യാൻ പോകുന്ന ആൾക്കാരുണ്ടല്ലോ, അപ്പോൾ അവർ സ്പേസ് ട്രാവലേഴ്സ് കൊണ്ടുപോകുന്ന ഒരു ടിന്നിലാക്കി മെഡിസിൻ കണക്കിന്, അല്ലെങ്കിൽ ഒരു ടിന്നിലാക്കി ഒരു ഫുഡ് കണക്കിന്, ഒരു മെഡിസിൻ ടാബ്ലറ്റ്സ് ആയിട്ട് കണക്കായത് ഫുഡാണ്, അത് ടാബ്ലറ്റ് രൂപത്തിൽ കണക്കാക്കി അവരെന്ത് ചെയ്യും, കൊണ്ടുപോകും. അതെന്താണ് ശരിക്കും പറഞ്ഞാൽ, ഒന്നെന്ന് പറയുന്ന ക്ലോറല്ലയാണ്. ക്ലോറല്ല എന്ന് പറയുന്നതിന് എന്ത് ചെയ്യും അവർ, ഇതുപോലെ ടാബ്ലറ്റ് രൂപത്തിലാക്കിയിട്ട് അത് കഴിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, വിശപ്പും അടങ്ങും. അത്രയും എന്താണ്, ഈ ആൽഗൽ ഗ്രൂപ്പ്സ് ഫുഡായിട്ട് ഒരുപാട് ഉപയോഗിക്കാറുണ്ട് കേട്ടോ. ഈ റെഡ് ആൽഗയൊക്കെ ഒരുപാട് ഫുഡായിട്ട് തന്നെ, ഫുഡ് പ്രോസസ്സിന് ഉപയോഗിക്കാറുണ്ട്, ഫുഡിങ്ങിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട്, മെഡിസിൻ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. ആൽഗെ ചുമ്മാ അല്ല കേട്ടോ, ആൽഗെ ഇങ്ങനെ വളർത്തുന്ന എക്കണോമിക്കൽ ഇമ്പോർട്ടൻസ് ഒരുപാടുണ്ട്. മെഡിസിനായിട്ട് ഉപയോഗിക്കാറുണ്ട്, ഫുഡായിട്ട് ഉപയോഗിക്കാറുണ്ട്, സിന്തറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട്, ഇൻഡസ്ട്രിയൽ വർക്കിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ ഒരുപാട് പ്രോസസ്സിങ് ഉണ്ട്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട സ്പേസ് ട്രാവലേഴ്സ് കൊണ്ടുപോകുന്ന ആ ഒരു ആൽഗൽ ഗ്രൂപ്പ് ഏതെന്ന് ചോദിച്ചാൽ ഗ്രീൻ ആൽഗയിൽ വരുന്ന ക്ലോറല്ലയാണ് കേട്ടോ, ക്ലോറല്ലയാണ്. പിന്നെ കാര ചോദിച്ച് കേട്ടിട്ടുണ്ട്, ഓൾവോക്സ്, സ്പൈറോഗേറ ഒക്കെ എന്താണ്, ഇതിന് എക്സാമ്പിൾ ആണെന്ന് മനസ്സിലാക്കുക. ഇനി അറിയേണ്ട ഒരു കാര്യം, ജലീഡിയം അല്ലെങ്കിൽ ഗ്രാസിലേറിയ, ജലീഡിയം, ജെൽ എന്ന് പറയുമ്പോൾ തന്നെ ആലോചിക്കുക, ജലീഡിയം എന്ന് പറയുന്ന ഗ്രാസിലേറിയ പോലെയുള്ള റെഡ് ആൽഗേസ് എന്താണ്, അഗർ പോലെയുള്ള കാര്യങ്ങൾ. അഗർ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ജെൽ ലൈക്ക് സ്ട്രക്ചറിങ് ആണ്. ജെൽ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, നമുക്കിപ്പോൾ ഈ ഐസ്ക്രീം പോലെയുള്ള സാധനങ്ങൾ, ജെല്ല് പോലെയുള്ള മുട്ടായികളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയൊക്കെ നമ്മൾ എന്ത് ഉപയോഗിക്കാറുണ്ട്, ഈ ആൽഗയാണ് എന്ത് ചെയ്യുന്നത്, ഇവർ അഗർ രൂപത്തിലേക്ക് മാറ്റിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അതിനുണ്ടാക്കുന്നത് കേട്ടോ. അതിന് വേണ്ടിയായിട്ട് ഉപയോഗിക്കുന്ന ജലാറ്റിൻ പോലെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഇവർ ഉപയോഗിക്കാറുണ്ട്. അത് ഏതൊക്കെയാണ്, ജലീഡിയവും ഗ്രാസിലേറിയം. അതങ്ങനെ തന്നെ പഠിച്ചോണം കേട്ടോ. ജലീഡിയവും ഗ്രാസിലേറിയം ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്ന കാര്യമാണ് കേട്ടോ. ഇനി അടുത്ത് ഇവിടെ അറിയേണ്ടത് കെൽപ്പ് എന്ന് പറയുന്ന ഈ സാധനം ഉണ്ടല്ലോ. കെൽപ്പ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലുതായിട്ട് വളരുന്ന ആൽഗൽ ഗ്രൂപ്പ്സ് ആണ്, ഏറ്റവും പൊങ്ങി വളരുന്ന ആൽഗൽ ഗ്രൂപ്പ്സ് ആണ് കെൽപ്പ് എന്ന് പറയുന്നത്. പിന്നെ സർഗാസം, ലാമിനേറിയ, ആൽഗിൻ. ഈ ആൽഗിനും അതുപോലെ തന്നെ കരാജീനും, ആൽഗിൻ ആൻഡ് കരാജീൻ. ഓക്കെ, ആൽഗിൻ ആൻഡ് കരാജിൻ എന്താണ്, ഹൈഡ്രോകൊളോയിഡ്സ് ആണ്. ഹൈഡ്രോകൊളോയിഡ്സ് എന്താണ്, ഹൈഡ്രോകൊളോയിഡ്സ് വാട്ടറിനെ ഹോൾഡ് ചെയ്ത് നിർത്താനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതായത് ഇതിങ്ങനെ ഒലിച്ചു പോവാണ്ട് മണ്ണിലിങ്ങനെ അതിനെ എന്ത് ചെയ്യുക, ഒരത്തി തന്നെ ഇങ്ങനെ ഒക്കുപ്പൈ ചെയ്ത് വയ്ക്കാൻ അല്ലെങ്കിൽ ഹോൾഡ് ചെയ്ത് വെക്കാനുള്ള ശേഷിയുള്ളവരെയാണ് നമ്മൾ ഹൈഡ്രോകൊളോയിഡ്സ് എന്ന് വിളിക്കുന്നത്. അതിന് എക്സാമ്പിളാണ് ആരൊക്കെ, കരാജീനും ആൽഗിനും. അതും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക. അപ്പം നിങ്ങൾ ആലോചിക്കുക, ആൽഗെ ഒരുപാട് എക്കണോമിക്കൽ യൂസിന് വേണ്ടി മാന്യൂറായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, ഫെർട്ടിലൈസർ മാന്യൂവേഴ്സിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ ഫുഡായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ എന്താ നമ്മുടെ ഈ അതുപോലെ തന്നെ നമ്മൾ എന്ത് പറഞ്ഞു, ഫുഡിന് വേണ്ടി ഉപയോഗിക്കുന്നു, സ്പേസ് ട്രാവലിങ്ങിന് ഉപയോഗിക്കുന്നു, മെഡിസിനൽ പർപ്പസ്, ഇൻഡസ്ട്രിയൽ പർപ്പസ്, അങ്ങനെ ഒരുപാട് കാര്യത്തിന് വേണ്ടി എന്തിനു ഉപയോഗിക്കുന്നുണ്ട്, നമ്മൾ ഈ ഒരു ആൽഗേസിനെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി അടുത്ത് എന്താ പറയുന്നത്, ബ്രയോഫൈറ്റ. നമ്മുടെ ബ്രയോഫൈറ്റ നമ്മുടെ പുല്ല് പോലെ വളരുന്ന ഒരു സംഭവമാണ് ബ്രയോഫൈറ്റ. അതിന് നമുക്ക് വേറൊരു പേരിൽ എന്ത് പറയാം, മോസസ് എന്ന് പറയാം. നേരത്തെ നമ്മൾ എന്ത് പറഞ്ഞു, ആൽഗൽ ഗ്രൂപ്പാണ് താലോഫൈറ്റ എന്ന് പറഞ്ഞ പോലെ ഇതിനെന്ത് പറയാം, ബ്രയോഫൈറ്റയെ മോസസ് എന്നും പറയാം. മോസസ് ഈ പായൽ പോലെ തന്നെ വളരുന്ന ഈ എന്താ പറ്റിപ്പിടിച്ച് ഈ കിണറിൻ്റെ സൈഡിൽ വളരുന്നു, ഈ ഈർപ്പമുള്ള സ്ഥലത്തിലൊക്കെ ഈ മതിലിലൊക്കെ ഒട്ടിച്ചേർന്ന് വളരുന്ന ഒരു സാധനമാണ് എന്തെന്ന് പറയുന്നത്, മോസ് എന്ന് പറയുന്നത്. ആദ്യത്തെ സ്മോളസ്റ്റ് ടെറസ്ട്രിയൽ പ്ലാന്റ് ആണ്. മറ്റത് എന്തായിരുന്നു, കംപ്ലീറ്റ്ലി ഒരു മോയ്സ്റ്റ് ലെവലിൽ, അതായത് ഇപ്പോൾ നമ്മൾ
എവിടെയൊക്കെ ഈ പാറപ്പുറത്ത്, അതുപോലെ ഡാംബി പ്ലേസസിൽ, ഇങ്ങനെ മാഷി പ്ലേസസിലൊക്കെ കാണുന്നതാണ്. അതായത് ഈ വെള്ളമൊക്കെ കെട്ടിക്കിടക്കുന്നിടത്തൊക്കെയാണ് നമ്മൾ മറ്റ് പായൽ, അതായത് ആൽഗേസിനെ കാണുന്നത്. സീയിലൊക്കെയാണ് മെയിനായിട്ടും കാണുന്നത്. ഇതെന്താണ്, ടെറസ്ട്രിയൽ ആയി തുടങ്ങി. ബ്രയോഫൈറ്റ് എന്തായി തുടങ്ങി, ടെറസ്ട്രിയൽ ആയിട്ട് തുടങ്ങി. ഏകദേശം രണ്ടിടത്തും, അതായത് നമ്മുടെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ബ്രയോഫൈറ്റ് എന്തെന്നാണ് അറിയപ്പെടുന്നത് ആംഫീബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം. ഇത് തന്നെയാണ് എപ്പോഴും വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ബ്രയോഫൈറ്റ എന്ന് പറയുന്നത് എന്താണ്, ആംഫീബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം. കാരണം അവർക്ക് എന്താണ്, ഫസ്റ്റ് ടെറസ്ട്രിയൽ പ്ലാന്റ് ബോഡീസും ആണ്, അതുപോലെ തന്നെ ഇവർക്ക് എന്തും വേണം, വെള്ളത്തിലും വളരാണ്. അപ്പം വെള്ളത്തിൽ ആവശ്യമുണ്ട്, അതുപോലെ തന്നെ എന്തിൻ്റെ ആവശ്യമുണ്ട്, ടെറസ്ട്രിയൽ ലാൻഡിൻ്റെ ആവശ്യം ആർക്കുണ്ട്, ബ്രയോഫൈറ്റ്സിന് ഉണ്ട്. അപ്പോൾ ആംഫീബിയൻസ് എന്ന് വിളിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് എന്ത് വേണം, വാട്ടർ ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് എന്തുണ്ടാകുകയുള്ളൂ, സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുകയുള്ളൂ. അവർക്ക് സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കണമെങ്കിൽ അവർക്ക് എവിടെ പോകണം, വെള്ളത്തിൽ പോകണം. ആ ഒരു കാര്യം ഉള്ളത് കൊണ്ടാണ് ഇവർ എന്തെന്ന് പറയുന്നത്, ഇവർ ടെറസ്ട്രിയൽ ആണെങ്കിൽ പോലും, അതായത് ലാൻഡിലാണ് വളരുന്നെങ്കിൽ പോലും ഇവർക്ക് ബാക്കി കാര്യത്തിന് വേണ്ടി എവിടെ പോകണം, നമ്മുടെ കടലിലോ വെള്ളത്തിലോ വാട്ടർ ബോഡീസിൻ്റെ അടുത്ത് പോയാൽ മാത്രമേ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, റീപ്രൊഡക്ഷൻ നടക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഇവർ എന്ത് പറയുന്നത്, രണ്ടിടത്തും താമസിക്കുന്നത്, ടെറസ്ട്രിയലിലും ഉണ്ട്, വെള്ളത്തിലും ഉണ്ട്. പിന്നെ എന്താ പറയണത്, എല്ലാം എന്താണ്, സ്റ്റെം ലൈക്ക്, റൂട്ട് ലൈക്ക്, ലീഫ് ലൈക്ക് സ്ട്രക്ചറാണ്. ട്രൂ റൂട്ട്സ് ഒന്നും അല്ല, പക്ഷെ എന്തുണ്ട്, എന്തൊക്കെയോ സ്ട്രക്ചർ പോലെ ചെറുതായിട്ടൊരു സ്റ്റെം ഉണ്ട്, ചെറുതായിട്ടൊരു റൂട്ട് ലൈക്ക് സ്ട്രക്ചർ ഉണ്ട്. അങ്ങനെ ഉള്ള ഒരു സ്ട്രക്ചറിങ് അവർക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷെ എന്താണ്, കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമേ ഒരു റിയൽ ഇതില്ല, സ്ട്രക്ചറിങ് അവർക്ക് ഇല്ല എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഇനി അടുത്തെന്താണ്, ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ആന്ത്രീഡിയവും ആർക്കിഗോണിയും സെക്ഷൽ റീപ്രൊഡക്ഷൻ അല്ല ഇവർക്ക് നടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനെ, മെയിലിൻ്റെ റീപ്രൊഡക്റ്റീവ് ഓർഗൻ എന്താ പറയുന്നത്, മെയിൽ ഗ്യാമീറ്റിനെ എന്താ പറയുക, ആന്ത്രീഡിയം. ആൻഡ് എന്ന് പറഞ്ഞ വേർഡ് തന്നെ എന്താണ്, ആന്ത്രോളജി ഒക്കെ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, മെൻ, ഹ്യൂമൻ മാൻ എന്നുള്ളൊരു അർത്ഥത്തിലേക്കാണ് പോണത്. അപ്പോൾ ആന്ത്രീഡിയം എന്താണ്, മെയിലിൻ്റെ റീപ്രൊഡക്റ്റീവ് ഗ്യാമീറ്റിനെയാണ് പറയുന്നത്. അത് കഴിഞ്ഞ് ഫീമെയിലിൻ്റെ എന്താണ്, ആർക്കിഗോണിയം. ഫീമെയിലിൻ്റെ റീപ്രൊഡക്റ്റീവ് യൂണിറ്റിന് എന്താ പറയുക, ആർക്കിഗോണിയം എന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ ആന്ത്രീഡിയം എന്ന് പറഞ്ഞാൽ മെയിൽ, അതായത് സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുകയാണെങ്കിൽ എന്ത് വേണം, ഒരു മെയിൽ ഗ്യാമീറ്റും വേണം, ഒരു ഫീമെയിൽ ഗ്യാമീറ്റും വേണം. അപ്പം മെയിൽ ഗ്യാമീറ്റിനെ പറയുന്നതാണ് ആന്ത്രീഡിയം, ഫീമെയിൽ ഗ്യാമീറ്റിനെ പറയുന്നതാണ് എന്തോന്ന്, ആർക്കിഗോണിയം എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ എക്സാമ്പിൾസും കൂടെ ഒന്ന് നോക്കിയേ. സ്പാഗനം, പീറ്റ് മോസൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സ്പാഗനം, അതായത് ഇത് കത്തിച്ച് എന്ത് ചെയ്യും, മാനുവർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാറുണ്ട്. നമുക്ക് വിളവെടുപ്പിന് അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ ഇതിന് വേണ്ടിയിട്ടൊക്കെ ഇതെന്താണ്, ഒരുപാട് വൈഡ് റേഞ്ച് ആയിട്ട് തന്നെ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ മാർച്ചാൻഡിയ, അതുപോലെ തന്നെ ഫ്യൂണേറിയ, റിക്കിയ. ഈ എക്സാമ്പിൾ കൃത്യമായി പഠിച്ചോണം. എപ്പോഴും വരുന്നത് ചിലപ്പോൾ എക്സാമ്പിൾസ് ആയിരിക്കും. ഈ എക്സാമ്പിൾ ഏത് ഗ്രൂപ്പിൻ്റെ ആണെന്ന് പറഞ്ഞായിരിക്കും വരുന്നത്. അപ്പോൾ അത് നിങ്ങൾ ഓഡ് വൺ ഔട്ട് പോലെ എടുക്കാനുള്ള സാധനമായിരിക്കാം. അതുകൊണ്ട് നന്നായിട്ട് തന്നെ പഠിച്ചു പോവുക. മനസ്സിലാക്കുക, നോ വാസ്കുലാർ ടിഷ്യൂ, സ്റ്റെം റൂട്ടിലേക്ക് സ്ട്രക്ചർ മാത്രമേ ഉള്ളൂ. സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കണമെങ്കിൽ അവർക്ക് എവിടെ പോകണം, വെള്ളത്തിൽ പോകണം. അതുകൊണ്ട് തന്നെ അവർ എന്തെന്നാണ് അറിയപ്പെടുന്നത്, ആംഫീബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം എന്നാണ് അറിയപ്പെടുന്നത്. അത് കഴിഞ്ഞ് മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ആന്ത്രീഡിയം, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ആർക്കിഗോണിയം. എക്സാമ്പിൾസ് റിക്കിയ, ഫ്യൂണേറിയ, മാർച്ചാൻഡിയ, സ്പാഗനം. പിന്നെ മനസ്സിലാക്കേണ്ടത് എന്താ, മോസസ് എന്ന കാറ്റഗറിയാണ് ഇവർ. കണ്ടോ, മോസസ് ഇവർക്ക് എന്തുണ്ട്, ചെറിയ സ്ട്രക്ചറിങ് ഉണ്ട്. പക്ഷെ ശരിക്കും എന്താണ് ഇവർ, നമുക്ക് പ്ലാൻ ബോഡി, അതായത് കംപ്ലീറ്റ്ലി ഒരു പ്ലാൻ ബോഡി ആയെന്ന് പറയാൻ നമുക്ക് പറ്റത്തില്ല. ഇത് കണ്ടിട്ടുണ്ടോ നിങ്ങളിങ്ങനെ, നമ്മൾ ഈ കിണറ്റിൻ്റെ സൈഡിലൊക്കെ ചെറിയൊരു പുല്ലെടുത്ത് നമ്മളിങ്ങനെ പായലിനെ ഇങ്ങനെ കിണ്ടി നമ്മളിങ്ങനെ എടുത്ത് നോക്കുമ്പോൾ മുകളിലൊരു സ്പോർ പോലെ ഒരു സാധനം പൊങ്ങി നിൽക്കുന്നത്. കാരണം എന്താണ്, ഇവർക്ക് രണ്ടൊരു ബോഡിയാണ്. ഈ ഒരു സ്പോർ പോലത്തെ ഒരു ബോഡിയും കൂടെ ഇവർക്ക് എന്തുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. സ്പോർ പോലത്തെ ഒരു ബോഡി, ഇതെങ്ങനെ വന്നിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു സ്പോറൽ ബോഡിയും കൂടെ ഇവർക്ക് ഉണ്ടെന്നുള്ള കാര്യമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഗാമേറ്റോഫൈറ്റ്, സ്പോറോഫൈറ്റ് എന്ന് പറഞ്ഞ രണ്ട് സ്റ്റേജസ് ആയിട്ടാണ് ഇവർക്ക് എന്ത് ചെയ്യുന്നത്, ഈ ഒരു റീപ്രൊഡക്ഷൻ നടക്കുക. കാരണം സ്പോറിൽ നിന്ന് വീണിട്ടാണ് ഇവിടെ എന്താണ് ഇവരൊക്കെ ഈ പറ്റ പിടിച്ച് കിടക്കുന്നതിന് ഗാമീറ്റോഫൈറ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ അങ്ങനെയാണ് ആ ഒരു കാര്യങ്ങൾ പോകുന്നത്. ഇതാണ് മോസസ്. പ്രത്യേകിച്ച് ലീഫ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ഒക്കെ ഉള്ളൂ. ഒരു ആൽഗയുടെ തന്നെ ഒരു അഡ്വാൻസ്ഡ് വേർഷൻ എന്നേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, പറയാൻ പറ്റുള്ളൂ. ഇനി വരുന്ന ടെറിഡോഫൈറ്റയാണ് കംപ്ലീറ്റ്ലി ഒരു പ്ലാന്റിൻ്റെ ആ ഒരു കറക്റ്റ് ഒരു എക്സ്പ്രഷനിസം കാണിച്ചു തുടങ്ങിയവർ. ആ ഒരു കറക്റ്റ് ഒരു വേ ഓഫ് നാച്ചുറലിസം കാണിച്ചു തുടങ്ങിയ ആളാണ് ആരെന്ന് പറയുന്നത്, ടെറിഡോഫൈറ്റ. വെൽ ഡിഫറൻഷിയേറ്റഡ് പ്ലാന്റ് ബോഡി ഇൻറ്റു റൂട്ട്, സ്റ്റെം, ലീവ്സ്. അപ്പോൾ ഇപ്പോൾ എന്തായി, റൂട്ട്, സ്റ്റെം, ലീഫ് എന്ന് പറഞ്ഞാൽ വെൽ ഡിഫറൻഷിയേറ്റഡ് ആയിട്ടുള്ള ഒരു ബോഡി ആയിട്ട് മാറി. ആര്, ടെറിഡോഫൈറ്റ.
ആയപ്പോൾ അത് മാറി. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ടെറസ്ട്രിയൽ പ്ലാന്റ് ഹാവിങ് ദ പ്രസൻസ് ഓഫ് വാസ്കുലാർ ടിഷ്യൂ. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് വാസ്കുലർ ടിഷ്യൂ ആർക്കില്ല? താലോഫൈറ്റിനും ഇല്ല, ബ്രയോഫൈറ്റിനും ഇല്ല. ആദ്യമായിട്ട് കാണിച്ചു തുടങ്ങിയത് ആരാണ്? ടെറിഡോഫൈറ്റ ആണ്. ടെറിഡോഫൈറ്റ ആണ്. ഫസ്റ്റ് ടെറസ്ട്രിയൽ പ്ലാന്റ് ഹാവിങ് ദ പ്രസൻസ് ഓഫ് വാസ്കുലാർ ടിഷ്യൂ ആണ് ആരെന്ന് പറയുന്നത്? ടെറിഡോഫൈറ്റ എന്ന് പറയുന്നത്. ഇനി അടുത്ത നേക്കഡ് എംബ്രോയോസ് കാൾഡ് സ്പോർസ് റീപ്രൊഡ്യൂസിങ് ബൈ സ്പോർസ്. ഞാൻ പറഞ്ഞില്ലേ ഇവർക്ക് എന്താണ് ഇവിടുത്തെ എംബ്രിയോസിനെ പറഞ്ഞ റീപ്രൊഡക്ഷൻ എങ്ങനെയാണ് നടക്കുന്നത്? ബൈ സ്പോർസ്. സ്പോർ വഴിയാണ് ഇവർക്ക് എന്ത് കിട്ടുന്നത്? സ്പോറിൽ നിന്നാണ്, സ്പോറിൽ നിന്ന് വീഴുന്ന ഗാമീറ്റ്സ് കയറിയിട്ടാണ് ഇവർക്ക് എന്തുണ്ടാകുന്ന ഒരു പുതിയ ചെടിയാണ് വന്നത്. സ്പോറിൽ നിന്നാണ് റീപ്രൊഡക്ഷൻ ഉണ്ടാകുന്നത്. ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന സ്പോറിൽ നിന്ന് വീണിട്ടാണ് അടുത്ത് പ്ലാന്റ് ബോഡീസ് വീണ്ടും പൊങ്ങി വരുന്നത്. ഓക്കെ, ഈ ഒരു സ്പോറോഫൈറ്റിക് രീതിയിലാണ് ഉണ്ടാകുന്നത്. ഇതിന് എക്സാമ്പിൾ എന്ത് പറയാം നമുക്ക്? ഫേൺ പറഞ്ഞുകൂടെ? ഇത് ഇങ്ങനെ നിൽക്കുന്ന ചെടി ഇതേ കണ്ടോ? ഫേൺ പണ്ടൊക്കെ നമ്മൾ ഇതിൻ്റെ അച്ച് ഇങ്ങനെ എടുത്ത് കയ്യിലൊക്കെ അടിച്ച് നോക്കാറില്ലേ? ഫേൺ ഈ ചെടി എടുത്ത് നമ്മുടെ കയ്യിൽ വെച്ചിട്ട് അപ്പോൾ എന്ത് ചെയ്യും? ആ വെള്ള ആ ബാക്കിലുള്ള ഇത് അതാണ് ശരിക്കും അവരുടെ എന്തെന്ന് പറഞ്ഞാൽ സ്പോറോഫൈറ്റ് എന്ന് പറയുന്നത്. അവരുടെ സ്പോറാണ് നമ്മുടെ കയ്യിലാവുന്ന ആ വെള്ള പൊടി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് ആ നേക്കഡ് എംബ്രിയോസ് ആണ്. ഇവർ ശരിക്കും പറഞ്ഞാൽ സീഡിലോട്ട് മാറുന്നില്ല. പക്ഷെ എന്തായി? അവർക്ക് ഒരു സ്പോറൽ ഫോം ഉണ്ട്. അപ്പോൾ റീപ്രൊഡക്ഷൻ എങ്ങനെയാണ് നടക്കുന്നത്? സ്പോർസ് വഴിയാണ് നടക്കുന്നത്. ഓക്കെ, റീപ്രൊഡക്ഷൻ സ്പോർസ് വഴി. അതേസമയം മറ്റിടത്ത് എങ്ങനെയാണ്? നമ്മുടെ ഗ്യാമീറ്റ്സ് വഴിയാണ് നടക്കുന്നത്. നമ്മുടെ ബ്രയോഫൈറ്റ്സിൽ ഗ്യാമീറ്റ്സ് വഴിയാണ് നടക്കുന്നത്. അതിന് എക്സാമ്പിളും കൂടെ നോക്കിക്കോ. മാർസീലിയയും ഫേൺസും. മാർസീലിയ, ഫേൺസ് ഇതൊക്കെ നമ്മൾ എല്ലായിടത്തും എല്ലാ പറമ്പിലൊക്കെ നിൽക്കുന്ന കാണാം. അതിന് വേറെ എക്സാമ്പിൾസ് നോക്കിക്കോ. അസോള ഇതിൻ്റെ എക്സാമ്പിളാണ് അസോള. അത് കഴിഞ്ഞ് മാർസീലിയ, സാൽവീനിയ, ഐസോട്ടസ്. ഇത് മെയിനായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് അസോളയും കൂടെ ഇതിൽ കൂടെ ചേർത്ത് പഠിച്ചോണം. അസോള ചോദിക്കാറുണ്ട്. അസോള ഏത് ഗ്രൂപ്പാണ്? അപ്പം ടെറിഡോഫൈറ്റ ആണ്. ടെറിഡോഫൈറ്റ ഗ്രൂപ്പാണ് അസോള. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായോ? ഇത് നമ്മുടെ കിണറ്റിൻ്റെയൊക്കെ സൈഡിലൊക്കെ ഇങ്ങനെ നിൽക്കുന്ന കാണാറില്ലേ നിങ്ങൾ? ഓക്കെ, പറ്റം പിടിച്ച് വളരുന്ന സാധനമാണ് ടെറിഡോഫൈറ്റ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഇനി സീഡ് ഇത്രയും നേരം പഠിച്ച എന്താ? സീഡ് ഇല്ലാത്തത്. ഇനി എന്ത് തുടങ്ങി? സീഡ് വന്നു തുടങ്ങി അല്ലേ? പ്ലാന്റിന്റെ ബോഡിയൊക്കെ ഏകദേശം സെറ്റായി. ഇനി എന്തും കൂടെ വന്നാൽ മതി? സീഡ്സും കൂടെ വന്നാൽ മതി. അപ്പോൾ ജിംനോസ്പേം എന്ന് പറഞ്ഞാൽ എന്താണ്? നേക്കഡ് സീഡാണ്. നേക്കഡ് സീഡ് ഉള്ളവരാണ് ഏതെന്ന് പറഞ്ഞാൽ ജിംനോസ്പേംസ് എന്ന് പറഞ്ഞാൽ. അതായത് സീഡ് വന്നു തുടങ്ങി, പക്ഷെ എന്തില്ല? സീഡ് ഉണ്ടായി തുടങ്ങിയല്ലേ ഉള്ളൂ. സീഡ് ഉണ്ടായതേ ഉള്ളൂ. അതായത് അതിനെന്തില്ല? ഒരു കവറിങ് കൊടുത്തില്ല. അതിനെന്ത് ചെയ്തു? നേക്കഡായിട്ട് നിർത്തി. എന്താണോ സീഡായിട്ട് കാണുന്നത് അത് തന്നെയാണ് പുറം ഭാഗവും. ഓക്കെ, സീഡായിട്ട് തന്നെ. അതായത് ഇവിടെ കണ്ടോ? ഇത് കണ്ടോ? ഇതെന്ന് പറഞ്ഞാൽ കോൺ പോലെയുള്ള ഒരു സാധനമാണ്. അതായത് പൈൻ മരങ്ങളിലൊക്കെ കാണുന്ന നമ്മുടെ ജിങ്കോസ്, സൈക്കോസ് എന്നൊക്കെ പറയുന്ന സാധനത്തിനകത്ത് ഈന്തപ്പന പോലെയുള്ള സംഭവങ്ങളിലൊക്കെ കാണുന്ന ഒരു തരം സീഡാണിത്. ഇതാണ് സീഡ്. ഇതിൻ്റെ അകത്ത് കുഴിച്ചു പോയാലും നമുക്കൊന്നും കാണാനില്ല. ഇതൊക്കെ എന്താണ്? ഒരു വുഡിയിലേക്ക് പെരനിയൽ സ്ട്രക്ചേഴ്സ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് തുറന്നു നോക്കിയാലും ഒന്നുമില്ല. നമ്മൾ നോർമലി എന്തെങ്കിലും ഫ്രൂട്ടൊക്കെ അരിഞ്ഞു നോക്കണമെങ്കിൽ ഉള്ളിൽ എന്തുണ്ട്? ഉള്ളിലാണ് സീഡ് ഇരിക്കുന്നത് അല്ലേ? സീഡ് ഇപ്പോൾ ആപ്പിൾ നമ്മൾ കട്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഉള്ളിൽ സീഡ് ഉണ്ട്. നമുക്ക് ബാക്കിയെല്ലാം എഡിബിൾ പാർട്ടാണ്. പക്ഷേ ഇതിലൊന്നും എന്തല്ല? എഡിബിൾ പാർട്ടായിട്ടൊന്നുമില്ല. ഇതെല്ലാം എന്താണ്? ഒരു ജസ്റ്റ് ഒന്ന് സീഡായിട്ട് മാറിയതുള്ളൂ. സീഡ് ആരെങ്കിലും കഴിക്കുമോ? ഇല്ല, കഴിക്കത്തില്ല. ഇതിൻ്റെ സീഡൊക്കെ എന്താണ്? അത്രയും ലാർജായിട്ടാണ് വളരുന്നത്. ഓക്കെ, സീഡ് ലാർജായിട്ടാണ് വളരുന്നത്. അപ്പോൾ എന്താണ്? ഇവരൊക്കെ ആരാണ്? ട്രീസ് ആൻഡ് ബുഷസ് ആണ്. നേരത്തെ ഇവർ എന്തായി? ചെടികളായിരുന്നു അല്ലേ? ചെറിയ ചെറിയ ഉഷി ചെടികളായിരുന്നു. ഇപ്പോൾ അതെന്തായി? ജിംനോസ്പേം എത്തിയപ്പോൾ വലിയ വലിയ മരങ്ങളാവാൻ തുടങ്ങിയാണ്. ട്രീസായി, ബുഷസായി. ബുഷസിൽ തുടങ്ങി ട്രീസിലോട്ട് മാറുകയാണ്. ഓക്കെ, അതൊക്കെ എന്താണ്? നല്ല വുഡ് പോലെയുള്ള, അതായത് തടികളാവാൻ ശേഷിയുള്ള മരങ്ങളാണ് ഇതിൽ വരുന്നത് ടോൾ ആണ്. അതുപോലെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ജനറലി ഫേംസ്. അതായത് റീപ്രൊഡക്ഷൻ നടന്നിട്ട് അത് എന്തായി മാറണം? എന്തെങ്കിലും ഒരു ഫ്രൂട്ടായിട്ട് മാറണ്ടേ? പക്ഷെ അതിന് പകരം ഇവിടെ എന്തായിട്ടാണ് മാറുന്നത്? കോൺസ് ആയിട്ടും സ്ട്രോബിലസ് ആയിട്ടുമാണ് മാറുന്നത്. കോൺസ് ആയിട്ടും സ്ട്രോബിലസും ആയിട്ടാണ്. ഇതൊക്കെ എന്താണ്? സ്ട്രോബിലസ് അല്ലെങ്കിൽ കോൺസ് എന്നാണ് നമ്മൾ പറയുന്നത് കേട്ടോ. കോൺസ് അല്ലെങ്കിൽ സ്ട്രോബിലസ് എന്നാണ് പറയുന്നത്. ഇതിന് എക്സാമ്പിൾ എന്തൊക്കെയാണ്? സൈക്കസ്, പൈനസ്, ഡിയോഡ്ര. അതായത് ഇങ്ങനത്തെ ഈ മുൾച്ചെടികൾ പോലെ നമ്മുടെ കോണിഫറസ് ട്രീസ് എന്ന് പറയും. നമ്മുടെ നമ്മൾ ഊട്ടിയിലൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ അങ്ങനത്തെ വിൻ്റർ പ്ലേസസ് ഉണ്ടല്ലോ, അങ്ങനെയുള്ള പ്ലേസസിലാണ് ഇവരൊക്കെ എന്ത് ചെയ്യുന്നത്? ഒരുപാട് വളരുന്നത് കേട്ടോ. പനകൾ പോലെയുള്ള. സൈക്കസ് എന്ന് പറഞ്ഞാൽ ഈന്തപ്പന, പനകളാണ്. പൈനസ് എന്ന് പറഞ്ഞാലും ഇതുപോലെ പൈൻ മരങ്ങളാണ്. ഡിയോഡ്രൻ, ദേവദാരു എന്നൊക്കെ പോലെയുള്ള കുറേ സംഭവങ്ങളാണ്. ഇതെന്ത് ചെയ്യുന്നില്ല? ഫ്ലവേഴ്സ് തരുന്നില്ല. ഫ്ലവേഴ്സ് തരാത്തവയാണ് ഇവരൊക്കെ മരങ്ങളായിട്ട് നന്നായിട്ട് വളരാറുണ്ട്. ഇനി ഇതിൽ പറയാനുള്ള ഒന്ന് ജിങ്കോസിൽ പറഞ്ഞ ജിങ്കോ ബൈലോബ ചോദിക്കാറുണ്ട്. ജിങ്കോ ബൈലോബ ഭയങ്കരമായിട്ട് ഒരുപാട് വർഷത്തിന് ഫോസിൽ പോലെ കണക്കിന്
ചില ഒരുപാട് വർഷക്കാലം പഴക്കമുള്ള മരമായിട്ടാണ് ആരെ പറയണത്? ജിങ്കോ ബൈലോബയെ പറയണത്. ഇപ്പോഴും എക്സിസ്റ്റഡ് ആയിട്ട് നിൽക്കുന്നത് ചൈനയിൽ മാത്രമേ എക്സിസ്റ്റഡ് ആയിട്ടുള്ളൂ, വേറെ ഒരിടത്തും ജിങ്കോ ബൈലോബ കണ്ടു കിട്ടാനില്ല എന്നാണ് പറയുന്നത്. അത്രയും പഴക്കം ചെന്ന മരമാണ് ഏത്? ജിങ്കോ ബൈലോബ എന്ന് പറയുന്നത്. ഓക്കെ, അത്രയും മനസ്സിലായല്ലോ. ഓക്കെ, അടുത്ത് ഇനി നമുക്ക് ഏത് നോക്കാം? ആൻജിയോസ്പേം നോക്കാം. അവസാനത്തെ എന്ന് വെച്ചാൽ ഇതിന്റെ ക്ലാസിഫിക്കേഷനിൽ ഏറ്റവും അവസാനത്തെയാണ് ഏത് വരുന്നത്? ആൻജിയോസ്പേംസ് വരുന്നത്. ആൻജിയോസ്പേംസിന്റെ പ്രത്യേകത എന്തായടാ? നേരത്തെ ഇവരെ സീഡിൽ വന്ന് നിന്നു. സീഡ് എന്ന് പറഞ്ഞാൽ അതെന്തായി? നേക്കഡ് സീഡ് ആയിരുന്നു അല്ലേ? നേക്കഡ് സീഡ് ആയിരുന്നു. ഇവിടെ എത്തിയപ്പോൾ എന്തായി മാറിയത്? വെൽ ഡെവലപ്ഡ് സീഡ് ഇൻസൈഡ് ഫ്രൂട്ട്സ് ആയി മാറി. സീഡ് ഇൻസൈഡ്. അത്രയും നേരം എന്തായിരുന്നു? സീഡിനെ എല്ലാവർക്കും കാണാം, നേക്കഡായിട്ട് നിന്നു. ഇപ്പൊ എന്തായി? സീഡ് ഉള്ളിലായി അല്ലേ? സീഡ് ഫ്രൂട്ട്സിന്റെ ഉള്ളിലായി. ഇപ്പൊ എന്താണ്? സീഡ്സിനെ ഒളിപ്പിച്ചാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ എന്താണ്? റൂട്ട്, ലീവ്സ്, ഫ്രൂട്ട്സ് ആൻഡ് ഫ്ലവേഴ്സ് വെൽ ഡെവലപ്ഡ്, കംപ്ലീറ്റ്ലി ഡെവലപ്ഡ് ആണ്. ജിംനോസ്പേമിലായാലും ആൻജിയോസ്പേമിലും കംപ്ലീറ്റ്ലി ഡെവലപ്പ് ആണ്. ഇതിൽ ആരും കൂടെ വരുന്നുണ്ട്? സീഡ് എന്താണ്? ഫ്രൂട്ട്സിന്റെ അകത്താണ്, ഫ്രൂട്ട്സ് അല്ലെങ്കിൽ ഫ്ലവേഴ്സിന്റെ അകത്തായിട്ടായി മാറി എന്നുള്ളൊരു കാര്യമാണ് ആൻജിയോസ്പേം. എല്ലാ ഫ്ലവറിങ് പ്ലാന്റ്സിനെ എടുക്കാം, ടൊമാറ്റോ പോലെയുള്ള ഫ്രൂട്ട്സ് തരുന്നത് എടുക്കാം, വെജിറ്റബിൾസ് തരുന്ന എല്ലാ പേരും എന്തിൽ വരുന്നുണ്ട്? വെജിറ്റേഷൻ തരുന്ന, അതായത് നമ്മൾ ഫുഡ് കഴിക്കുന്ന എല്ലാം ഏതിൽ വരും? ഫ്ലവറിങ് പ്ലാന്റ്സ് ആയിട്ട് നമുക്ക് മാറ്റി നിർത്താമെന്നുള്ള കാര്യമാണ് പറയുന്നത്. ഇനി ഇതിൽ തന്നെ ആൻജിയോസ്പേമിൽ തന്നെ നമുക്ക് രണ്ട് ഗ്രൂപ്പായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. ഏതൊക്കെയാണ്? മോണോകോട്ടിലിഡൻ എന്നും ഡൈകോട്ടിലിഡൻ എന്നും. മോണോകോട്ടിലിഡൻ എന്നും ഡൈകോട്ടിലിഡൻ എന്നും. എന്തുകൊണ്ടാണ് അതങ്ങനെ പറയുന്നത്? നമ്മുടെ ഇപ്പോൾ മോണോകോട്ടിൽ എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു സീഡ് എടുത്തെന്ന് വിചാരിച്ചാൽ, സീഡ് എടുത്തു കഴിഞ്ഞാൽ ആ സീഡ് രണ്ടായിട്ട് പോകുന്നത്. ഇപ്പം നമ്മളിപ്പോൾ ഒരു സീഡല്ല, ആ ഒരു ഇതുണ്ടല്ലോ കോട്ടിലാണ്, ഉള്ളിലിരിക്കുന്ന സീഡിന് എന്തായി? രണ്ടായിട്ട് ഇടുകയാണ്, ഒറ്റ സീഡായി. ഇപ്പോൾ കോക്കനട്ട് എടുക്കുകയാണ്, കോക്കനട്ട് എടുത്തു കഴിഞ്ഞാൽ ഒറ്റതാണ്. ഇപ്പം നമ്മൾ മുറിച്ചാൽ കിട്ടുന്ന അങ്ങനെയല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു കോക്കനട്ട് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി അതിനെന്താണ്? വേറൊരു പാർട്ടല്ല, അത് ഒറ്റ പാർട്ട് തന്നെയാണ് നമ്മൾ രണ്ടായിട്ട് ആക്കുന്നതെന്നേ ഉള്ള ഒരു ഇതേ വരുന്നുള്ളൂ. ഡൈകോട്ടിലിഡൻ എന്ന് പറഞ്ഞാൽ മാങ്ങയൊക്കെ എടുത്തു കഴിഞ്ഞാൽ എന്തുണ്ട്? രണ്ട് സൈഡും കോട്ടിലിഡൻ വളച്ച്, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഗ്രൗണ്ട് നട്ട് കപ്പലിൻ്റെ എടുക്കുകയാണെങ്കിൽ അതിനെ പൊട്ടിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കടല എടുത്ത് പൊട്ടിച്ച് കഴിഞ്ഞാൽ രണ്ട് ഭാഗവും എന്താണ്? സെയിം ആയിട്ട് ഐഡന്റിക്കൽ ആയിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യും? രണ്ട് സൈഡും കാണും. അപ്പോൾ അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ഡൈകോട്ടിലിഡൻ എന്ന് പറയുന്നത്. അപ്പോൾ മാങ്ങ എടുത്തു കഴിഞ്ഞാൽ രണ്ട് പീസ് കിട്ടും, അതിൽ രണ്ടിടത്തും കൊണ്ടുണ്ട് കോട്ടിലിഡൻ്റെ വളർച്ച കാണാൻ പറ്റും. അതേസമയം തേങ്ങ നമ്മൾ പൊട്ടിച്ചിട്ട് രണ്ടാക്കുമ്പോൾ അവിടെ എന്ത് ചെയ്യില്ല, ഒന്നും കാണില്ല, അത് ഒറ്റ പീസാണ്, ഒറ്റ പീസ് നമ്മൾ മുറിച്ചെടുക്കുന്നേ ഉള്ളൂ നമ്മുടെ ഇഷ്ടത്തിന്. ഓക്കെ, അതാണ് പറയുന്നത്. മോണോകോട്ടിലിഡനിലാണ് ഏതൊക്കെ വരുന്നത്? റൈസ്, വീറ്റ്, ഗ്രാസ്. റൈസിനെയൊക്കെ നമുക്ക് മുറിക്കാൻ പറ്റുമോടാ? ഈക്വൽ പാർട്സിലേക്ക് മുറിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് അറിയാലോ, ഗോതമ്പ് മണിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇനി എന്ത് മുറിക്കാനാ? ഒന്നും മുറിക്കാനില്ല എന്നുള്ള കാര്യമാണ്. റൈസ് എടുത്തു കഴിഞ്ഞാൽ മുറിക്കാൻ ഇനി എന്തെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ മുറിച്ചാൽ തന്നെ ഈക്വൽ പീസ് കിട്ടുമോ? ഇല്ല. അതുപോലെയാണ് കോക്കനട്ട് നേരെ വെള്ളം പൊട്ടിച്ചില്ലെങ്കിൽ ഈക്വൽ പീസ് കിട്ടുമോ? കിട്ടത്തില്ല. ആ ഒരു കാര്യം തന്നെയാണ് ആലോചിക്കേണ്ടത്. മോണോകോട്ടിലിഡൻ എന്ന് പറഞ്ഞാൽ സിംഗിൾ കോട്ടിലിഡൻ എന്നും ഡൈകോട്ടിലിഡൻ എന്ന് പറഞ്ഞാൽ രണ്ട് കോട്ടിലിഡൻ, രണ്ട് സൈഡും ഈക്വൽ ആയിട്ടുള്ള കോട്ടിലിഡൻ ഉള്ളതിനെയാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ ടൊമാറ്റോ ഒക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ഭാഗവും സെയിം ആയിട്ട് ഐഡന്റിക്കലായിട്ട് നമുക്ക് കിട്ടത്തില്ലേ? അങ്ങനത്തെ കുറേ കാര്യമാണ് അതിൽ പറയുന്നത് കേട്ടോ. എല്ലാ ഫ്ലവറിങ് പ്ലാന്റ്സിലും പറയുന്നുണ്ടത്. ഇനി അടുത്ത എന്താണ് മോണോകോട്ടിലിഡൻ ആൻഡ് ഡൈകോട്ടിലിഡൻ എന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത്. സിമ്പിളായിട്ട് ശ്രദ്ധിക്കുക. മോണോകോട്ടിലിഡൻ ആൻഡ് ഡൈകോട്ട്സ് ആർ ദ ടു ബ്രോഡ് കാറ്റഗറി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്. ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ തന്നെയുള്ള രണ്ട് ബ്രോഡ് കാറ്റഗറീസ് ആയിട്ടാണ് ആരെ പറയുന്നത്? മോണോകോട്ടിലിഡൻ എന്നും ഡൈകോട്ട്സ് എന്നും പറയുന്നത്. മോണോ എന്ന് പറഞ്ഞാൽ ഒറ്റ, സിംഗിൾ എന്നുള്ള അർത്ഥമാണ്. ഡൈ എന്ന് പറഞ്ഞാൽ രണ്ടെന്നുള്ള അർത്ഥം. അത് തന്നെയാണ് മനസ്സിലാക്കേണ്ട. മോണോകോട്ടിലിഡൻ ആണെങ്കിൽ എന്തുണ്ട്? ഒരു കോട്ടിലിഡനേ ഉള്ളൂ, ഒരു കോട്ടിലിഡനേ ഉള്ളൂ, ഒറ്റ സിംഗിൾ കോട്ടിലിഡൻ, ഒറ്റയായിട്ടാണ് ഇരിക്കുന്നത്, ഒറ്റ കോട്ടിലിഡനായിട്ട്. അതേസമയം ഡൈകോട്ടിലിഡൻ ആണെങ്കിൽ എന്തുണ്ട്? രണ്ട് ഭാഗമായിട്ട് എന്ത് ചെയ്യും? കാണാൻ പറ്റും, രണ്ട് ഭാഗമായിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇപ്പുറത്തുനിന്ന് ഇവിടെ നിന്ന് വരുന്ന ഒരു ഭാഗം രണ്ടും ഈക്വൽ ആയിട്ട് കിട്ടണമെങ്കിൽ അതിനെന്ത് പറയാം? ഡൈകോട്ടിലിഡൻ എന്ന് പറയാം. ഇനി എന്തായിരിക്കണം? മോണോകോട്ടിൽ എപ്പോഴും എന്താണെടാ? ഫൈബ്രസ് റൂട്ടാണ്, ഫൈബ്രസ് റൂട്ടാണ്. ഓക്കെ, മോണോകോട്ടിലിഡൻ എന്ന് വെച്ചാൽ മോണോകോട്ടിലിഡന് ഫൈബ്രസ് റൂട്ടാണ്. എന്ന് വെച്ചാൽ ഇങ്ങനെ നമ്മൾ റൂട്ട് സിസ്റ്റം പറയുമ്പോൾ അത് പറയുന്നുണ്ട്, എന്നാലും ഫൈബ്രസ് റൂട്ട് എന്ന് പറഞ്ഞാൽ കണ്ടോ, ഇങ്ങനെ ചവറ് പോലെ ഇങ്ങനെ വെച്ചാൽ ഒരു സെമ്മീൻ തന്നെ പല രീതിയിലേക്ക് ഇങ്ങനെ വളർന്ന് ബുഷി ലൈക്ക് സ്ട്രക്ചറായിട്ട് ഒരുപാട് ഇങ്ങനെ കണ്ടമാനം ഒരു ഇത് വരുന്നുണ്ട്. അതിൻ്റെ റൂട്ട് സിസ്റ്റം ഇങ്ങനെ വളർന്നു പോകുന്നുണ്ട്. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? നമ്മൾ ഫൈബ്രസ് എന്ന് പറയുന്നത്. മോണോകോട്ടിലിഡൻ എന്താണ്? ഫൈബ്രസ് റൂട്ടാണ്. മോണോകോട്ടിലിഡന് ഫൈബ്രസ് റൂട്ടാണ്. അതേസമയം ഡൈകോട്ടിനാണെങ്കിലോ, ഡൈ ആണെങ്കിൽ DT. അപ്പം അറിയാലോ, ഡിയും ടിയും ഏകദേശം ഒരേ ഉച്ചാരണമാണ്, DTക്ക് ഒരേ ഉച്ചാരണമാണ്. അപ്പം ഡൈകോട്ടിലിനാണ് എന്ത് വരുന്നത്? ടാപ്പ് റൂട്ട് വരുന്നത്, DT. അപ്പം ഏകദേശം സെയിം ഉച്ചാരണം പോലെ അല്ലേ നമുക്ക്. അപ്പം ഡിയും ടിയും അങ്ങനെ ആലോചിക്കുക. ഡൈകോട്ടിലിനാണ് എന്ത് വരുന്നത്? ടാപ്പ് റൂട്ട് സിസ്റ്റം വരുന്നതെന്ന് ആലോചിക്കുക. അപ്പോൾ എന്തായിരിക്കും? മോണോകോട്ടിലിനയിൽ എന്തായിരിക്കും? ഫൈബ്രസ് റൂട്ട്സ് ആയിരിക്കും വരുന്നതെന്ന് മനസ്സിലാക്കുക.
ഇനി മോണോകോട്ടിലിഡൻ ആണെങ്കിൽ അവരുടെ ലീവ്സ് എങ്ങനെയായിരിക്കും? ഇത് ഓട്ടോമാറ്റിക്കലി ഉള്ള പ്രോസസ്സാണ് കേട്ടോ. അത് കഴിഞ്ഞാൽ മോണോകോട്ടിലിൽ നിന്നും ഡൈക്കോട്ടിലിൽ നിന്നും ചുമ്മാ തിരിച്ചതല്ല. ഇത്രയും കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് അവർ എന്ത് ചെയ്തിരിക്കുന്നത്, അങ്ങോട്ടേക്ക് മാറ്റിയിരിക്കുന്നത്. പാരലൽ ലീഫ് വെയിൻസ് ആയിരിക്കും. അവരുടെ ലീഫ് സ്ട്രക്ചർ എങ്ങനെയായിരിക്കും? നീണ്ടായിരിക്കും. വാഴയിലേക്ക് നിൽക്കുന്ന കണ്ടിട്ടുണ്ടോ? എങ്ങനെയാ? നീളത്തിന് അല്ലേ, ഒരു പാരലൽ ലൈൻസ് ആണ് അതിന് പോകുന്നത് അല്ലേ, പാരലൽ ലൈൻസ് ആണ് എന്ന് വെച്ചാൽ ഇങ്ങനെ നമുക്ക് ഇപ്പോൾ എടുത്താൽ ഇങ്ങനെ ആയിരിക്കും പോകുന്നത്. ലൈൻസ് ഒക്കെ പോകുന്നത് ഇങ്ങനെ ആയിരിക്കും, പാരലൽ ആയിട്ടായിരിക്കും പോകുന്നത് അല്ലെ, ഇങ്ങനെ പോയാലും പാരലൽ ആയിട്ടായിരിക്കും പോകുന്നത്. ഇനി നെറ്റ് ലീവ്സ് നമ്മുടെ ഡൈക്കോട്ടിലാണെങ്കിൽ എന്തായിരിക്കും? നെറ്റ് ലീഫ് ആയിരിക്കും, നെറ്റ് ആയിട്ടായിരിക്കും വരുന്നത്. ഇപ്പോൾ ഇങ്ങനെ ഒരു ഇത് വരച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വരയ്ക്കത്തില്ലേ, പണ്ടൊക്കെ വരയ്ക്കുന്ന കുറേ ഒരു നെറ്റ് ലൈക്ക് സ്ട്രക്ചറായിട്ട് എങ്ങനെ വേണോ വളരാം. പിന്നെയും ഇവിടെ നിന്ന് ബ്രാഞ്ചസ് ഉണ്ടാവാം, ഇങ്ങനെ ബ്രാഞ്ചസ് ഉണ്ടാവാം, എങ്ങനെ വേണോ ബ്രാഞ്ചസ് ഉണ്ടാവാം. അപ്പോൾ ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കണം നിങ്ങൾ. മോണോകോട്ടിലിനാണെങ്കിൽ ഒരു കോട്ടിലിനായിരിക്കും ഫൈബ്രസ് റൂട്ടായിരിക്കും, പാരലൽ ലീഫ് ലൈൻസ് ആയിരിക്കും. മോണോയ്ക്ക് പാരലൽ ആയിട്ടായിരിക്കും ലീഫ് വെയിൻസ് ഉള്ളത്. ഇവിടെ എന്താണ്? നെറ്റ് ലൈക്ക് സ്ട്രക്ചർ, ഭയങ്കരമായിട്ട് ബണ്ടിൽഡ് ആയിട്ട് നെറ്റ് ലൈക്ക് സ്ട്രക്ചർ ആയിട്ടായിരിക്കും പോകുന്നത്. പിന്നെ എന്താണ്? ഇവരൊരു റിംഗ് ആയിട്ട്, ഇത് മെയിനായിട്ട് നോക്കണ്ട, എന്നാലും റിംഗ് ലൈക്ക് സ്ട്രക്ചറിൽ ഒരു ഓർഡർ ഉണ്ട് അവർക്ക്. ഇവരൊരു ഓർഡറിൽ ഇങ്ങനെ റിംഗ് ലൈക്ക് സ്ട്രക്ചർ ആയിട്ട് കണ്ടോ, റിംഗ് ആയിട്ടാണ് അവർ അറേഞ്ച് ചെയ്ത് നിൽക്കുന്നത്. മറ്റതെന്താണ്? എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ ബണ്ടിൽ കണക്കിന് സ്കാറ്റേർഡ് ആണ്, എവിടെയെങ്കിലുമൊക്കെ സ്കാറ്റർ ആയിട്ട് നിൽക്കും. ആ ഒരു മീനിങ് ആണ് ആലോചിക്കേണ്ടത്. മോണോകോട്ടിലാണെങ്കിൽ സ്കാറ്റേർഡ് ആയിട്ടുള്ള വാസ്കുലാർ ബണ്ടിൽസ് ആയിരിക്കും. അതായത് നമ്മുടെ സൈലവും ഫ്ലോയും ഒക്കെ എവിടെയെങ്കിലുമൊക്കെ ചിന്നിച്ചിതറിയായിരിക്കും കിടക്കുന്നത്. ഓക്കെ, സ്കാറ്റേർഡ് ആയിരിക്കും. ഇനി ഫ്ലവേഴ്സ് പാർട്ട് ഇൻ ത്രീസ് ആയിരിക്കും, 3ന്റെ യൂണിറ്റ്സിലായിരിക്കും, 3ന്റെ മൾട്ടിപ്പിൾസിലായിരിക്കും. 3 അല്ലെങ്കിൽ 6 അല്ലെങ്കിൽ 9 അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു 3ന്റെ മൾട്ടിപ്പിൾസിലായിരിക്കും അതിൻ്റെ ലീഫ് സ്ട്രക്ചറിങ് പോകുന്നത്, അതിൻ്റെ പെറ്റൽസ് ഒക്കെ പോകുന്നത് 3ന്റെ മൾട്ടിപ്പിൾസ് എന്ന നിലയിലായിരിക്കും. അതേസമയം ഈ പ്ലാന്റ്സിലാണെങ്കിലോ, ഡൈക്കോട്ടിലിനാണെങ്കിൽ ഫ്ലവർ പാർട്സ് ഇൻ 4 or 5, 4 അല്ലെങ്കിൽ 5 എന്ന് പറയുന്ന ഗ്രൂപ്പിലായിരിക്കും ഫ്ലവേഴ്സ് പോകുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ പോസ് ചെയ്ത് വെച്ച് ഇതിങ്ങനെ തന്നെ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക എന്താണ് അതിൻ്റെ പ്രത്യേകത. ആദ്യം നോക്കിയത് സീഡാണ്, മോണോകോട്ടാണെങ്കിൽ 1, ഡൈക്കോട്ടാണെങ്കിൽ 2. ഇനി ഫൈബ്രസ് റൂട്ടാണെങ്കിൽ എങ്ങനെയാണ്? റൂട്ട് മോണോകോട്ടിലിന് ഫൈബ്രസ്, ഇവിടെ ഡി ആയതുകൊണ്ട് ഡൈക്കോട്ട് ആയതുകൊണ്ട് ടാപ്പാണ് ഇവിടുത്തെ റൂട്ട്, ടാപ്പ് റൂട്ടാണ് ഡൈക്കോട്ടിൽ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ലീഫ് എങ്ങനെയാണ്? പാരലാണ് മോണോകോട്ടിൽ, മോണോകോട്ടിൽ പാരലാണ്, എം ബി ആണ് മോണോകോട്ടിൽ പാരലാണ്. അതേസമയം ഡൈക്കോട്ടിൽ എന്താണ്? നെറ്റ് ലീഫ് വെയിൻസ് ആണ്. അതുപോലെ സ്കാറ്റേർഡ്, മോണോകോട്ടിലിന് എങ്ങനെയെങ്കിലും ഒക്കെയാണ് ചിന്നിച്ചിതറിയാണ് കിടക്കുന്നത്. അതേസമയം ഡൈക്കോട്ടിലാണെങ്കിൽ എന്താണ്? ഒരു സ്ഥലത്ത് ഫിക്സഡ് ആണ് അല്ലേ, ബാസ്കുലർ ബണ്ടിൽസ് ഫോം റിംഗ് ആയിട്ട് ഒരു സ്ട്രക്ചർ കീപ്പ് ചെയ്തായിരിക്കും പോകുന്നത്. ഒരു റിംഗിലേക്ക് സ്ട്രക്ചറിലായിരിക്കും അവരെന്ത് ചെയ്യുന്നത്, കറക്റ്റ് ഓർഡറിൽ അറേഞ്ച് ചെയ്തായിരിക്കും നിൽക്കുന്നത്. ഇതിലെന്തായിരിക്കും? മോണോ എന്ന് പറയുമ്പോൾ 3, 6, 9 എന്നുള്ള അതിൻ്റെ 3ന്റെ മൾട്ടിപ്പിൾ ആയിട്ടാണ് മാറുന്നത്. അതേസമയം നമ്മുടെ ഡൈക്കോട്ടിലാണെങ്കിൽ 4 അല്ലെങ്കിൽ 5 എന്നുള്ള രീതിയിലായിരിക്കും മൾട്ടിപ്പിൾസ് മാറുന്നത്. അപ്പോൾ ഇത്രയും കാര്യമാണ് ഇതിൽ വരുന്നത്. ഓക്കെ, മോണോകോട്ട് വേഴ്സസ് ഡൈക്കോട്ട് എന്ന് പറയുന്നത് വരുന്നത്. അപ്പോൾ ഇനി പഠിക്കാനുള്ള നമുക്ക് ഇത് ഇത്രയും പറഞ്ഞപ്പം തന്നെ എന്ത് തീർന്നു? ക്ലാസിഫിക്കേഷൻ ബേസ് ആയിട്ടുള്ള കുറേ കാര്യം പറഞ്ഞിട്ടുണ്ട്. അതായത് ബേസ് അല്ല, നിങ്ങൾക്ക് എക്സാം ഓറിയന്റൽ ലെവലിൽ എന്തൊക്കെയാണോ അതിന് ചോദിക്കുന്നത് ആ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത് വരുന്നത് എന്താണ്? പ്ലാന്റ് മോർഫോളജിയാണ് മെയിനായിട്ട് നമുക്ക് നോക്കേണ്ടത്. ഇനി പ്ലാന്റ് മോർഫോളജിയാണ്, എങ്ങനെയാണ് പ്ലാന്റ്സിൻ്റെ ആ ഒരു മോർഫോളജി, എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് എങ്ങനെയാണ്? അവർക്ക് കുറേ ഫീച്ചേഴ്സ് കൊടുത്തിട്ടില്ല. ഇപ്പോൾ നമ്മൾ പറഞ്ഞു സ്റ്റെമ്മുണ്ട്, റൂട്ടുണ്ട്, ലീഫുണ്ട്. അപ്പോൾ അതിനെയൊക്കെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയാനാണ് ഇനി അടുത്ത് പോകുന്നത്. ഓക്കെ, അടുത്ത് പോകുന്നത് ആ ഒരു കാര്യം പറയാനാണ്. അപ്പോൾ പ്ലാന്റ് മോർഫോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് അല്ലേ, അവരുടെ എക്സ്റ്റേണൽ ഫീച്ചേഴ്സിനെ, ഫിസിക്കൽ ഫീച്ചേഴ്സിനെ കുറിച്ച് പഠിക്കുക, എക്സ്റ്റേണൽ സ്ട്രക്ചറിനെ കുറിച്ച് പഠിക്കുന്നതാണ് പ്ലാന്റ് മോർഫോളജി എന്ന് പറയുന്നത്. മോർഫോളജി അല്ലേ, മോർഫോളജി ഫ്രണ്ടിലത്തെ നമ്മുടെ എക്സ്റ്റീരിയർ പാർട്ടിനെ കുറിച്ച് സ്റ്റഡി ചെയ്യുന്നതാണ് മോർഫോളജി. ഞാൻ പറഞ്ഞില്ലേ മോണോകോട്സിൽ കണ്ടോ, മോണോകോട്സിൽ എന്താ? ഫൈബ്രസ്, MF ഫൈബ്രസ് റൂട്ടാണ്. അപ്പോൾ എന്താണ്? ഇങ്ങനെ കണ്ടോ, ചിന്നിച്ചിതറി ഇങ്ങനെ ചുമ്മാ വളരുന്ന റൂട്ട്സ് ആണ് ഫൈബ്രസ് റൂട്ട്. ടാപ്പ് റൂട്ട് ആണെങ്കിൽ എന്താണ്? ഒറ്റ റൂട്ട് കാണും, അതിൽ നിന്ന് എന്തുണ്ടാവും എന്നുവെച്ചാൽ ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു റൂട്ട് കാണും. ആ റൂട്ടിൽ നിന്നായിരിക്കും ബ്രാഞ്ചസ് പോകുന്നത്. അല്ലാതെ ചിന്നിച്ചിതറി അവിടെ നിന്നേ ഇങ്ങനെ വളരെയല്ല, ഒരൊറ്റ റൂട്ട് കാണും. ആ റൂട്ടിൻ്റെ ബേസിസിലായിരിക്കും ബാക്കിയെല്ലാം എന്ത് ചെയ്യുന്നത്? റൂട്ട് ഫോം ചെയ്യുന്നത്. ഓക്കെ, കണ്ടോ, ഇത് കണ്ടോ, ഈ ഒരു സംഭവം ഉണ്ടായിരിക്കും. ഈ ഒരു റൂട്ടിൽ നിന്ന് മാത്രമേ ബാക്കിയുള്ളത് എന്ത് ചെയ്യത്തുള്ളൂ, ഇങ്ങനെ പൊടിക്കത്തുള്ളൂ. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? ടാപ്പ് റൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെ ഉണ്ട്? ഫൈബ്രസ് റൂട്ടും ഉണ്ട്, ടാപ്പ് റൂട്ടും ഉണ്ട്. ഏതിലാണ്? റൂട്ടിൻ്റെ സ്ട്രക്ചറിൻ്റെ കാര്യമാണ് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് നമ്മുടെ മെയിനായിട്ട് പഠിക്കാനുള്ളത് എന്താണ്? റൂട്ട് സ്ട്രക്ചറിങ് ആണ്. ആ റൂട്ട് സ്ട്രക്ചറിങ് തന്നെ എന്തുണ്ട്? 3 ടൈപ്പ് റൂട്ടാണുള്ളത്. ഏതൊക്കെ? ഫൈബ്രസ് റൂട്ട്, ടാപ്പ് റൂട്ട്. നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത് കേട്ടോ, മെയിനായിട്ട് പഠിക്കാനുള്ള ടാപ്പ് റൂട്ട്, ഫൈബ്രസ് റൂട്ട്. അതുപോലെ ഇനി പറഞ്ഞത് കണ്ടോ, ഇത് കണ്ടോ, അഡ്വെൻറ്റീഷ്യസ് റൂട്ട് കേട്ടോ, അഡ്വെൻറ്റീഷ്യസ് റൂട്ട്. എന്ത് പറഞ്ഞാൽ അഡ്വെൻറ്റീഷ്യസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു അഡ്വാൻറ്റേജ് ആയിട്ട്, അതിന്
ഉള്ള റൂട്ട് പോരാഞ്ഞിട്ട് കുറച്ചൊന്ന് അഡ്വാൻറ്റേജ് ആയിട്ട് വളരുന്ന ഒരു സാധനം. അതായത് ഇപ്പൊ എന്തൊക്കെ കണ്ടോ, ഇതെന്താ ന്യൂമാറ്റോഫോഴ്സ് ആയിട്ട്, അതായത് നമ്മുടെ ഈ ശ്വാസം, അതായത് അതിൻ്റെ ആ ഒരു ബ്രീത്തിങ്ങിന് വേണ്ടി, അല്ലെങ്കിൽ അതിന് ഇപ്പം നമുക്ക് എന്താണ് ഫിക്സിങ്ങിന്, നൈട്രജൻ ഫിക്സിങ്ങിന് വേണ്ടിയായിട്ടൊക്കെ എന്ത് ചെയ്യും? ഹലോ, ഒറ്റ മിനിറ്റ്. ഓക്കെ, സോറി. ഓക്കെ, അപ്പോൾ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? നമ്മൾ റൂട്ടിൻ്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ അഡ്വാൻറ്റേഷ്യസ് റൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഇതിന് പുറമേ ആയിട്ട്, അതായത് റൂട്ട് ഉള്ളതിന് പുറമേ ആയിട്ട് അഡ്വാൻറ്റേജ് ആയിട്ട് ഉണ്ടാകുന്ന റൂട്ട്സ് ആണ്. അതിലെന്താ യൂസ് എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ഇപ്പോൾ ബ്രീത്തിങ്ങിന് വേണ്ടി അവർക്ക് ന്യൂമാറ്റോഫോഴ്സ് പോലെ എന്താണ് നൈട്രജൻ ഫിക്സിങ്ങിന് വേണ്ടിയോ അല്ലെങ്കിൽ ബ്രീത്തിങ് ഓക്സിജൻ കിട്ടാൻ വേണ്ടിയായിട്ടൊക്കെ പുറത്തൊന്നും കൂടെ എന്ത് കൊടുക്കും? അതിനൊരു മെക്കാനിക്കൽ സപ്പോർട്ടിന് വേണ്ടി, ഒരു റിജിഡിറ്റി സപ്പോർട്ടിന് വേണ്ടി ഇങ്ങനെ പുറത്തും കൂടെ. റൂട്ട് എന്ന് പറഞ്ഞാൽ അടിയിൽ വളരേണ്ടത് അല്ലേ? എന്താണ് റൂട്ട് എന്ന് പറഞ്ഞാൽ? എന്താ ശരിക്കും? പാർട്ട് ഓഫ് പ്ലാന്റ് ഹിഡൻ അണ്ടർ ദ സോയിലാണ്. റൂട്ടിൻ്റെ സവിശേഷത, അതിൻ്റെ ക്യാരക്ടർ തന്നെ എന്താണ്? റൂട്ട് എന്ന് പറഞ്ഞാൽ അണ്ടർ ദ സോയിലിൻ്റെ അടിയിൽ വളരേണ്ട സാധനമാണ്. അത് പക്ഷേ ഇവിടെ എന്താ? പുറമേ വളർന്ന് നിൽക്കുക. അതിൻ്റെ അർത്ഥം എന്താ? അത് അഡ്വൻറ്റീഷ്യസ് റൂട്ടാണ്, അഡീഷണൽ വളർന്ന റൂട്ടാണ്. അതിൻ്റെ അർത്ഥം ഇതിൻ്റെ താഴോട്ടും റൂട്ടുണ്ട്, ഇതെന്താണ്? പുറമേ ഉണ്ടായ റൂട്ടാണ്. അപ്പോൾ അഡ്വൻറ്റീഷ്യസ് റൂട്ട് എന്ന് പറഞ്ഞാൽ റൂട്ട് ഫോംഡ് ഫ്രം അതർ പാർട്സിൽ നിന്നുണ്ടാവുന്ന റൂട്ട്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അഡ്വൻറ്റീഷ്യസ് റൂട്ട്സ് എന്ന് പറയുന്നത്. അപ്പം പാർട്ട് ഓഫ് പ്ലാന്റ് ഹിഡൻ അണ്ടർ ദ സോയിലാണ് റൂട്ട് എന്ന് പറയുന്നത്. ഡെവലപ്പ് ഫ്രം എവിടെ നിന്നാണ്? ഏറ്റവും മനസ്സിലാക്കേണ്ട കാര്യം, നോട്ട് ദ പോയിന്റ്, ഈ ഒരു പോയിന്റാണ് നിങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കേണ്ട. റാഡിക്കിൾ. റൂട്ട് ഉണ്ടാവുന്നത് എവിടെ നിന്നാണ്? റാഡിക്കിൾ. റൂട്ട് ഉണ്ടാവുന്നത് റാഡിക്കിൾ. ആറെന്ന് തന്നെ ആലോചിക്കുക. റൂട്ട് ഉണ്ടാവുന്നത് റാഡിക്കിളിൽ നിന്നാണ് റൂട്ടിന്റെ ഫോർമേഷൻ ഉണ്ടാവുന്നത്. ഇനി എന്താണ്? അതിൽ തന്നെ ഉള്ള ഹെയർ ലൈക്ക് പാർട്സിന് നമുക്ക് എന്ത് പറയാം? റൂട്ട് ഹെയർ എന്ന് പറയാം അല്ലേ? ഹെയർ ലൈക്ക് സ്ട്രക്ചേഴ്സ് ഉണ്ടല്ലോ, കുറേ ഹെയർ ലൈക്ക് സ്ട്രക്ചേഴ്സ് നമ്മൾ എന്താ പറയുന്നത്? റൂട്ടിന്റെ ഹെയർസ് ആയിട്ടാണ് പറയുന്നത്. ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ കുഞ്ഞായിട്ട് ഹെയർ പോലെ വളരുന്ന എന്താണ്? റൂട്ട് ഹെയർസ് ആണ്. അപ്പോൾ ഇത് മനസ്സിലാക്കേണ്ട ഇവരെന്താണ്? നെഗറ്റീവ്ലി ഫോട്ടോട്രോഫിക് ആണ് റൂട്ട് എന്ന് പറയുന്നത്. നെഗറ്റീവ്ലി ഫോട്ടോട്രോഫിക് എന്ന് പറഞ്ഞാൽ എന്താ? ഫോട്ടോട്രോഫിക് എന്ന് പറഞ്ഞാൽ സൂര്യനെ ഇഷ്ടപ്പെട്ടു പോകുന്നത്, ലൈറ്റിനെ ഇഷ്ടപ്പെട്ടു പോകുന്നത്. ഇവരെന്താ? നേരെ തിരിച്ചല്ലേ, ലൈറ്റിൻ്റെ സ്ഥാനത്തോട്ടാണ് പോകുന്നത്? അല്ല, ലൈറ്റിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ്. അതുകൊണ്ടാണ് ഇവർ എന്തെന്ന് പറയുന്നത്? നെഗറ്റീവ്ലി ഫോട്ടോട്രോഫിക് എന്ന് പറയുന്നത്. ഓക്കെ, നെഗറ്റീവ്ലി ഫോട്ടോട്രോഫിക് എന്നാണ് ആരെ പറയുന്നത്? റൂട്ടിനെ പറയുന്നത്. അതിനാണ് പറഞ്ഞത് റൂട്ട് എത്ര തരം? അതിന് പറയേണ്ടത് ടാപ്പ് റൂട്ട് ഉണ്ട്, ഫൈബ്രസ് റൂട്ട് ഉണ്ട്, അഡ്വൻറ്റീഷ്യസ് റൂട്ട് ഉണ്ട്. ഓക്കെ, മനസ്സിലായല്ലോ? ബഞ്ചായിട്ട് വളരുന്നത് ഫൈബ്രസ്, സിംഗിൾ ലെയറിൽ നിന്ന് സ്പ്രെഡായി പോകുന്നത് ടാപ്പ് റൂട്ട്, അഡീഷണൽ പാർട്ടിൽ നിന്നുണ്ടാകുന്ന അഡ്വൻറ്റീഷ്യസ് റൂട്ട്. നമ്മൾ ഈ ആൽമരത്തിലൊക്കെ അറിയാവോ, മുകളിൽ നിന്നാണ് ആ ഒരു എന്ത് വരുന്നത്? ആ ഒരു ഊഞ്ഞാല് പോലെ നമ്മൾ ആടുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ഇങ്ങനെ പള്ളി പോലെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നത്. അതെന്താ ശരിക്കും പറഞ്ഞാൽ? റൂട്ട്സ് ആണ്, റൂട്ട് സ്ട്രക്ചറാണ് അങ്ങനെ മോഡിഫൈ ആയിരിക്കുന്നത് കേട്ടോ. റൂട്ട് സ്ട്രക്ചറിൽ നിന്നാണ് അത് മോഡിഫൈ ആയിരിക്കുന്നത്. അതൊക്കെ നിങ്ങൾക്ക് ആലോചിക്കാവുന്നതാണ്. ഓക്കെ, ഇനി അടുത്തെന്താണ്? നമുക്ക് സ്റ്റെമ്മിലേക്ക് പോവാം. സ്റ്റെം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പറഞ്ഞു സ്റ്റെം എന്ന് നമ്മുടെ റൂട്ട് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ്ലി ഫോട്ടോട്രോഫിക് ആണ് അല്ലേ? നെഗറ്റീവ്ലി ഫോട്ടോട്രോഫിക് ആണെങ്കിൽ സ്റ്റെം എന്താണ്? പോസിറ്റീവ്ലി ഫോട്ടോട്രോഫിക് ആണ്. അതായത് സൺലൈറ്റ് എവിടെ ഉണ്ടോ അവിടെ സ്റ്റെം ഓടിപ്പോവും എന്നുള്ള കാര്യമാണ് പറയുന്നത്. അതായത് സ്റ്റെമ്മിൻ്റെ വളർച്ച, ആ ഒരു പ്ലാന്റ് ബോഡിയുടെ മൊത്തവും ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? സൂര്യൻ എവിടെയാണോ അടിക്കുന്നത് ആ ഭാഗത്തിലേക്കായിരിക്കും. അപ്പോൾ അതാണ് നമ്മൾ പോസിറ്റീവ്ലി ഫോട്ടോട്രോഫിക് എന്ന് പറയുന്നത്. ഇനി അടുത്തെന്താണ്? ഡെവലപ്പ് ഫ്രം പ്ലിമ്യൂളാണ്. പ്ലിമ്യൂളിൽ നിന്നാണ് ഡെവലപ്പ് ചെയ്യുന്നത്. ഡെവലപ്പ് ഫ്രം പ്ലിമ്യൂളിൽ നിന്നാണ്. അപ്പോൾ നേരത്തെ നമ്മൾ റൂട്ട് എവിടെ നിന്നാണ്? റാഡിക്കിളിൽ നിന്നാണ്. ആറാണ്. ഇവിടെ എന്താണ്? പ്ലിമ്യൂളാണ്. സ്റ്റെമ്മ് പ്ലിമ്യൂളിൽ നിന്നാണ് ഉണ്ടാകുന്നത്. പ്ലിമ്യൂള്. ഓക്കെ, അത് മെയിനായിട്ട് നോക്കി പഠിച്ചോണം. പ്ലിമ്യൂളാണ്. ഹെയർ ലൈക്ക് പാർട്സ്. അയ്യോ, തെറ്റി. ഓക്കെ, അത് കയറി വന്നതാണ് കേട്ടോ, സോറി. അപ്പോൾ എന്താണ്? സ്റ്റെമ്മിലല്ല റൂട്ട് ഹെയർസ് ഉള്ളത്, നേരത്തെ പാർട്ട്. ഓക്കെ, ഡെവലപ്പ് ഫ്രം പ്ലിമ്യൂളാണ്. അപ്പോൾ സ്റ്റെമ്മിലാണ് എന്തുള്ളത്? പ്ലിമ്യൂളിൽ നിന്നാണ് സ്റ്റെമ്മ് വളരുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇനി എന്താണ്? ഈ ഒരു സ്റ്റെമ്മിൽ തന്നെ ഒരുപാട് മോഡിഫിക്കേഷൻസ് ഉണ്ട് കേട്ടോ. സ്റ്റെമ്മിൽ തന്നെ ഒരുപാട് മോഡിഫിക്കേഷൻസ് വരുന്നുണ്ട്. അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മായിട്ടൊക്കെ മാറുന്ന ഒരുപാടുണ്ട്. അപ്പോൾ അതിൽ വരുന്നതാണ് അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മിന് എക്സാമ്പിളാണ് ഏതൊക്കെയെന്ന് പറയുന്നത്. കണ്ടോ, കോംസ് തൊട്ട് റൈസോംസ് വരെയുള്ള സാധനങ്ങൾ അണ്ടർഗ്രൗണ്ട് സ്റ്റെംസ് ആണ്. എന്താണ്? അണ്ടർഗ്രൗണ്ട് സ്റ്റെം. അതായത് സ്റ്റെം ലൈക്ക് സ്ട്രക്ചർ ആണ്. പക്ഷെ ഇവർക്ക് എന്താണ്? ഇവരെന്ന് പറഞ്ഞാൽ അണ്ടർഗ്രൗണ്ടിൽ വളരുന്ന സ്റ്റെമ്മുകളാണ്. ശരിക്കും സ്റ്റെമ്മിൽ നിന്നുണ്ടാകുന്ന പാർട്സുകളാണ്. മനസ്സിലായോ? പക്ഷെ അതിനെന്താണ്? വേറൊരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് അതിന് കൊടുത്തിട്ടുള്ളത്. അതിനൊന്നാണ് നമ്മൾ ഈ പറയുന്ന എന്താണ്?
ട്യൂബർ ക്രോപ്സ് എന്നൊക്കെ പറഞ്ഞ ആരാടാ? നമ്മുടെ മരിച്ചിനി പോലെയുള്ള അല്ലെങ്കിൽ നമ്മുടെ പൊട്ടറ്റോസ് പോലെയുള്ള ആൾക്കാരാണ് അല്ലേ ട്യൂബർ ക്രോപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതെന്താണ്, ഈ ഒരു സ്റ്റെമ്മിൻ്റെ താഴോട്ടുള്ള ഭാഗത്തേക്ക് എന്താണ് പ്രൊഡക്റ്റീവായിട്ട് വളരെയാണ് അല്ലേ, ബഞ്ചായിട്ട് സാധനങ്ങൾ. മരിച്ചിനി ആലോചിക്കുമ്പോൾ തന്നെ അറിയാം എങ്ങനെയല്ലേ മരിച്ചിനി എടുത്തുകൊണ്ട് വരുന്നത്. അവരിത് ആലോചിക്കാം, പൊട്ടറ്റോ ആലോചിക്കാം. അതായത് ബഞ്ചായിട്ട് അണ്ടർഗ്രൗണ്ടിൽ ഒരു ഒരു ഫുഡ് സ്റ്റോറേജിങ് മെറ്റീരിയൽ ആയിട്ട് ഉണ്ടാവുകയാണ് ആര് ചെയ്യുന്നത്, നമ്മുടെ ഈ ഒരു ട്യൂബർ ചെയ്യുന്നത്. അപ്പം ട്യൂബറാണ് ഫസ്റ്റ്. ട്യൂബറിന് എക്സാമ്പിൾ എന്താണ്, പൊട്ടറ്റോ അല്ലേ. പൊട്ടറ്റോയും അതുപോലെ തന്നെ ഏതുമാണ്, പൊട്ടറ്റോയും അതുപോലെ ടപ്പിയോക്ക, മരിച്ചിനി, ടപ്പിയോക്ക അങ്ങനത്തെ ഐറ്റംസ് ഒക്കെയാണ് ഇതിൽ വരുന്നത് കേട്ടോ. ഇനി അടുത്ത് ബൾബ്. അടുത്തെന്താണ്, ബൾബ് എന്തിൻ്റെയാണ്, ബൾബ് എന്ന് പറഞ്ഞത് കണ്ടോ, ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ചെറിയ റൂട്ട് ലൈക്ക് സ്ട്രക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ മുകളിലോട്ട് ഒരു എന്തുണ്ട്, പ്ലാൻ ലൈക്ക് ബോഡി കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇതൊക്കെ എന്താണ് അണ്ടർഗ്രൗണ്ടിൽ നടക്കുന്ന കാര്യമാണ് അല്ലേ. ബൾബ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, സ്റ്റോറേജ് ഇങ്ങനെ ആയിരിക്കും അല്ലേ. ഇത് ബഞ്ചായിട്ട് വളരും. അതെന്താണ്, ഒറ്റ സിംഗിൾ ലെയർ ആയിട്ട് ഒരു ഫാറ്റി ഐറ്റം ആയിട്ട് ഇങ്ങനെ വളരുന്നതാണ്. അതെന്താണ്, ഒണിയൻ ഉണ്ട്. പിന്നെ എന്ത് പറയാം, നമുക്ക് ഒണിയനെ പറയാം. അതുപോലെ എന്ത് പറയാം, ഗാർലിക്കിനെ പറയാം. അപ്പോൾ ഇങ്ങനത്തെ ഐറ്റംസ് ആണ് ബൾബിൽ വരുന്ന ഒണിയനും ഗാർലിക്കും കേട്ടോ. ഈ എക്സാമ്പിൾസും കൂടെ നോക്കി പൊക്കോണം. ഇനി എന്താണ്, കോം എന്ന് പറയും കേട്ടോ. കോം ഈ ബൾബ് പോലെ തന്നെയാണ് കോമും വരുന്നത്. പക്ഷെ കോമിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ട്യൂബർ പോലെ തന്നെയാണ് വരുന്നത് കോമും. പക്ഷെ കോമിൻ്റെ പ്രത്യേകത കണ്ടോ, ഇവിടെ ഒരു ബേസ് പ്ലേറ്റ് കാണും. അവർക്കൊരു താഴെ ഒരു ലെയർ, ഇങ്ങനെ മണ്ണിൻ്റെ ഒരു ലെയർ കൊടുക്കും, ഒരു പ്ലേറ്റ് പോലെ ഒരു സ്ട്രക്ചറിങ് കൊടുക്കും. അതിൻ്റെ മണ്ടയിലാണ് ശരിക്കും അതിൻ്റെ എന്ത് ചെയ്യുന്ന ആ ഒരു ഫലഭൂഷണം നമ്മൾ കഴിക്കുന്ന എഡിബിൾ പാർട്ട് ഉണ്ടാകുന്നത് എവിടെയാണ്, അതിൻ്റെ തൊട്ട് മുകളിലായിട്ടാണ്. ഈ ചേമ്പ് അങ്ങനെയൊക്കെ പറയുന്ന സംഭവങ്ങളാണ് ഇതിന് എക്സാമ്പിളായിട്ട് വരുന്നത് കേട്ടോ. കോമിന് കൊളോസസ് എന്നുള്ളൊരു കൊളോസസ് ഞാൻ ഓർക്കുന്നില്ലടാ. അപ്പോൾ അന്ന് ജസ്റ്റ് ഒന്ന് നോക്കിക്കോണേ. അപ്പോൾ കൊളോസസ് എന്നോ കൊളോസിയോ എന്നോ അങ്ങനെ എന്തോ ഒരു പേര്, കൊളോസൽ എന്നോ അങ്ങനെ എന്തോ ഒരു പേരാണ് കേട്ടോ കോമിന് വരുന്നത്. ഇനി അടുത്ത് വരുന്നത് റൈസോമിൻ്റെ പ്രത്യേകത എന്താ, റൈസോമിൻ്റെ ഇതും കോമിനെ പോലെ ഇരിക്കുന്നത് തന്നെയാണ്. ഇതെല്ലാം ഏകദേശം ഒരേ ഇതാണ്. എന്താണ്, എഡിബിളിന് വേണ്ടിയാണ്, നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയുള്ള സാധനങ്ങളാണ്, സ്റ്റെമ്മിൻ്റെ മോഡിഫിക്കേഷൻ ആണ്. പക്ഷെ റൈസോം എങ്ങനെയാണ്, ഹൊറിസോണ്ടൽ ആയിട്ടാണ് വളരുന്നത്. ഇതൊക്കെ എന്തായി ഏകദേശം ഒന്ന് വീർത്ത് റൗണ്ട് ഷേപ്പിലല്ലേ. അതേസമയം റൈസോം എങ്ങനെയാണ്, ഹൊറിസോണ്ടൽ സ്ട്രക്ചറിങ് ആണ് കേട്ടോ. ഹൊറിസോണ്ടൽ ഇത് ചേമ്പാണ്, കോമിൽ വരുന്ന ചേമ്പാണ് വരുന്നത്. എന്താണ് ഓർമ്മയില്ല. ഓക്കെ, ഈ എന്നൊക്കെ പറയുന്ന സാധനമൊക്കെ ഇതിൽ വരും, എന്നൊക്കെ ഉള്ള. ഇനി അടുത്ത് റൈസോമിൽ വരുന്നതാണ്. അപ്പോൾ നമുക്ക് പറയാനുള്ളത് ഹൊറിസോണ്ടൽ ഷേപ്പിൽ വളരുന്ന ഫുഡ് ലൈക്ക് എഡിബിൾ പാർട്ടിന് എന്താ പറയുക, ഇതിന് എക്സാമ്പിളാണ് ജിഞ്ചർ. നമ്മൾ ഇങ്ങനെയല്ലേ വളരുന്നത്, ഹൊറിസോണ്ടൽ ചപ്പിയല്ലേ നടക്കിയിരിക്കുന്നത്. അതുപോലെ എന്താണ് ജിഞ്ചർ, അല്ലെങ്കിൽ എന്താണ് ടർമറിക് അല്ലേ, മഞ്ഞ എന്ന് പറഞ്ഞാൽ എന്താണ്, ടർമറിക്ക്, അതും ഇതുപോലെയല്ലേ വളരുന്നത്. അപ്പം ഇതൊക്കെയാണ് ഇതിന് എക്സാമ്പിളായിട്ട് പറയാനുള്ളത്. റൈസോമിന് എക്സാമ്പിളായിട്ട് പറയാനുള്ളത് ടർമറിക്കും അതുപോലെ തന്നെ എന്തുവാണ്, ടർമറിക്കും ജിഞ്ചറുമാണ് കേട്ടോ. ജിഞ്ചറുമാണ്. ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിക്കോ. അപ്പം ഇത്രയാണ് വരുന്നത് അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മായിട്ട്. ഇനി ഏരിയൽ സ്റ്റെം മോഡിഫിക്കേഷൻ ഉണ്ട്. മുകളിലെ സ്റ്റെമ്മ് മാറിയിട്ട് അതിനെന്തെങ്കിലും ഇത് കൊടുക്കുന്നതുണ്ട്. അതിന് എക്സാമ്പിളാണ് നമ്മുടെ റോസിലെ കോൺസ് ആയിട്ടൊക്കെ മാറുന്നത്. ഓക്കെ, ഏരിയൽ മോഡിഫിക്കേഷൻ ആണ്, ഏരിയൽ സ്റ്റെം മോഡിഫിക്കേഷൻ. ഏരിയൽ സ്റ്റെം മോഡിഫിക്കേഷൻ എക്സാമ്പിളാണ്, സ്റ്റെമ്മിന് എക്സാമ്പിളാണ്. ഒന്നെന്ന് പറയുന്നത് തോൺസ് നമ്മുടെ മുള്ളുകളുണ്ടല്ലോ, റോസിലേക്ക് മുള്ളുകൾ, അത് സ്റ്റെമ്മിൻ്റെ മോഡിഫിക്കേഷനാണ്. അതായത് അതിനെ അറ്റാക്ക് ചെയ്യാതിരിക്കാൻ അത് കൊടുക്കുന്ന ഒരു പ്രിവെൻറ്റീവ് ലെയർ പോലെയാണ് തോൺസ്. ഏതിനൊക്കെയാണ്, റോസിന്, മേരിഗോൾഡ് അങ്ങനത്തെ ചെറിയ ഫ്ലവറിങ് പ്ലാന്റ്സിനൊക്കെ കൊടുക്കുന്ന ഒരു അഡാപ്റ്റേഷനാണ് ശരിക്കും പറഞ്ഞാൽ തോൺസ്. പിന്നെ വരുന്നത് ഫില്ലോക്കെയ്ഡ്. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, ഫില്ലോക്കെയ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കാക്ടസ് ഇല്ലേ, ഒപ്പൻഷ്യ പോലെയുള്ള നമ്മുടെ കള്ളിമുൾ ചെടികൾ എന്നൊക്കെ പറയുന്ന ഈ ഡിസേർട്ടിലൊക്കെ വളരുന്ന കാക്ടസ് ചെടികൾ, ഇതെല്ലാം എന്തിന് എക്സാമ്പിളാണ്, ഫില്ലോക്കെയ്ഡ്. അതൊക്കെ ഏരിയൽ സ്റ്റെം മോഡിഫിക്കേഷൻ. അതായത് മുകളിലത്തെ സ്റ്റെം പാർട്ട് എന്തായിട്ട് മാറിയിരിക്കുകയാണ്, അതായത് അഡാപ്റ്റേഷനാണ്. അതായത് ഡിസേർട്ട് റീജിയൻസിന് എന്തുണ്ട്, ലീഫ് വഴി എന്ത് ചെയ്തില്ല, ഈ വെള്ളം ട്രാൻസ്പിറേഷൻ വഴി വെള്ളം ലോസ് ആവാതിരിക്കാൻ വേണ്ടി അവരെന്ത് ചെയ്യും, വലിയ തിക്കി ലെയർ ആയിട്ട് മാറിയിട്ട് എന്തായിട്ട് മാറിയിട്ടുണ്ട്, അതിൽ എന്ത് കൊടുത്തിട്ടുണ്ട്, മുള്ളു പോലത്തെ സ്ട്രക്ചറിങ് കൊടുത്തിട്ടുണ്ട്. ഇതിന് എക്സാമ്പിൾ, ഫില്ലോക്കെയ്ഡിന് എക്സാമ്പിൾ എന്താണ്, ഒപ്പൻഷ്യ ആണ് കേട്ടോ. ഒപ്പൻഷിയാണ് ഫില്ലോക്കെയ്ഡിന് എക്സാമ്പിൾ. അപ്പോൾ അതും കൂടെ ജസ്റ്റ് ഒന്ന് ഇവിടെ എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. ഒപ്പൻഷ്യ എന്ന് പറയുന്ന കാക്ടസ് പോലെയുള്ള ചെടികളാണ് ഏതിന് വരുന്നത്, നമ്മുടെ ഫില്ലോക്കെയ്ഡിൽ വരുന്നത് കേട്ടോ. ഫില്ലോക്കെയ്ഡിൽ വരുന്നത്. അപ്പോൾ ഇത്രയും നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ചിരിക്കുക. ഇനി എന്താണ് ലീഫിൻ്റെ പ്രത്യേകത എന്താണ്,
ഫോട്ടോസിന്തറ്റിക് ആണ് അല്ലേ. ഫോട്ടോസിന്തറ്റിക്, നമുക്ക് ലീഫ് ഉണ്ടെങ്കിലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്ലാന്റ്സിന് സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കാൻ പറ്റൂ. അവിടെ നിന്ന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവർക്ക് ഫുഡിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ നടക്കണമെങ്കിലും ഫുഡ് പ്രിപ്പയർ ആവുന്നെങ്കിലും എന്ത് വേണം, ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞ പ്രസൻസ് നടക്കണമെങ്കിൽ, പ്രോസസ്സ് നടക്കണമെങ്കിൽ ആര് വേണം, ലീഫ് വേണം. അപ്പം ലീഫിൻ്റെ പാർട്സിനെ കുറിച്ച് ജസ്റ്റ് എന്ന് പറയാം. ഇതെന്താണ് ടിപ്പ്, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ടിപ്പാണ്. ടിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, ടെർമിനൽ പോയിന്റ്, ഏറ്റവും കൂർത്ത പോയിന്റ് ഉണ്ടല്ലോ, ഏറ്റവും മുകളിൽ വന്ന് നിൽക്കുന്ന പോയിന്റ്സിനാണ് ടെർമിനൽ പോയിന്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് എന്താണ്, ബ്ലേഡ്, ഫ്ലാറ്റ് ആൻഡ് ഗ്രീൻ എക്സ്പാൻഡഡ് വേർഷൻ. ഇപ്പം എന്താണ് ബ്ലേഡ് ഓർ ലാമിന എന്നൊക്കെ പറയുന്നത് ഇങ്ങനത്തെ കൂർത്ത മോന ഇടയ്ക്കൊക്കെ ഉള്ള കൂർത്ത ഫ്ലാറ്റ് ആൻഡ് ഗ്രീൻ എക്സ്പാൻഡഡ് പോർഷനെയാണ് നമ്മൾ പറയുന്നത് കേട്ടോ. ഇങ്ങനെ ഇടയിൽ നിന്നുള്ള ആ ഒരു വരകളൊക്കെയാണ് നമ്മൾ ആ ഗ്രീൻ പോർഷനെയൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബ്ലേഡ് എന്ന് പറയുന്നത്. മാർജിൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന് കൊടുത്തിരിക്കുന്ന ഒരു എഡ്ജാണ് ശരിക്കും പറഞ്ഞാൽ, മാർജിനൽ ലൈൻ പോലെ നമ്മളിങ്ങനെ വരയ്ക്കത്തില്ല, മാർജിൻ കൊടുക്കുക, അത് തന്നെയാണ്. മിഡ് റിബ് എന്ന് പറഞ്ഞാൽ മോസ്റ്റ് എന്താണ്, ഈ ഒരു റിബിനെയാണ്. മിഡ് റിബ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ നടുക്കൂടെ പോകുന്നില്ലേ, നമ്മുടെ ഒരു ഇല എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ നടുക്കൂടെ പോകുന്ന ആ ഒരു ആ ഒരു ലൈനിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മിഡ് റിബ് എന്ന് പറയുന്നത്. സെൻട്രൽ വെയിൻ എന്നാണ് പറയുന്നത്. പിന്നെ ലാറ്ററൽ വെയിൻസ് ഉണ്ടല്ലോ, ഇങ്ങനെയൊക്കെ പോകുന്ന ലാറ്ററൽ വെയിൻസ് ഉണ്ട്. ബാക്കിയുള്ള ഈ വെയിൻസ് ഉണ്ടല്ലോ, നെറ്റ് ലൈക്ക് സ്ട്രക്ചറിങ് എന്ന് പറയുന്ന വെയിൻസ് ഉണ്ട്. ഇനി അത് പിറ്റിയോള് എന്ന് പറഞ്ഞത് ഇവിടുന്ന് കണ്ടോ, ഈ നമ്മുടെ ഈ ഇത് ഇല പറിച്ചെടുക്കുമ്പോൾ നമുക്ക് ആ താഴെ കിട്ടുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, നമ്മൾ മരത്തിൽ നിന്ന് ഇല പറിക്കുമ്പോൾ ഉള്ള ആ താഴത്തെ ഒരു ഡോട്ട് തുടങ്ങുന്ന ആ ഒരു എൻഡിന്, ഈ ഒരു എൻഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പെറ്റിയോൾ എന്ന് പറയുന്നത്. പിന്നെ സ്റ്റിപ്യൂൾസ് എന്ന് പറഞ്ഞാൽ ലീഫ് ലൈക്ക് എക്സ്റ്റൻഡേജ്, ഇതിൻ്റെ അപ്പൻഡേജസ് വന്ന് ഇവിടെ തട്ടുന്ന ആ ഒരു അപ്പൻഡേജിനെയാണ് പറയുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി, നിങ്ങൾ കൂടുതൽ ഇതായിട്ട് പോകണ്ട, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് പാർട്ട് ഓഫ് ലീഫ് എന്ന് പറയുന്നത്. അപ്പോൾ അത് കൂടുതൽ എക്സാം ഓറിയൻറ്റഡ് ലെവലിൽ നിങ്ങൾ നോക്കേണ്ട കാര്യമല്ല. അപ്പോൾ ഫോട്ടോസിന്തറ്റിക് ആണെന്ന് മാത്രം അറിയുക. ഇനി അടുത്ത് എന്താണ്, ഫ്ലവർ ആണ്. ഫ്ലവർ എന്താണ്, ഏറ്റവും മെയിൻ ആയിട്ടുള്ള നമ്മുടെ റീപ്രൊഡക്റ്റീവ് പാർട്ട് അല്ലേ, പ്ലാന്റ്സിൻ്റെ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ് ആരെന്ന് പറയുന്നത്, ഫ്ലവർ എന്ന് പറയുന്നത്. ഫ്ലവർ ഉണ്ടെങ്കിലേ അവിടെ എന്തുള്ളൂ, റീപ്രൊഡക്ഷൻ ഉള്ളൂ. റീപ്രൊഡക്ഷൻ ഉണ്ടെങ്കിലേ അവർക്ക് എന്തുള്ളൂ, ഒരു മെയിൽ ആൻഡ് ഗ്യാമീറ്റ്സും ഫീമെയിൽ ഗ്യാമീറ്റിൻ്റെ ആവശ്യം അവിടെ വരുന്നുള്ളൂ അല്ലേ. ഫ്യൂഷൻ നടക്കണം അല്ലേ, ഫ്യൂഷൻ നടക്കണമെങ്കിൽ എന്ത് വേണം, മെയിലും ഫീമെയിലും വരണം. റീപ്രൊഡക്റ്റീവ് പാർട്ടാണ് ആരെന്ന് പറയുന്നത്, ഫ്ലവർ എന്ന് പറയുന്നത്. അതിൽ മെയിൽ പാർട്ടിനെ എന്ത് പറയും നമ്മൾ, ആൻഡ്രീഷ്യം. മെയിൽ പാർട്ടിനെ ആൻഡ്രീഷ്യം എന്ന് പറയും. നമ്മൾ ബ്രയോഫൈറ്റിൽ എന്ത് പറഞ്ഞു, അതിനെ ആർക്കിഗോണിയോ എന്നും ആന്ത്രീഡിയോ എന്ന് പറഞ്ഞു. ഇവിടെ എന്താണ്, ആൻഡ്രീഷ്യമാണ്. എന്താണ്, മെയിലിൻ്റെ റീപ്രൊഡക്റ്റീവ് പാർട്ടിനെ ആൻഡ്രീഷ്യോ എന്നും ഫീമെയിലിൻ്റെ ഗൈനീഷ്യോ എന്നാണ് പറയുന്നത് കേട്ടോ. അതും കൂടെ ജസ്റ്റ് നല്ലപോലെ മനസ്സിലാക്കി വയ്ക്കുക. ആൻഡ്രോ ആണെന്നുള്ള രീതിയിൽ തന്നെ മെയിൽ എന്ന് പഠിക്കുക. ഗൈനീഷ്യം, ഗൈനൊക്കെ കാണിക്കുന്നത് ഫീമെയിലിനെ എന്ന് ആലോചിക്കുക, ഫീമെയിൽ ഗൈനീഷ്യം. ഓക്കെ, ഇത്രയാണ് അവിടെ നമുക്ക് നോക്കാനുള്ളത്. ഇതിൻ്റെ ബാക്കി നോക്കാം. ഓക്കെ, പ്ലാന്റ് റീപ്രൊഡക്ഷൻ, എങ്ങനെയാണ് റീപ്രൊഡക്ഷൻ നടക്കുന്നതെന്ന് ഇനി നോക്കാം. അപ്പോൾ റീപ്രൊഡക്ഷൻ നടക്കുന്ന നിങ്ങൾക്ക് അറിയാം, പ്ലാന്റ് റീപ്രൊഡക്ഷൻ എന്തൊക്കെയുണ്ട്, അസെക്ഷൽ വഴിയിലും ഉണ്ട്, സെക്ഷൽ വഴിയിലും ഉണ്ട് അല്ലേ. അസെക്ഷൽ വഴിയിലും ഉണ്ട്, സെക്ഷൽ വഴിയിലും ഉണ്ട്. അപ്പോൾ ആദ്യം അസെക്ഷൽ നമുക്ക് നോക്കാം. അസെക്ഷൽ എന്താണ്, റീപ്രൊഡക്ഷൻ വേർ ദ ഓഫ്സ്പ്രിംഗ് കംസ് ഫ്രം വൺ പാരന്റ് ഓൺലി. അവിടെ എന്തേ ഉള്ളൂ, ഒരു പാരന്റിന്റെ ആവശ്യമേ ഉള്ളൂ. ഒരു പാരന്റ് തന്നെ എന്ത് ചെയ്യും, റീപ്രൊഡ്യൂസ് ചെയ്യും. ഒരു പാരന്റിന്റെ ആവശ്യം ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇനി എന്താണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണെങ്കിൽ എന്താണ്, അവിടെ പാർട്ടിസിപ്പേഷൻ ഓഫ് 2 പാരന്റ്സ്, 2 പേരുണ്ടെങ്കിലല്ലേ അവിടെ സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കത്തുള്ളൂ. അപ്പോൾ അവിടെ 2 പേരുടെ ആവശ്യമുണ്ട്. അതാണ് ആരെന്നൊക്കെ പറയുന്നത്, നമ്മൾ നമ്മുടെ ആരായിരുന്നു, ആൻഡ്രീഷ്യവും ഗൈനീഷ്യവും അല്ലേ. ആൻഡ്രീഷ്യവും ഗൈനീഷ്യവും ഉള്ളത് കൊണ്ടാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത്. ഓക്കെ, സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത്. ഇനി അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഏതൊക്കെ വഴിയാണ് നടക്കുന്നത്, വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനും പാർത്തനോകാർപ്പിയും. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനും പാർത്തനോകാർപ്പിയും അങ്ങനെ നടക്കുന്ന ഒരുപാടുണ്ട് കേട്ടോ. അതായത് അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്ന ഒരുപാട് ഇതുണ്ട്. അതിലൊന്നാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വെജിറ്റേറ്റീവ് പാർട്സ്, പ്ലാന്റ്സിൻ്റെ വെജിറ്റേറ്റീവ് പാർട്സ് ഏതൊക്കെയാണ്, സ്റ്റെം, റൂട്ട് അല്ലെങ്കിൽ ലീവ്സ്, അതിൻ്റെ ബാക്കിയുള്ള പാർട്സ്, നോട്ട്സ്, ഇതെല്ലാം വെട്ടിയിട്ട് എന്ത് ചെയ്യും നമ്മൾ പുതിയൊരു പ്ലാന്റിനെ ഉണ്ടാക്കുക അല്ലേ. അതിൻ്റെ പകുതി ഭാഗമൊക്കെ കട്ട് ചെയ്തിട്ട് എവിടെയെങ്കിലും കൊണ്ട് നിങ്ങൾ ഈ റോസിൻ്റെയൊക്കെ കമ്പൊക്കെ വെട്ടി കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും കൊണ്ട് കുഴിച്ച് വെച്ചാൽ അത് പൊടിച്ച് വരല്ലേ. ഇപ്പം വേറൊരു ചെടിയിൽ നിന്ന് തുളസിയെ നമ്മൾ പിഴുതുകൊണ്ട് വന്ന് നട്ടാലും അതിൻ്റെ റൂട്ട് ഉണ്ടെങ്കിൽ അത് വളർന്നു വരില്ലേ. അതായത് വെജിറ്റേറ്റീവ് പാർട്സിനെ കൊണ്ട് വീണ്ടും റീപ്രൊഡ്യൂസ് ചെയ്യാൻ നോക്കി അത് സ്വന്തമായിട്ട് വളർന്നോളൂ. അവർക്ക് ആരുടെ ആവശ്യമില്ല, ഒരു സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ ആവശ്യം അവിടെ ഇല്ല. അവർ സ്വന്തമായിട്ട് തന്നെ വെജിറ്റേറ്റീവ് പാർട്സിൽ നിന്നുള്ള റീജനറേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. ബ്രയോഫില്ലം എന്ന് പറയുന്ന ഒരു ഫ്ലവറിങ് പ്ലാന്റ് ഉണ്ടാവുന്നത് ആ ഒരു മെത്തേഡിലാണ് കേട്ടോ. ബ്രയോഫില്ലം എന്ന് പറയുന്ന ഒരു ഫ്ലവറിങ് പ്ലാന്റ് ഉണ്ടാവുന്ന ആ ഒരു രീതിക്കാണ്. ഇനി എന്താണ്, പാർത്തനോകാർപ്പി, സീഡ്ലെസ് ഫ്രൂട്ട്. അത് മെയിനായിട്ട് നോക്കിക്കോണം. പാർത്തനോകാർപ്പി എന്ന് പറഞ്ഞാൽ അതൊരു ശരിക്കും പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ രീതിയിൽ ഉണ്ടാക്കി തുടങ്ങിയ ഒരു കാര്യമാണ്. പാർത്തനോകാർപ്പി എന്ന് പറഞ്ഞാൽ സീഡ്ലെസ് ഫ്രൂട്ടാണ്. ഫ്രൂട്ട് ഉണ്ട് അതിൽ, പക്ഷെ എന്തില്ല, സീഡ് ഇല്ലാതെ ഫ്രൂട്ട് ഉണ്ടായി.
മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ പറയും. ഇപ്പം നമ്മൾ പറയാറില്ലേ, ഇപ്പം നമ്മൾ തണ്ണിമത്തങ്ങയൊക്കെ വാങ്ങിക്കുമ്പോൾ കുരുവുള്ള തണ്ണിമത്തങ്ങയുണ്ട്, കുരു ഇല്ലാത്ത തണ്ണിമത്തങ്ങയില്ലേ. അതിൽ കുരു ഇല്ലാത്ത എന്തുകൊണ്ടാണ്? അതിൽ എന്താണ് പാർത്തനോ കാർപ്പി എന്ന് പറഞ്ഞ ഒരു കാര്യം ചെയ്തിട്ടാണ് അതിനെ എന്ത് ചെയ്തിരിക്കുന്നത്, ഉണ്ടാക്കിയിരിക്കുന്നത്. പാർത്തനോ കാർപ്പി ആർട്ടിഫിഷ്യലായിട്ടും ചെയ്യാൻ പറ്റും. അതുപോലെ ഈ കുരു ഇല്ലാത്ത മുന്തിരി, പച്ചമുന്തിരിയൊക്കെ കുരു ഇല്ലാത്ത മുന്തിരികൾ വരാറില്ലേ. അപ്പോൾ അതൊക്കെ എങ്ങനെ ഉണ്ടാക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ പാർത്തനോ കാർപ്പി എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സിങ് അവിടെ കൊടുക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു കാര്യം ഉണ്ടാകുന്നത്. സീഡ്ലെസ് ഫ്രൂട്ടാണ്. സീഡ്ലെസ് ഫ്രൂട്ട്, അതായത് വിർജിൻ ആയിട്ടുള്ള ഫ്രൂട്ടാണ് അവരെന്ന് നമുക്ക് പറയാം. വിർജിൻ ആയിട്ടുള്ള ഫ്രൂട്ടാണ് പാർത്തനോ കാർപ്പിയിൽ എടുക്കുന്നത്. ഓക്കെ, പാർത്തനോ കാർപ്പി എന്ന് വെച്ചാൽ സീഡ്ലെസ് ഫ്രൂട്ട്, അതുപോലെ തന്നെ വിർജിൻ ഫ്രൂട്ട് എന്നാണ് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ ഈ പാർത്തനോ കാർപ്പി ശരിക്കും ബനാനയിലും പറയാറുണ്ട്. ബനാനയിൽ അതിൻ്റെ കറുത്തത് ശരിക്കും പറഞ്ഞാൽ സീഡ് ആണോ എന്ന് ചോദിച്ചാൽ സീഡ് ആണെന്ന് പറയും. പക്ഷെ അല്ലാന്ന് ചോദിച്ചാൽ സീഡ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ സീഡും ഇല്ല. ആ ഒരു ലെവലാണ് ബനാന, നമ്മുടെ പഴത്തിലുള്ളത്. അത് കഴിഞ്ഞ് നമ്മൾ പറയുകയാണെങ്കിൽ പൈനാപ്പിളിൻ്റെ അകത്തും സീഡുണ്ടോ? സീഡൊന്നും ഇല്ല അല്ലേ, സീഡിൽ നിന്നല്ലാതെ ഉണ്ടാവുന്നത്. അതൊക്കെ എന്താണ് പാർത്തനോ കാർപ്പിക്ക് എക്സാമ്പിളായിട്ട്, നാച്ചുറൽ പാർത്തനോ കാർപ്പിക്ക് എക്സാമ്പിളായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം. പൈനാപ്പിളും ബനാനയും. ഓക്കെ, പൈനാപ്പിളും ബനാനയും നമുക്ക് ആ ഒരു രീതിക്ക് ചിന്തിക്കാം. ബനാന ഓക്കെ, പറഞ്ഞത് സീഡ്ലെസ് ഫ്രൂട്ടാണ്. അത് കഴിഞ്ഞ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എങ്ങനെയാണെന്ന് പറഞ്ഞു. വെജിറ്റേറ്റീവ് പാർട്സ് കൊണ്ട് നടുമ്പോൾ അതിൽ നിന്ന് എന്ത് ചെയ്യും, റീജനറേറ്റ് ചെയ്ത് വരുന്നതാണ്. ഇനി സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണെങ്കിൽ നമ്മൾ ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ എന്തായി മാറും? ഓവറിയാണ് എന്തായി മാറുന്നതാ, ഫ്രൂട്ടായിട്ട് മാറുന്നത്. ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് മെയിലും ഫീമെയിലും ഫ്യൂസ് ചെയ്ത് ഒരു കുഞ്ഞുണ്ടാവുന്ന സമയത്ത് എന്താണ്, അതായത് ഇവിടെ ഉണ്ടാവുന്നത് എങ്ങനെയാണ്, ഓവറിയാണ് എന്തായിട്ട് മാറുന്നത്, ഫ്രൂട്ടായിട്ട് മാറുന്നത്. ഓവറിയിൽ നിന്ന് ഫ്രൂട്ട് ഉണ്ടാവുന്നു, ഒവ്യൂളിൽ നിന്ന് എന്തുണ്ടാവുന്നു, സീഡ് ഉണ്ടാവുന്നു. ഈ എന്നുള്ളത് ഒവ്യൂളിൽ നിന്ന് എന്തുണ്ടാവുന്നു, സീഡ് ഉണ്ടാവുന്നു. ഓവറിയിൽ നിന്ന് എന്തുണ്ടാവുന്നു, ഫ്രൂട്ട്. ഓവറി ഫ്രൂട്ട്. ഓവറിയിൽ നിന്ന് ഫ്രൂട്ട് ഉണ്ടാവുന്നു. ഓവറിയിൽ നിന്ന് ഫ്രൂട്ടും ഒവ്യൂളിൽ നിന്ന് സീഡുമാണ് ഉണ്ടാവുന്നത് ഫെർട്ടിലൈസേഷൻ ചെയ്ത് കഴിയുമ്പോൾ. ഓക്കെ, ഇനി അടുത്ത അതിലെ ന്യൂട്രിറ്റീവ് ടിഷ്യൂവിനെ നമുക്ക് എന്ത് പറയാം, എൻഡോസ്പേം എന്ന് പറയാം. ന്യൂട്രിറ്റീവ് ടിഷ്യൂ, അതായത് ഇവരെ വളരാൻ അനുവദിക്കുന്ന ഒരു ന്യൂട്രീഷൻ കൊടുക്കണ്ടേ. അതായത് ഈ ഒരു ഉള്ളിൽ ആ സീഡിന് വളരെ വേണം, ഒരു ലെയർ ഉണ്ടാവില്ലേ. നമുക്ക് ഇപ്പം ഏതിലെടുത്തു കഴിഞ്ഞാൽ, കോക്കനട്ടിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള തേങ്ങാ വെള്ളം എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് ശരിക്കും പറഞ്ഞാൽ എൻഡോസ്പേം ആണ്. കാരണം എന്താ, അവർക്ക് വളരാനുള്ള ഒരു ന്യൂട്രിറ്റീവ് ടിഷ്യൂ കൊടുക്കുകയാണ് അവർ. അതുകൊണ്ടെങ്കിലേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, വളരാൻ പറ്റത്തുള്ളൂ. ആ ഒരു കാര്യമാണ് ഇതിൽ പറയുന്നത്, നമ്മൾ സെക്ഷൽ റീപ്രൊഡക്ഷനിൽ പറയുന്നത് കേട്ടോ. ഇനി അടുത്ത പാർട്സ് ഓഫ് എ ഫ്ലവർ, ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറഞ്ഞു പോവാം. പാർട്സ് ഓഫ് എ ഫ്ലവർ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, മെയിൽ പാർട്ടും ഉണ്ട് ഫീമെയിൽ പാർട്ടും ഉണ്ട്. അതായത് സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് നടക്കുന്നതെങ്കിൽ ഉള്ള കാര്യമാണ് പറയുന്നത്. ഇന്നലെ ഷോർട്സിൽ പറഞ്ഞു തന്നതാണ്. എന്താണ് ഐശ്വര്യ മിസ് പറഞ്ഞതാണ്, നമുക്ക് മെയിൽ എന്ന് വെച്ചാൽ ആ ഒരു ഫ്ലവർ, ഒരു ചെമ്പരത്തി എടുത്തൊക്കെ കാണിച്ചു തന്നെയാണ്. പണ്ട് മുതലേ നമ്മൾ പഠിക്കുന്ന കാര്യമാണ്. ചെമ്പരത്തി എടുത്തു വെച്ചാൽ അതിൻ്റെ ഈ പുറത്തുള്ള ഈ ഒരു ഇതുണ്ടല്ലോ, നമ്മുടെ ഇതളെന്നൊക്കെ പറയുന്നത്, അതിനെ നമ്മൾ പെറ്റൽ എന്ന് പറയും അല്ലേ, പെറ്റൽ പോളിനേഷൻ. ഓക്കെ, പെറ്റൽ നടക്കും, പെറ്റൽ എന്ന് പറയാം. പിന്നെന്താണ് നമ്മുടെ പോളൻ ട്യൂബ്സ് കണ്ടോ, ഈ ഒരു പാർട്ടിനെയാണ് നമ്മളിത്, ഈ ഒരു പാർട്ടിനെയാണ് ശരിക്കും പറഞ്ഞാൽ എന്തെന്ന് പറയുന്നത്, ഇത്രയും പാർട്ടിനെയാണ് നമുക്ക് എന്തെന്ന് പറയാൻ പറ്റുന്നത്, ഗൈനീഷ്യം എന്ന് പറയാൻ പറ്റുന്നത്. ഓക്കെ, ഗൈനീഷ്യം എന്ന് പറയാൻ പറ്റുന്നത് ഈ ഒരു നടുക്കത്തെ സെൻട്രൽ പാർട്ടിനെയാണ് നമുക്ക് ഗൈനീഷ്യം എന്ന് പറയാൻ പറ്റുന്നത്. അതിലെന്താണ് സ്റ്റിഗ്മ, സ്റ്റൈല്, പോളൻ ട്യൂബ്. സ്റ്റിഗ്മ എന്ന് പറയുന്നത് എന്താണ്, ഈ മുകളിൽ ഇരിക്കുന്നില്ലേ ഈ പാർട്ട്, ഏറ്റവും ടോപ്പ് മോസ്റ്റിൽ നിൽക്കുന്ന പൊസിഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്റ്റിഗ്മ എന്ന് പറയുന്നത്. ഇനി ഈ നടുക്ക് കാണുന്നില്ല ഇങ്ങനെ പോകുന്ന ആ പാർട്ടിനെ എന്തെന്ന് പറയുന്നത്, സ്റ്റൈൽ. അതിൻ്റെ ആ നടുക്കൂടെ പോകുന്ന ആ പാർട്ടിനെയാണ് സ്റ്റൈൽ എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ ഇടയിൽ തന്നെ എന്തുണ്ടായിരിക്കും, ഈ പോളൻസ് വന്ന് ഇവിടെയാണ് കണ്ടോ, ഇതാണ് മെയിൽ റീപ്രൊഡക്ഷൻ. നമ്മുടെ ചുറ്റും നിൽക്കുന്ന ഈ ഒരു പ്ലാന്റിൻ്റെ ബോഡി എടുത്തു കഴിഞ്ഞാൽ നടുക്ക് നിൽക്കുന്ന ആരാണ്, സെൻട്രലിൽ നിൽക്കുന്നത് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് യൂണിറ്റും, അതിൻ്റെ ചുറ്റും ഇങ്ങനെ കണ്ടോ ഇത്രയും നിൽക്കുന്നത് ആരാ ശരിക്കും പറഞ്ഞാൽ ഇത്രയും മെയിൽ റീപ്രൊഡക്റ്റീവ് യൂണിറ്റ് ആണ് എന്തുള്ളത് നമുക്ക് ചുറ്റും നിൽക്കുന്നത്, അതായത് പ്ലാന്റ്സിന് ചുറ്റും നിൽക്കുന്നത്. അപ്പോൾ പ്ലാന്റ്സിൽ ഏതൊക്കെയാണ് ഇതെന്ന് പറഞ്ഞാൽ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ, അതായത് നമ്മുടെ ആൻഡ്രീഷ്യത്തിൽ എന്തൊക്കെയാണ് ഉള്ളത്, ആന്തറും ഫിലമെന്റും. ഇതാണ് ആന്തർ. ഈ ഒരു സംഭവം എന്താണ്, ഫിലമെന്റ് അല്ലേ, ഫിലമെന്റ് ലൈക്ക് സ്ട്രക്ചർ. ഇങ്ങനെ നിൽക്കുന്നത് എന്താണ്, ഫിലമെന്റ്. ഈ മുകളിൽ നിൽക്കുന്ന ഈ സാധനത്തിനെയാണ് എന്തെന്ന് പറയുന്നത്, നമ്മൾ ആന്തർ എന്ന് പറയുന്നത്. ഇതാണ് എന്തെന്ന് പറയുന്നത്, ആന്തർ എന്ന് പറയുന്നത്. ആന്തർ. ഈ ആന്തറിനകത്താണ് എന്തുള്ളത്, പോളൻ ഗ്രെയിൻസ് ഉള്ളത് കേട്ടോ. അതിൻ്റെ അകത്താണ് പോളൻ ഗ്രെയിൻസ് ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, ആന്തറിനകത്താണ് പോളൻ ഗ്രെയിൻസ് ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ ആന്തറിനെയും ഫിലമെന്റിനെയും കൂടെ ചേർത്ത് വിളിക്കുന്നതാണ് സ്റ്റേമൻ. ഈ ഒരു സാധനത്തിനെ മൊത്തത്തിനെ നമുക്ക് എന്തെന്ന് പറയാം, സ്റ്റേമൻ എന്ന് പറയാം. ഇത്രയും പാർട്സിനെ ചേർത്തിട്ട് നമ്മൾ പറയുന്ന റീപ്രൊഡക്ഷൻ, ആ ഒരു റീപ്രൊഡക്റ്റീവ് പാർട്ടിനെ അല്ലെങ്കിൽ ഗ്യാമീറ്റിനെയാണ് എന്തെന്ന് പറയുന്നത്, ആൻഡ്രീഷ്യം എന്ന് പറയുന്നത്. മെയിൽ റീപ്രൊഡക്റ്റീവ് ഗ്യാമീറ്റിനെ നമുക്ക് ആൻഡ്രീഷ്യം എന്ന് പറയാം. അതേസമയം അതിൻ്റെ റീപ്രൊഡക്ഷൻ യൂണിറ്റ് ആണ് ഏതെന്ന് പറയുന്നത്, സ്റ്റേമൻ.
മെയിലിൻ്റെ റീപ്രൊഡക്റ്റീവ് യൂണിറ്റ് ഏതാണ്? സ്റ്റേമൻ എന്നും ഫീമെയിലിൻ്റെ റീപ്രൊഡക്റ്റീവ് യൂണിറ്റിനെ എന്തെന്ന് പറയാം? കാർപ്പൽ എന്നും പറയാം. കാർപ്പൽ എന്ന് പറയാം. ഗ്യാമീറ്റ് ആണ് എന്തെന്ന് പറയുന്നത്? ഗൈനീഷ്യം. ഗൈനീഷ്യം എന്ന് പറയുന്നത് ഗ്യാമീറ്റ് ആണ്. അത് കഴിഞ്ഞ് കാർപ്പൽ എന്ന് പറഞ്ഞാലാണ് ഇതിൻ്റെ റീപ്രൊഡക്റ്റീവ് യൂണിറ്റ് എന്ന് പറയുന്നത്. കാർപ്പൽ അല്ലെങ്കിൽ എന്തും പറയാം നമുക്ക്? പിസ്റ്റിൽ എന്നും പറയാം കേട്ടോ. കാർപ്പിൽ അല്ലെങ്കിൽ പിസ്റ്റിൽ. കാർപ്പൽ അല്ലെങ്കിൽ പിസ്റ്റിലാണ് ഫീമെയിലിൻ്റെതും. കാർപ്പൽ പിസ്റ്റിൽ. കാർപ്പൽ പിസ്റ്റിൽ അല്ലെങ്കിൽ എന്താണ്? നമ്മുടെ ഇവിടെ മെയിലിനാണെങ്കിൽ സ്റ്റാമെൻ. മെൻ കണ്ടോ? മെന്നിനുള്ളതാണ് സ്റ്റാമെൻ. അത് മറ്റത് കാർപ്പലും പിസ്റ്റിലും ഫീമെയിലിനുള്ളതാണ്. അതിൻ്റെ പാർട്ടുകളാണ് ഈ പറഞ്ഞത്. ഈ ഒരു പോളൻ ഗ്രെയിൻസ്, ഇതിനകത്തുണ്ടായിരുന്ന പോളൻ ഗ്രെയിൻസ് എന്ത് ചെയ്യും? പറന്ന് കാറ്റിലൂടെയോ നമുക്ക് എങ്ങനെ വേണമെങ്കിലും വരാം അല്ലേ? പോളിനേഷൻ നടക്കണം. പോളിനേഷൻ നടന്നാലേ എന്തുണ്ടാവുകയുള്ളൂ? സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുകയുള്ളൂ. പോളിനേഷൻ നടക്കാനുള്ള എന്തുണ്ട്? ഏജൻസുകളുണ്ട് അല്ലേ? അനിമോഫിലി എന്ന് പറഞ്ഞാൽ വിൻഡ് വഴി നടക്കും. ഹൈഡ്രോഫിലി എന്ന് പറഞ്ഞാൽ വെള്ളം വഴി നടക്കും. എൻഡമോഫിലി എന്ന് പറഞ്ഞാൽ ഇൻസെക്റ്റ് വഴി നടക്കും. അങ്ങനെ ഏത് വഴി വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു പോളിനേഷനെ പോളൻ ഗ്രെയിൻസിനെ ട്രാൻസ്ഫർ ചെയ്ത് എത്തിക്കണം. എവിടെ എത്തിക്കണം? ഇതിൻ്റെ അകത്തോട്ട് എത്തിക്കണം. ഇത്രയും ഇവിടെ നിൽക്കണമെങ്കിലും ഇവരെന്ത് ചെയ്യണം? പറന്നെങ്കിലും കാറ്റ് വഴിയെങ്കിലും പറന്ന് ഈ പോളൻ ഗ്രെയിൻസ് എന്ത് ചെയ്യണം? ഇതിനകത്തുണ്ടായിരുന്ന പോളൻ ഗ്രെയിൻസ് നമ്മുടെ ഈ സ്റ്റൈൽ വഴി സിഗ്മയെ കൂടെ കയറി സ്റ്റൈൽ വഴി എവിടെ ഇറങ്ങണം? ഈ പോളൻ ട്യൂബ് വഴി ഇതിൻ്റെ അകത്ത് ഇറങ്ങിയാൽ മാത്രമേ എന്തെത്തുള്ളൂ? എവിടെ പോയി എത്തുള്ളൂ? ഈ ഒരു ഓവറി പാർട്ടിൽ എത്തുള്ളൂ അല്ലേ? ഓവറിയിലെത്തി അത് ഒവ്യൂൾ പാർട്ടിലേക്ക് എത്തിയാൽ മാത്രമേ, നടുക്ക് എത്തിയാൽ മാത്രമേ എന്ത് നടക്കത്തുള്ളൂ? ആ ഒരു റീപ്രൊഡക്ഷൻ നടക്കത്തുള്ളൂ അല്ലേ? റീപ്രൊഡക്ഷൻ നടന്നാലല്ലേ പുതിയ ഒരു ഫ്ലവറിങ് യൂണിറ്റ് ഉണ്ടാകത്തുള്ളൂ. ആ ഒരു കാര്യമാണ് നമ്മൾ പറയുന്നത് കേട്ടോ. ആ ഒരു കാര്യമാണ് പറയുന്നത്. ഇതൊക്കെ സ്റ്റെമ്മിൻ്റെ പാർട്ടാണ്. സെപ്പൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു താഴത്തെ ആ ഒരു സെപ്പൽ പാർട്ട് അറിയാമല്ലോ. ചെമ്പരത്തിയുടെ മൂട് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ താഴെയാണ് സെപ്പൽ പാർട്ട് ഇരിക്കുന്നത്. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. മെയിനായിട്ട് അറിയുക, ഇതാണ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്സുകൾ. സ്റ്റിഗ്മ എന്ന് പറഞ്ഞാൽ ടോപ്പ് ലെയർ, നടുക്ക് ആ ഒരു ഫിലമെൻറ്റ് സ്ട്രക്ചറിനെയാണ് നമ്മൾ സ്റ്റൈൽ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് വന്ന് നിൽക്കുന്ന താഴത്തെ ആ ഒരു യൂണിറ്റിനെയാണ് ഓവറി എന്ന് പറയുന്നത്. ഓവറിക്കകത്താണ് എന്തിരിക്കുന്നത്? ഒവ്യൂൾ ഇരിക്കുന്നത്. ഓവറിക്കകത്ത് ഒവ്യൂളാണ് ഇരിക്കുന്നത്. ഓവറിയാണ് എന്തായി മാറുന്നത്? ഫ്രൂട്ടായിട്ട് മാറുന്നത്. ഒവ്യൂളാണ് സീഡായിട്ട് മാറുന്നത്. ഇത്രയും കാര്യം ബേസ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കുക. മെയിലിൻ്റെത് സ്റ്റാമെൻ എന്നാണ് പറയുന്നത്. ഇത് കാർപ്പൽ അല്ലെങ്കിൽ പിസ്റ്റിൽ. ഇത് നന്നായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, നന്നായിട്ട് മനസ്സിലാക്കുക. ഇനി പ്ലാന്റ് ഹോർമോൺസ് ഏകദേശം തീർക്കാൻ ടൈമായി. അപ്പോൾ എന്താണ് പ്ലാന്റ് ഹോർമോൺസ് നോക്കാം നമുക്ക്. പ്ലാന്റ് ഹോർമോൺസ്, അതായത് ഈ ഒരു പ്ലാന്റ്സിനെ ഇങ്ങനെ വളർത്തി അങ്ങ് വിട്ടാൽ മതിയോ നമുക്ക്? ഇവർക്ക് എന്നെ എന്ത് ചെയ്യണം? ഒരു കൺട്രോൾ ഉണ്ടാവണ്ടേ? അല്ലെങ്കിൽ ഇത് ഇഷ്ടം പോലെ എങ്ങനെ വേണോ അത്. ഇപ്പോൾ നമുക്കാണെങ്കിൽ എന്തുണ്ട്? ഏജ് എന്ന് പറഞ്ഞൊരു ഫാക്ടറുണ്ട്. ഏജ് എന്നൊരു ഫാക്ടർ. ഇപ്പോൾ ഒരു 100 വയസ്സൊക്കെ അല്ലേ, അത്രയും വയസ്സ് വരെ ജീവിച്ചില്ലെങ്കിൽ ഒരു 70 വയസ്സെങ്കിലും ആകുമ്പോൾ തട്ടിപ്പോയി കഴിഞ്ഞാലും ഓക്കെ ആണല്ലേ. അപ്പോൾ അങ്ങനെ നമുക്കൊരു ഏജ് ഫിക്സേഷൻ ഉണ്ട്. ഇത്ര വയസ്സ് വരെ ചിലപ്പോൾ ജീവിക്കുമായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ കിടന്ന് അങ്ങനെ കിടക്കുമായിരിക്കും. അങ്ങനെ ഒരു ഇതുണ്ട്. പക്ഷേ പ്ലാന്റ്സിന് അങ്ങനെ ഉണ്ടോ? ഇല്ല. അതിനെന്താണ്? ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കും. ഒരു കൺട്രോൾ ഇല്ലെങ്കിൽ ഇതിങ്ങനെ കണ്ടിന്യൂസ്ലി ഡെവലപ്പിംഗ് ആണ്. അതിന് എത്ര വേണോ പൊക്കത്തിൽ വളരാം, എത്ര വേണോ വീർപ്പത്തിൽ വളരാം. അതിന് കിട്ടുന്ന ആർക്ക് ന്യൂട്രീഷണൽ കണ്ടന്റ് അനുസരിച്ച് അത് എങ്ങനെ വേണോ വളരാം. അപ്പോൾ അതാണ് പറയുന്നത് പ്ലാന്റ് ഹോർമോൺസിൽ എന്ന് പറഞ്ഞാൽ പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഈ പ്ലാന്റിൻ്റെ അകത്ത് തന്നെ എന്ത് കൊടുത്തിട്ടുണ്ട്? റെഗുലേറ്റേഴ്സിനെ നിർത്തിയിട്ടുണ്ട്. അതായത് പ്ലാന്റ് ഇത്രയും ഉയരത്തിൽ വളരരുത്, അല്ലെങ്കിൽ പ്ലാന്റിന് ഇത്രയും എന്ത് കൊടുക്കത്തില്ല, ഒരുപാട് ഫ്ലവറിങ് യൂണിറ്റ്സ് ഉണ്ടാകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഇതിനെ കൺട്രോൾ ചെയ്ത് നിർത്താൻ പ്ലാന്റിൽ തന്നെ ആൾക്കാരെ നിർത്തിയിട്ടുണ്ട്. അതിലൊന്നാണ് പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റർ. ഗ്രോത്തിനെ റെഗുലേറ്റ് ചെയ്യുന്നവരും ഉണ്ട്, പ്ലാന്റ് ഗ്രോത്തിനെ ഇൻഹിബിറ്റേഴ്സ് കൂട്ടുന്ന ആൾക്കാരും ഉണ്ട്. ഇൻഹിബിറ്റേഴ്സ് ഇൻഹിബിഷൻ കൊടുക്കുന്ന ആൾക്കാർ, അതായത് പ്ലാന്റിൻ്റെ ഈ സൈഡ് കൊടുക്കാൻ, അതായത് കൂട്ടാൻ വേണ്ടി നിൽക്കുന്നവരും ഉണ്ട്, കുറയ്ക്കാൻ വേണ്ടി നിൽക്കുന്നവരും ഉണ്ട്. ഓക്കെ, പ്ലാന്റിൻ്റെ ഗ്രോത്ത് രണ്ടും ഓക്കെ. റെഗുലേറ്റേഴ്സ് ഇൻഹിബിറ്റേഴ്സ് എന്ന് വെച്ചാൽ കൂട്ടാനും കുറയ്ക്കാനും നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, ഇനി അടുത്ത് ഓക്സിൻ എന്ന് പറഞ്ഞാൽ ഗ്രോത്തിൻ്റെ ഒരുപാട് ഇതെന്ത് ചെയ്തില്ല, ഒരു ഗ്രോത്ത് ഹോർമോണാണ്. ഇവർ രണ്ട് ഇത്ര പേര് എന്താണ്? ഓക്സിനും ഗിബറലിനും എന്തെന്നാണ് അറിയപ്പെടുന്നത്? ഗ്രോത്ത് ഹോർമോൺ എന്നാണ് അറിയപ്പെടുന്നത്. അതായത് ഇതിൻ്റെ വളർച്ചയെ സഹായിക്കാൻ വേണ്ടി. ഇത്ര ഉയരത്തിൽ പോയി കഴിഞ്ഞാൽ അതിന് എന്ത് കിട്ടത്തില്ലടാ, അതിന് ആവശ്യത്തിനുള്ള ഫുഡ് കിട്ടത്തില്ല. അപ്പോൾ അവിടെ എന്ത് ചെയ്യും? പട്ടുപോകും. അതിനേക്കാളും നല്ലത് ഇത്ര വളർന്നു കഴിഞ്ഞാൽ ഈ ഫുഡ് എത്തുന്ന രീതിക്ക് എല്ലായിടത്തും എത്തിക്കഴിഞ്ഞാൽ അവർക്ക് നിർത്താം. ആ ഒരു രീതിക്കാണ് ആ ഒരു ഇത് പറയുന്നത് കേട്ടോ. അതായത് ഇത്ര വളർച്ച ഉണ്ടായിക്കഴിഞ്ഞാൽ എല്ലായിടത്തും ഫുഡും എത്തും, വാട്ടറും എത്തും. അപ്പോൾ അവന് ഒരുപാട് നാൾ സർവൈവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഹോർമോൺസ് ആണ് ഓക്സിനും ഗിബറലിനും. എന്താണ്? ഗ്രോത്ത് ഹോർമോൺ എന്നാണ് അറിയപ്പെടുന്നത്. ഗ്രോത്തിന് വേണ്ടിയുള്ള ഹോർമോൺ. അതിൻ്റെ സ്റ്റെമ്മിൻ്റെ ഇലോങ്ങേഷൻ, റൂട്ടിൻ്റെ വളർച്ച, അതുപോലെ തന്നെ സീഡിൻ്റെ വളർച്ച, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ അതിൻ്റെ എക്സ്റ്റേണൽ ഫീച്ചേഴ്സിന് വേണ്ടി നിൽക്കുന്നവരാണ് ആരൊക്കെ? ഈ ഓക്സിനും ഗിബറലിനും. ഇനി സൈറ്റോകൈനിൻ എന്ന് പറഞ്ഞ സാധനമുണ്ട്. സൈറ്റോകൈനിൻ എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും പറഞ്ഞാൽ? സൈറ്റോകൈനിൻ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഓക്കെ, സൈറ്റോകൈൻ എന്ന് പറഞ്ഞാൽ സെൽ ഡിവിഷന് വേണ്ടി, സെല്ലിൻ്റെ കാര്യത്തിന് വേണ്ടി നിൽക്കുന്നവരാണ് കേട്ടോ. സെല്ലിൻ്റെ
അതായത് ഉള്ളിലുള്ള കാര്യം. സൈറ്റോ എന്ന് പറഞ്ഞ മീനിങ് തന്നെ സൈറ്റോകൈനസിസ് അല്ലെങ്കിൽ സൈറ്റോളജി, സെല്ലിന്റെ സ്റ്റഡി, സെല്ലിന്റെ ഉള്ളിലത്തെ സ്റ്റഡിയെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ സൈറ്റോകൈനിനാണ് എന്തെന്ന് പറയുന്നത്, പ്ലാന്റിന്റെ ഗ്രോത്തിനെ എന്ത് ചെയ്യുക, റെഗുലേറ്റ് കൂട്ടാനും ആവാം കുറയ്ക്കാനും ആവാം, എന്ത് വേണോ ആവാം കേട്ടോ അത്. അപ്പോൾ എന്താണ് അത്, സെൽ ഡിവിഷന് വേണ്ടി, സെൽ ഡിവിഷൻ ഒരുപാട് സെല്ല് ഡിവൈഡ് ആയി അല്ലെങ്കിൽ ഉള്ളിൽ നടക്കുന്ന പ്രോസസ്സുകൾ അറിയാൻ വേണ്ടി, സീഡിന്റെ കാര്യങ്ങൾ, സെല്ലിന്റെ കാര്യങ്ങൾ, അതിന്റെ എല്ലാ കാര്യങ്ങളും അറിയാൻ വേണ്ടി, ഉള്ളിലത്തെ ഇന്റേണൽ ഫീച്ചേഴ്സിനെ അറിയാൻ വേണ്ടി നിർത്തിക്കുന്നതാണ് സൈറ്റോകൈനിൻ, അതിന്റെ ഉള്ളിലെ ഫീച്ചേഴ്സ് അറിയാം. ഇനി ഇത് പറഞ്ഞ അബ്സിസിക് ആസിഡ്, ABA ആസിഡ്, ഇത് ശരിക്കും പറഞ്ഞാൽ അബ്സിസിക് ആസിഡ് ABA ഇൻഹിബിറ്റർ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇതിനെ തടയുന്നവരാണ് കേട്ടോ, തടയുന്നവരാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് സ്ട്രെസ് ഹോർമോൺ എന്നാണ് അറിയപ്പെടുന്നത്. സ്ട്രെസ് ഹോർമോണാണ്. അതായത് ഭയങ്കരമായിട്ട് പ്ലാന്റ്സിനെ സ്ട്രെസ് ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്. സ്ട്രെസ് ചെയ്യിക്കുക എന്ന് പറഞ്ഞാൽ അതിനെ വളരാൻ അനുവദിക്കാതെ, അതിനെ ഒരിടത്തും അതിൻ്റെ സ്റ്റെമ്മിന് ഇലോങ്ങേഷൻ കൊടുക്കൂല, അതിനെ ഫ്ലവർ ചെയ്യാൻ സമ്മതിക്കൂല, അതിന് സീഡ് ജെർമിനേറ്റ് ചെയ്യാൻ സമ്മതിക്കത്തില്ല, അതിന് എല്ലായിടത്തും പോകാനും. സ്ട്രെസ് ചെയ്യുമ്പോൾ എപ്പോഴാണ് നമ്മൾ സ്ട്രെസ് ചെയ്യണം, നമ്മൾ എന്തിനെങ്കിലും തടയുമ്പോൾ നമുക്ക് എപ്പോഴും എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് തോന്നുന്നത് എപ്പോഴായിരിക്കും, സ്ട്രെസ്ഡ് ആവുന്നത് എപ്പോഴായിരിക്കും, നമ്മൾ ആരെങ്കിലും ഇങ്ങനെ പ്രിവെൻറ്റ് ചെയ്ത് നിർത്തിക്കുമ്പോൾ. അതുപോലെയാണ് ശരിക്കും പറഞ്ഞാൽ അബ്സിസിക് ആസിഡ് ഭയങ്കരമായിട്ട് ഇൻഹിബിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്, ഭയങ്കരമായിട്ടും തടയുകയാണ്, നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്ന് വെച്ചാൽ അതിന് വല്ലാണ്ട് അങ്ങ് മാനസികമായിട്ട് സമ്മർദ്ദം കൊടുക്കുക എന്നൊക്കെ നമ്മൾ പറയത്തില്ല. ആ ഒരു കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ ആര് ചെയ്യുന്നത്, അബ്സിസിക് ആസിഡ് അല്ലെങ്കിൽ ABA ആസിഡ് എന്നാണ് പറയുന്നത്. ABA ആസിഡ് എന്ത് ചെയ്യും, അതിന് ഇപ്പം ഫ്രൂട്ട് വളരണമെന്ന് തോന്നും, പക്ഷെ ആര് സമ്മതിക്കത്തില്ല, അബ്സിസിക് ആസിഡ് സമ്മതിക്കത്തില്ല. അല്ലെങ്കിൽ അതിന് സ്റ്റെം വളരണമെന്ന് തോന്നി, അല്ലെങ്കിൽ ബ്രാഞ്ചസ് ഇത്ര ആവണമെന്ന് തോന്നും, പക്ഷെ അതിനൊന്നും ആര് സമ്മതിക്കില്ല, അബ്സിസിക് ആസിഡ് സമ്മതിക്കില്ല. അപ്പം അങ്ങനെ ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്യാൻ നിർത്തിയിരിക്കുന്നതാണ് അബ്സിസിക് ആസിഡ്. ഇനി എത്തിലിൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ ഫ്രൂട്ടിങ്ങിന് വേണ്ടി നിർത്തിയിരിക്കുന്നതാണ്. അതായത് ഫ്രൂട്ട് ഒരുപാട് വളരാൻ വേണ്ടി, ഒരുപാട് ഫ്ലവറിങ് ചെയ്യാൻ വേണ്ടിയായിട്ട് നിർത്തിയിരിക്കുന്നതാണ് ആരെന്ന് പറയുന്നത്, എത്തിലിൻ എന്ന് പറയുന്നത് കേട്ടോ. എത്തിലിൻ നിങ്ങൾ ഈ ഒരു ഗ്രോത്ത് ഇൻഹിബിറ്റർ റെഗുലേറ്റർ നോക്കണ്ട. അത് ശരിക്കും പറഞ്ഞാൽ ഒരു കണക്കിന് പോസിറ്റീവ് സെൻസിലും എടുക്കാറുണ്ട്, നെഗറ്റീവ് സെൻസിലും എടുക്കാറുണ്ട്. ഒരു വലിയ പ്ലാന്റ്സിനൊക്കെ ആണെങ്കിൽ അതൊരു പോസിറ്റീവ് സെൻസിൽ തന്നെ എടുക്കാം, ചെറിയ പ്ലാന്റ് ആണെങ്കിൽ മാത്രമേ അവിടെ നെഗറ്റീവ് സെൻസ് വരുന്നുള്ളൂ. എന്തായാലും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഈ പോയിന്റ്സ് ഇത് ആലോചിച്ചാൽ മതി. ഓക്സിൻ ഉണ്ട്, ഗിബെറലിൻ ഉണ്ട്, സൈറ്റോകൈനിൻ ഉണ്ട്. സൈറ്റോ എന്ന് പറഞ്ഞാൽ സെല്ലിന്റെ കാര്യം, ഓക്സിനും ഗിബെറലിനെയും ഗ്രോത്ത് ഹോർമോൺ എന്നാണ് അറിയപ്പെടുന്നത്, അബ്സിസിക് ആസിഡിനെ സ്ട്രെസ് ഹോർമോൺ എന്നാണ് അറിയപ്പെടുന്നത്, എത്തിലിനെ ഫ്രൂട്ടിങ് ഏജന്റ് ആയിട്ടാണ്, ഫ്രൂട്ട് വളരാനുള്ള ശേഷി കൊടുക്കുക. റൈപ്പണിങ് എന്നൊക്കെ പറയില്ലേ, റൈപ്പണിങ് ഓഫ് ഫ്രൂട്ടിന് മധുരം വയ്ക്കാൻ, റൈപ്പൺ ചെയ്യാനൊക്കെ സഹായിക്കുന്ന ആളാണ് എത്തിലിൻ. ഇനി ഇത് കൂടാതെ നിങ്ങൾ അറിയേണ്ട രണ്ട് കാര്യം കൂടെ, ഫ്ലോറീജൻ. മറ്റേതെന്താ, എത്തിലിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രൂട്ട് വളരാൻ സഹായിക്കുന്ന, ഫ്ലോറീജൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഫ്ലവറിനെ സഹായിക്കുന്നത്, ഫ്ലവറിങ് പ്ലാന്റ് ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ് ഫ്ലോറീജൻ എന്ന് പറഞ്ഞാൽ കേട്ടോ. ഫ്ലോറോ എന്ന് പറഞ്ഞാൽ, ഫ്ലോറ എന്ന് പറഞ്ഞാൽ ഫ്ലവറിങ് എന്നുള്ള അർത്ഥത്തിൽ തന്നെ എടുക്കുക. പിന്നെ പറഞ്ഞാൽ ട്രൗമറ്റിൻ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി, ഇൻഫെക്ഷൻ എഗെയിൻസ്റ്റ് ആക്ട് ചെയ്യാൻ വേണ്ടിയായിട്ട് നിൽക്കുന്നതാണ് ട്രൗമറ്റിൻ. എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ നമ്മുടെ പ്ലാന്റ് ബോഡിക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ തടയാൻ വേണ്ടിയാണ് ആര് നിൽക്കുന്നത്, ട്രൗമറ്റിൻ നിൽക്കുന്നത് കേട്ടോ. ട്രൗമറ്റിൻ അതിന് വേണ്ടിയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യം മാത്രം ജസ്റ്റ് ഒന്ന് ഓടിച്ച് നിങ്ങളൊന്ന് നോക്കിക്കൊള്ളുക. ഓക്കെ, ട്രൗമറ്റിനും ഫ്ലോറീജൻ, ഫ്ലോറിജൻ ഫ്ലവറിങ് പ്ലാന്റിന് വേണ്ടിയും ഫ്ലവർ ചെയ്യാൻ വേണ്ടിയും, ട്രൗമറ്റിൻ എന്തെങ്കിലും ഇൻഫെക്ഷനോ ഡിസീസസോ ഉണ്ടെങ്കിൽ അത് ബാക്കിയുള്ള മറ്റു പാർട്സിലേക്ക് സ്പ്രെഡ് ആവാണ്ട് അതിനെ പിടിച്ചു നിർത്താൻ വേണ്ടിയാണ് ട്രൗമറ്റിൻ യൂസ് ചെയ്യുന്നത് കേട്ടോ, അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി. ഇനി അടുത്ത ടൈപ്സ് ഓഫ് പ്ലാന്റ് ടിഷ്യൂ ആണ്, ഇതും കൂടെ ഉള്ളൂ, പെട്ടെന്ന് തീർക്കാൻ നമുക്ക് കുറച്ച് നേരം കൂടെ. ഓക്കെ, ടൈപ്സ് ഓഫ് പ്ലാന്റ് ടിഷ്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്, പ്ലാന്റ് ടിഷ്യൂസ് പെർമനന്റ് ടിഷ്യൂസും ഉണ്ട്, എന്തുകൊണ്ട്, മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ഉണ്ട്. പെർമനന്റ് ടിഷ്യൂ എന്ന് പറഞ്ഞാൽ പെർമനന്റ് ആയിട്ട് നമ്മുടെ ഇപ്പോൾ ഒരു പ്ലാന്റ് എടുക്കുകയാണെങ്കിൽ ആ ഒരു പ്ലാന്റിന്റെ കൂടെ ജീവിതകാലം മൊത്തം ഉണ്ടാകുന്ന ഒരു ടിഷ്യൂവിനെയാണ് നമ്മൾ പെർമനന്റ് ടിഷ്യൂ ആയിട്ട് പറയുന്നത്. അതേസമയം മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ എന്ന് പറഞ്ഞാൽ പകുതി വഴിക്ക് വെച്ച് എന്ത് ചെയ്യുക, അത് ചേഞ്ച് ആവും. ശരിക്കും പറഞ്ഞാൽ ഈ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ എന്ത് ചെയ്യുന്നു, കൺവേർട്ട് ആവുന്നതാണ് ശരിക്കും പറഞ്ഞാൽ പെർമനന്റ് ടിഷ്യൂ അറ്റ് ദ ഏജ് ഓഫ് മെച്യൂരിറ്റി. ഇതെന്താണ്, യങ് ടിഷ്യൂ ആണ്, യങ്ങസ്റ്റ് ആണ്. ഈ ബേബി ആയിരിക്കുമ്പോൾ അതെന്തായിരിക്കും, മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ആയിരിക്കും. അത് അതിൻ്റെ അഡൾട്ട് സ്റ്റേജിലേക്ക് പ്രോസസ്സ് ആയിക്കൊണ്ടിരിക്കും തോറും അതെന്തായി മാറും, മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ എന്തായിട്ട് കൺവേർട്ട് ആവും, പെർമനന്റ് ടിഷ്യൂ ആയിട്ട് കൺവേർട്ട് ആവുകയാണ് ചെയ്യുന്നത്. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്, ഈ ശരിക്കും പറഞ്ഞാൽ കട്ട് ചെയ്തൊക്കെ കളഞ്ഞു കഴിഞ്ഞാൽ, അതായത് എപ്പോഴും ഇങ്ങനെ എന്ത് ചെയ്യുന്നു, റീജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ എന്ന് പറഞ്ഞാൽ. റീജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതായത് വെട്ടിക്കളഞ്ഞാലും വീണ്ടും പൊടിക്കാൻ അതിന് കഴിവ് കൊടുക്കുന്നത് ആരാണ്, ശരിക്കും പറഞ്ഞാൽ ഈ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ആണ്. അതിനെ വീണ്ടും വളരാൻ വേണ്ടി സഹായിക്കുന്നത് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ആണ്. ഇത് എന്ത് ചെയ്യുന്നു, കണ്ടിന്യൂസ്ലി റാപ്പിഡ്ലി നമ്മുടെ സെല്ല്
ഈ ഒരു സെൽ ഡിവിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ സെൽ ഡിവിഷൻ എന്താണ് റാപ്പിഡ്ലി നടന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ എപ്പോഴും നമ്മുടെ എന്ത് ചെയ്യുന്നത് കാണും. പ്ലാന്റ് ബോഡി എടുത്തു കഴിഞ്ഞാൽ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ എപ്പോഴും കാണുമെന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത് കേട്ടോ. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ എപ്പോഴും കാണും. അതിൽ നമുക്ക് നോക്കാം. മെരിസ്റ്റമാറ്റിക് അപ്പിക്കൽ മെരിസ്റ്റം, ഇന്റർകാലറി മെരിസ്റ്റം, ലാറ്ററൽ മെരിസ്റ്റം. എപ്പിക്കൽ മെരിസ്റ്റം, ഇന്റർകാലറി മെരിസ്റ്റം, ലാറ്ററൽ മെരിസ്റ്റം. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഫിഗർ വരച്ച് കഴിഞ്ഞാൽ പ്ലാന്റിൻ്റെ ഒരു ബോഡിയുടെ ഇത് വരച്ച് കഴിഞ്ഞാൽ ഈ ഒരു എപ്പിക്കൽ മെരിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എപ്പിക്കൽ എന്ന് പറഞ്ഞാൽ എന്താ, എപ്പിക്കൽ മുകളിലോട്ട് വളരുക, ഹയസ്റ്റ് ഹൈറാർക്കി. ഇതിന് ഇങ്ങനെ എലോങ്ങേഷൻ, സ്റ്റെം എലോങ്ങേഷന് വേണ്ടി സഹായിക്കുന്നതാണ്. നമ്മൾ ഇവിടെ ഒരു കട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്യും, ഇവിടെ നിന്ന് അത് എന്ത് ചെയ്യും, അടുത്ത് പൊടിച്ചു വരും. അതായത് ഈ സെല്ല് ഇങ്ങനെ ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കും തോറും ഇതെന്ത് ചെയ്യും, വളർച്ച കൂടിക്കൊണ്ടിരിക്കും. കട്ട് ചെയ്ത് കൊടുത്താലും ഇത് വീണ്ടും എന്ത് ചെയ്യും, റീഫോക്കസ് ചെയ്ത് വളർന്നുകൊണ്ടിരിക്കും. അതിന് വേണ്ടിയാണ് എപ്പിക്കൽ മെരിസ്റ്റം, സ്റ്റെമ്മിൻ്റെ ഇലോങ്ങേഷൻ, അതായത് ഇലോങ്ങേഷന് വേണ്ടി സഹായിക്കുന്നത്. ഇലോങ്ങേഷൻ എന്തെങ്കിലും ഒന്ന് വളരാൻ വേണ്ടി, പൊക്കം വയ്ക്കാൻ വേണ്ടി, ലെങ്തൻ ചെയ്യാൻ വേണ്ടിയാണ് ആരും ഉപയോഗിക്കുന്നത്, ലെങ്തൻ ചെയ്യാൻ വേണ്ടി എപ്പിക്കൽ മെരിസ്റ്റത്തിനെയാണ് ഉപയോഗിക്കുന്നത്. എപ്പിക്കൽ മെരിസ്റ്റം എന്ന് പറഞ്ഞാൽ ലെങ്തൻ ചെയ്യാൻ വേണ്ടിയുള്ള മെരിസ്റ്റമാണ്. വെട്ടിക്കളഞ്ഞാൽ എപ്പിക്കൽ മെരിസ്റ്റത്തിനെ വെട്ടിയാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, അത് പൊങ്ങി വളരത്തുള്ളൂ വീണ്ടും. ഇനി ഇന്റർ കാലറി മെരിസ്റ്റം ഉണ്ട്. ഇന്റർ കാലറി എന്ന് പറഞ്ഞത് ഈ ഒരു സ്പേസ് ഉണ്ട്. ഇന്റർ കാലറി മെരിസ്റ്റം എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്പേസ് ആണ്. ഈ ഒരു നോഡുകളുടെ ഇടയിലൊക്കെ ഉള്ള ഈ സ്പേസിനെ വെട്ടിക്കളഞ്ഞാലും അവിടെ നിന്ന് എന്ത് പറ്റും, വീണ്ടും പൊടിക്കാനുള്ള അതിൻ്റെ ശേഷിയാണ് നമ്മൾ ഇന്റർ കാലറി, ഇന്ററിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഇനി ലാറ്ററൽ മെരിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താടാ, ഇവിടുത്തെ വിട്ടാണ് ശരിക്കും പറഞ്ഞാൽ. ഈ ഒരു വിട്ട് ഉണ്ടല്ലോ, ഈ ഒരു വിട്ടിൻ്റെ കാര്യങ്ങൾ, അതായത് അതിൻ്റെ ഒരു തിക്നെസ് കൂട്ടിക്കൊണ്ടിരിക്കുന്ന, തിക്നെസ് വീണ്ടും വീണ്ടും വളർത്താൻ സഹായിക്കുന്ന ഒരു മരം. ആദ്യം ഉണ്ടായിരുന്ന മരമായിരിക്കുമോ പിന്നെ പിന്നെ വുഡായിട്ട് വളരും തോറും അതിൻ്റെ മരം അല്ല, അത് വീണ്ടും വീണ്ടും എന്ത് ചെയ്യും, അതിൻ്റെ വിട്ട് കൂട്ടി 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 വരും. അതായത് ഇൻക്രീസിങ് ഇൻ വിട്ടിൻ്റെ കാര്യം നോക്കണതാണ് ആര്, ലാറ്ററൽ മെരിസ്റ്റം. ലാറ്ററൽ മെരിസ്റ്റം വിഡ്ത്തിന്റെ കാര്യം നോക്കുന്നത് ലാറ്ററൽ മെരിസ്റ്റം. നോഡിന്റെ കാര്യങ്ങൾ, നോഡ്സിന്റെ കാര്യങ്ങൾ നോക്കണം ഇന്റർകാലറി മെരിസ്റ്റം. ഇലോങ്ങേഷൻ ലെങ്തിന്റെ കാര്യം നോക്കുന്നത് എപ്പിക്കൽ മെരിസ്റ്റം. ഈ ഒരു വേർഡ് മാത്രം നിങ്ങൾ നോക്കി വെച്ചാൽ മതി. ലെങ്ത് അതായത് ഇലോങ്ങേഷൻ ഉള്ളത്, ഇന്റർകാലറി നോഡ്സിനുള്ളത്, ലാറ്ററൽ വിഡ്ത്തിനുള്ളത്. വിഡ്ത്ത് അല്ലെങ്കിൽ എന്ന് പറയാം, ഗിർത്ത് എന്നും പറയാം കേട്ടോ, ഗിർത്ത് എന്നും പറയാം. ഗിർത്ത് അല്ലെങ്കിൽ വിഡ്ത്ത്, അതാണ് ആരെന്ന് പറയുന്നത്, ലാറ്ററൽ മെരിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ലാറ്ററൽ മെരിസ്റ്റം അതാണ് നമ്മുടെ ആദ്യത്തെ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂവിൽ വരുന്നത്. ഇനി അത് പെർമനൻറ്റ് ടിഷ്യൂ ആകുമ്പോൾ മെയിനായിട്ട് അറിയേണ്ടത് സിമ്പിൾ പെർമനൻറ്റ് ടിഷ്യൂ ഉണ്ട്, അതിൽ കോംപ്ലക്സ് പെർമനൻറ്റ് ടിഷ്യൂ ഉണ്ട്. സിമ്പിൾ പെർമനൻറ്റ് ടിഷ്യൂ ഉണ്ട്, അതുപോലെ തന്നെ കോംപ്ലക്സ് പെർമനൻറ്റ് ടിഷ്യൂ ഉണ്ട്. കോംപ്ലക്സ് പെർമനൻറ്റ് ടിഷ്യൂ ആണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞ വാസ്കുലാർ ബണ്ടിൽസ് അല്ലേ, കണ്ടക്റ്റീവ് ടിഷ്യൂ എന്ന് പറഞ്ഞ അല്ലെങ്കിൽ വാസ്കുലാർ ബണ്ടിൽസ് എന്ന് പറഞ്ഞ സൈലവും ഫ്ലോയവും. അതിൻ്റെ കമ്പോണൻസിനെ കുറിച്ചൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ ചോദിക്കാറുണ്ട്, സൈലത്തിലുള്ള കമ്പോണൻസ് ആരൊക്കെയാണ്, ട്രക്കീഡ്സ് ഉണ്ട്, ട്യൂബ് ലൈക്ക് സ്ട്രക്ചേഴ്സുകളാണ് കേട്ടോ, വെസൽസ്, ട്രക്കീഡ്സ്, സൈലം പാരൻകൈമ, സൈലം ഫൈബേഴ്സ്. സൈലം പാരൻകൈമ, സൈലം ഫൈബേഴ്സ് സൈലത്തിലുള്ളത്. ഫ്ലോയം പാരൻകൈമ, ഫ്ലോയം ഫൈബേഴ്സ് ആരിലുള്ളത്, ഫ്ലോയത്തിലുള്ളത്. ഇവിടെ എന്താണ്, ട്രക്കീഡ്സും വെസൽസും വന്നെടുത്ത് ഇവിടെ എന്താണ്, സീവ് ട്യൂബാണ്. അതുപോലെ കമ്പാനിയൻ സെൽസും. ഇത് രണ്ടും ആരിലാണ് വരുന്നത്, ഫ്ലോയത്തിൽ. അപ്പോൾ ഈ ഒരു എലമെന്റ്സിന് അറിഞ്ഞിരിക്കണം, ഇത് ഏതിനാണ് വരുന്നതെന്ന് അറിയണം. കമ്പാനിയൻ സെൽസ് വരുന്ന ആരിലാണ്, ഫ്ലോയത്തിലാണ്. ഫ്ലോയം എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയുള്ളതാണ്, ഫുഡിന് വേണ്ടിയുള്ളതാണ്. ഫുഡ് കിട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, കമ്പൈൻ ചെയ്തിരുന്നാണ് ഫുഡ് കഴിക്കണമെന്ന് ആലോചിക്കുക. അപ്പോൾ കമ്പാനിയൻ സെൽസ് അതിലുള്ളതാണ്. സീവ് ട്യൂബ്, സീവ് ചെയ്യുന്നത് എന്താണ്, സീവ് ചെയ്യുക, അരിച്ചെടുക്കുന്നത് എന്താണ്, നമ്മൾ ഫുഡൊക്കെ അല്ലേ അരി പാറ്റിയൊക്കെ എടുക്കുന്നത് എന്താണ്, സീവ് ചെയ്തെടുക്കുന്ന ഏതാണ്, ഫ്ലോയത്തിലാണ്, ഫുഡിനെയാണ്. അപ്പോൾ ഫ്ലോയം എന്താണ്, ഫുഡാണ്. സീവ് ട്യൂബ് എലമെന്റ്സ് ഉണ്ട്, കമ്പാനിയൻ സെല്ലുണ്ട്, ഫ്ലോയം പാരൻകൈമയും ഫ്ലോയം ഫൈബേഴ്സും ഉണ്ട്. അതേസമയം സൈലം എടുത്തു കഴിഞ്ഞാൽ എന്താണ്, ട്രക്കിലൊക്കെ പോകുന്നത് എന്താണ്, വെള്ളം കുടിക്കണം ഇടയ്ക്കിടയ്ക്ക്, വെസലിൽ വെള്ളം കുടിക്കണം. അപ്പോൾ ട്രക്കീഡ്സ്. സൈലം എന്താണ്, വാട്ടറിനുള്ളതാണ് അല്ലേ, വാട്ടറിനുള്ളതാണ് ആരെന്ന് പറയണത്, വാട്ടറിനുള്ളതാണ് ഇതെന്ന് പറയുന്നത്, വാട്ടറിനുള്ളതാണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സൈലം എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങൾ ആലോചിക്കുക. പിന്നെ മനസ്സിലാക്കേണ്ട സൈലം എന്താണ്, യൂണിഡയറക്ഷണലാണ്. സൈലം എന്താണ്, യൂണിഡയറക്ഷനാണ്. സൈലം എന്ന് പറയുന്നത് യൂണിഡയറക്ഷനാണ്. യൂണിഡയറക്ഷൻ എന്താ, ഒറ്റ ഡയറക്ഷനിലേക്കേ ഉള്ളൂ. റൂട്ടിൽ നിന്ന് ഏറ്റവും ലീഫിൻ്റെ ടിപ്പിൽ വരെ എത്തിച്ചു കൊടുക്കുക, വെള്ളം എത്തിച്ചു കൊടുക്കുക, അത്ര മാത്രമേ ആർക്ക് പണിയുള്ളൂ, സൈലത്തിന് പണിയുള്ളൂ. യൂണി ഡയറക്ഷനാണ് സൈലത്തിന് എന്ന് പറഞ്ഞാൽ, യൂണി ഡയറക്ഷനാണ്. അതേസമയം നമ്മുടെ ഏതെന്ന് പറയുന്നത് ഫ്ലോയോ എന്ന് പറഞ്ഞാൽ എന്താണ്, ഫുഡാണ്, ബൈ ഡയറക്ഷണലാണ്. ഒന്ന് സൈലം എന്ന് പറയുന്നത് യൂണി ഡയറക്ഷൻ, റൂട്ടിൽ നിന്ന് ലീഫിലേക്ക് ഒറ്റ ഡയറക്ഷനേ ഉള്ളൂ. ഫ്ലോയം എന്ന് പറഞ്ഞാൽ എന്താണ്, ഫ്ലോയം ബൈ ഡയറക്ഷണലാണ്. ബൈ ഡയറക്ഷൻ എന്ന് വെച്ചാൽ അവിടെ നിന്ന് ഫുഡിനെ എന്ത് ചെയ്യണം, ഫുഡിനെ ലീഫിൽ തന്നെ വെച്ചാൽ മതിയോ, പറ്റില്ല. ലീഫിൽ നിന്ന് ബാക്കി ലീഫിലേക്ക് എത്തിച്ചു കൊടുക്കുക, സ്റ്റെമ്മിലേക്ക് എത്തിച്ചു കൊടുക്കുക, റൂട്ടിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഫുഡിനെ ഇങ്ങനെ എല്ലായിടത്തും പരത്തുന്നത് ആരാണ്,
നമ്മുടെ ഫ്ലോയമാണ്. ഫ്ലോയം. അപ്പോൾ ഫ്ലോയം എന്താണ്? ബൈ ഡയറക്ഷനാണ്. സൈലം യൂണി ഡയറക്ഷനാണ്. ഇനി പാരൻകൈമ, കോളൻകൈമ, സ്ക്ലീറൻകൈമ. പാരൻകൈമയൊക്കെ എന്താണ്? ഒരു ടിഷ്യൂസ് ആണ്. ഇതൊക്കെ എന്താണ്? സിമ്പിൾ പെർമനന്റ്. ഇതൊക്കെ സിമ്പിൾ ആണ്. ഇതൊക്കെ എന്താണ്? കോംപ്ലക്സ് ആണ്. ഇവരുടെ പ്രോസസ്സിങ് തന്നെ കോംപ്ലക്സ് ആണ്. ഒരുപാട് സ്ട്രക്ചറിങ്, ഇത് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യുന്ന ഒരുപാട് കോംപ്ലക്സ് പ്രോസസ്സ് ഉള്ളതുകൊണ്ട് സൈലോം ഫ്ലോയോ കോംപ്ലക്സിലാണുള്ളത്. സിമ്പിളിൽ വരുന്നത് പാരൻകൈമ, കോളൻകൈമ, സ്ക്ലീറൻകൈമ. അതിൽ നമ്മുടെ കോളൻകൈമ എന്തിനാ ഉള്ളത്? റിജിഡിറ്റി, മെക്കാനിക്കൽ സപ്പോർട്ടിന് വേണ്ടിയാണ് കേട്ടോ. അതായത് കോളൻ ഒരു കോളം കൊടുത്തു കഴിഞ്ഞാൽ അതിൽ തന്നെ നിൽക്കാൻ, അതിന് ആ ഒരു റിജിഡിറ്റി, അതിൻ്റെ ഒരു എന്താ പറയുക, ഇപ്പോൾ നമുക്ക് റിജിഡിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഫ്ലെക്സിബിലിറ്റി, അതിന് കൃത്യമായിട്ട് ഒരു സ്ഥലത്ത് ഫിക്സ് ചെയ്ത് നിൽക്കാൻ സഹായിക്കുന്ന ആളാണ് ആര്? കോളൻകൈമ. മെക്കാനിക്കൽ സപ്പോർട്ടിന് സഹായിക്കുന്നതാണ് ആരെന്ന് പറയുന്നത്? കോളൻകൈമ എന്ന് പറയുന്നത്. ഓക്കെ, കോളൻകൈമ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഏതാ? സ്ക്ലീറൻകൈമ. സ്ക്ലീറൻകൈമ എവിടെയാണ് കിട്ടുന്നത്? ശരിക്കും പറഞ്ഞാൽ സ്ക്ലീറൻകൈമ കിട്ടുന്നത് എവിടെയാണ്? നമ്മുടെ ഈ കോക്കനട്ടിൻ്റെയൊക്കെ ഹസ്ക് എടുക്കൂലേ? കോക്കനട്ടിൻ്റെയൊക്കെ അതായത് ഇപ്പം നമ്മൾ നമ്മുടെ തേങ്ങ പൊതിക്കുമ്പോൾ ആ ചകിരി കിട്ടാറില്ലേ? അതായത് പുറമേ ഉള്ള ഒരു ഔട്ടർ കവറിങ് ആണ് ശരിക്കും പറഞ്ഞാൽ ഏതെന്ന് പറയുന്നത്? നമ്മുടെ സ്ക്ലീറൻകൈമ എന്ന് പറയുന്നത്. ഓക്കെ, സ്ക്ലീറൻകൈമ എന്ന് പറയുന്നത്. ഓക്കെ, സ്ക്ലീറൻകൈമ എന്ന് പറയുന്നത്. ഓക്കെ, സ്ക്ലീറൻകൈമ. പാരൻകൈമ എന്നാൽ ബേസിക് ആയിട്ടുള്ള പുറമേ ഉള്ള നമ്മുടെ ലെയറില്ലേ, നമ്മുടെ ഇപ്പം നമുക്ക് എന്താ പറയാൻ പറ്റുന്ന സ്കിന്ന് പോലെയുള്ള ലെയേഴ്സിനെയാണ് നമ്മളത് ഏറ്റവും എപ്പിഡേമൽ ലെയർ എന്നാണ് ആരെ പറയുന്നത്? പാരൻകൈമ. എപ്പിഡേമൽ ലെയർ ആണ്, എപ്പിഡേമിസ് ആണ്, എപ്പിഡേമൽ ലെയർ ആണ്. ഏറ്റവും പുറത്തെ കവറിങ് ആണ് പാരൻകൈമ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് കോളൻകൈമ എന്ന് പറയുന്നത് ഫ്ലെക്സിബിലിറ്റി അല്ലെങ്കിൽ മെക്കാനിക്കൽ സപ്പോർട്ടാണ്. ഇതെന്താണ്? ഈ ഉള്ളിലുള്ള ഇന്റേണലിന് ഒരു പ്രത്യേക ഒരു സ്ട്രക്ചർ അഡീഷണൽ കൊടുക്കുകയാണ്. ഇപ്പം കോക്കനട്ടിൽ ഹസ്ക് ഒക്കെ ഉള്ള പോലത്തെ, ഹസ്ക് ഓഫ് കോക്കനട്ടൊക്കെ പോലെയുള്ള നാല് പോലെയുള്ള സംഭവങ്ങളൊക്കെ അതിനെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തിക്കാനുള്ള മറ്റൊരു ഇതായിട്ടാണ് ആരെ പറയുന്നത്? സ്ക്ലീറൻ. ഇതൊക്കെ എന്തിനാണ്? അതിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് അതിനെ എന്ത് ചെയ്തിരിക്കുന്നത്? പെർമനന്റ് ടിഷ്യൂസ് ആയിട്ട് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ടൈപ്സ് ഓഫ് പ്ലാന്റ് ടിഷ്യൂവിൽ പ്ലാന്റ് ടിഷ്യൂ എന്ന് പറഞ്ഞാൽ പെർമനന്റ് ടിഷ്യൂ ആയിട്ടും നമ്മുടെ പെർമനന്റും മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ പെർമനന്റിനെ സിമ്പിളായിട്ടും കോംപ്ലക്സ് ആയിട്ടും തിരിച്ചിട്ടുണ്ട്. മെരിസ്റ്റമാറ്റിക്കിനെ എപ്പിക്കൽ, ഇന്റർകാലറി, ലാറ്ററൽ മെരിസ്റ്റമായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൻ്റെ കാര്യമെല്ലാം പറഞ്ഞു. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൽ വരുന്നത്. ഓടി ഇത്രയും എടുക്കാനേ പറ്റുകയുള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങൾ മാക്സിമം നന്നായിട്ട് പറഞ്ഞെല്ലാം നന്നായിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഒരുപാട് പഠിക്കാൻ പറ്റട്ടെ നിങ്ങൾക്ക്. എനിക്ക് വരാൻ പോകുന്ന എല്ലാ എക്സാംസും നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റാത്ത എല്ലാവിധ ആശംസകളും. അപ്പോൾ ഇതുവരെ നമ്മുടെ കൂടെ നിന്ന് എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. അപ്പോൾ അതുപോലെ തന്നെ നന്നായിട്ട് പഠിച്ച് ഈ വർഷം തന്നെ എന്ത് ചെയ്യുക? ജോലിക്ക് കയറുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.